ബ്രഹ്മാവ് ദേവാനാം പ്രഥമോ ബഭൂവ എന്ന് പറയും. ദേവന്മാരുടെ കൂട്ടത്തിൽ ആദ്യകാരൻ ബ്രഹ്മാവാണേ. അപ്പം അതുകൊണ്ട് നമ്മൾ ബ്രഹ്മാവുള്ള സഭയെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മാദി ദേവന്മാരെന്നേ പറയാവൂ. ബ്രഹ്മാവുണ്ട കൂട്ടത്തിൽ ഇന്ദ്രൻ്റെ ചിന്ദ്രാദി എന്ന് പറയരുത്, ബ്രഹ്മാദി ദേവന്മാരെന്ന് പറയണം. ബ്രഹ്മാവില്ലാത്ത കൂട്ടത്തിൽ ദേവേന്ദ്രൻ്റെ ചെന്ത് പറയാം, ഇന്ദ്രാദി ദേവന്മാരെന്ന് പറയാം. പറയണതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അല്ലാണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റില്ല. പക്ഷെ ബ്രഹ്മാവിനെ സ്ഥാനമുണ്ട്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ബ്രഹ്മാവ് ഇവിടെ നല്ലോണം തൊഴുത് നമസ്കരിച്ചു. അപ്പം ആദ്യത്തെ സ്തുതിയും അവസാനത്തെ സ്തുതിയും ബ്രഹ്മാവ് ആദ്യന്തക്കാരനാണെന്ന്. അപ്പം നമ്മളങ്ങനെയല്ല, സപ്താഹത്തിന് ആദ്യം വരും, പിന്നെ ഒടുക്കത്തെ ദിവസവും വരും. ആദ്യന്തക്കാരൻ കണ്ടില്ലേ, അജാതിയല്ല കേട്ടോ. ഇത് ബ്രഹ്മാവ് ആദ്യത്തെ ദിവസം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും, എപ്പോഴും അങ്ങനെയുണ്ട് അദ്ദേഹം. എന്നാലും ഇതിൻ്റെ ആദ്യത്തേൻ്റെയും അവസാനത്തേൻ്റെയും അവകാശി ആരാണ്? ബ്രഹ്മ. അത്രയേ ഉള്ളൂ, ഇടയിലില്ല എന്നല്ല. നമ്മുടെ നാട്ടിലത്തെ ആദ്യന്തല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജയോരുഗായ ഭഗവന്നൊരു ക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ, നമസ്തേ പ്രശ്നഗർഭായ വേദഗർഭായ വേധസേ, തൃണാഭായ ത്രിപൃഷ്ഠായ ശിപിവിഷ്ടായ വിഷ്ണവേ. ബ്രഹ്മാവിൻ്റെ സ്തുതിയാ. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മസ്തുതി കഴിഞ്ഞാൽ പിന്നെ അവതാരമാണല്ലോ. ഇങ്ങനെ ബ്രഹ്മാവ് സ്തുതിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജചക്ര പിശങ്കവാസ നളിനായ തേക്ഷണ. ഭഗവാൻ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് തൻ്റെ ആ വൈഷ്ണവമായ മഹിമയോട് കൂടിയിട്ട് വന്ന് അവതരിച്ചു. ഇങ്ങനെ ഈ വിധം സാക്ഷാൽ തൻ്റെ ആ വൈഷ്ണവ സ്വരൂപത്തോടു കൂടി വന്ന് അവതരിച്ച ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ, തൻ്റെ ആ വൈഷ്ണവമായ രൂപം സാധാരണ ലോകക്കാർക്ക് മനസ്സിലാവില്ല എന്ന് കണക്കാക്കിയിട്ട് അതിനെ അങ്ങോട്ട് ഉപസംഹരിച്ചു. ഒരു ഉണ്ണിയുടെ രൂപമായിട്ട് തീർന്നു. ഉണ്ണീച്ച മനസ്സിലാവില്ല, ഉണ്ണിച്ചുണ്ണി എന്നൊക്കെ പറയില്ലേ, നമ്മൾ നയിക്കാറായ ഉണ്ണിയില്ലേ, 5-8 വയസ്സായ പ്രായമുള്ള ആ പ്രായത്തിലേക്ക് ഒരു ഉണ്ണിയായിട്ട് തീർന്നേ. ഈ ഉണ്ണിയായിട്ട് വന്ന ഭഗവാനെ ഋഷീശ്വരന്മാരെന്തു ചെയ്തു, തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയ കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതിം. കശ്യപ പ്രജാപതിയെ മുൻനിർത്തിയിട്ട് കശ്യപ പ്രജാപതിയെ കൊണ്ട് എന്ത് ചെയ്യിച്ചു, ഉപനയനാദി ക്രിയകളൊക്കെ ചെയ്യിച്ചു. വേണ്ട മാതിരി ഗംഭീരമായിട്ട് ഓന്നയനൊക്കെ ഇങ്ങോട്ട് കഴിച്ചു. ഗംഭീരം ഓരോരോരുത്തർ കൊടുത്തു. സമ്മാനമൊക്കെ കൊടുക്കില്ല ഉണ്ണികൾക്ക്. ഓന്നയനൊക്കെ ഉണ്ടാകുമ്പോൾ അതേ പ്രകാരത്തിൽ ഇപ്പോൾ മഹാഗേമായിട്ടാണ് കൊടുത്തത്. ഉപനയന ക്രിയൊക്കെ മഹാഗേമായി. ഉപനയനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ, വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അവിടുന്ന് നേരെ പുറപ്പെട്ടത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടോ, ബ്രഹ്മചാരി വേഷത്തിൽ ഭഗവാൻ ഈ ദേഹം നമ്മുടെ ബലി മഹാരാജാവ് യജ്ഞം ദീക്ഷിച്ചിരിക്കുന്ന യജ്ഞശാലയുണ്ട്, ആ യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു. ചിലപ്പോൾ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഊന്നയനം കഴിഞ്ഞു, ഒത്തെല്ലി വേദം ചൊല്ലി പഠിച്ചു കേമായി സമാവർത്തനം കഴിഞ്ഞു വേളി അഴിച്ചപ്പോൾ ഇങ്ങനെ ചുറ്റിക്കൂടാനൊന്നുമല്ല വന്നതിന് ചില ഉദ്ദേശമൊക്കെ ഉണ്ടേ. അത് നടത്തുക നിരീക്ഷിച്ചിട്ട് നേരെ ഇങ്ങോട്ട് നടന്നു. ഈ ബലി മഹാരാജാവിൻ്റെ യജ്ഞശാലയുണ്ട്. എവിടെയാന്ന് ചോദിച്ചാൽ പറയും, തം നർമ്മദായാസ്തട ഉത്തരേ ബലേഹ യഋത്വിജസ്തേ ഭൃഗുഗച്ഛ സംജ്ഞകേ പ്രവർത്തയന്തോ ഭൃഗവഃ കൃതോത്തമം വ്യചക്ഷതാരാതുതിതം യഥാരവിം. അങ്ങനെ സൂര്യൻ ഉദിച്ച പ്രഭ പോലെയുള്ള പ്രഭയായിട്ടാണ് ഈ ഉണ്ണിയായിരിക്കണ ഭഗവാൻ എവിടേക്ക് ചെന്നത്. എവിടെയപ്പോൾ ഈ യജ്ഞം നടക്കണത്? നർമ്മദായാസ്തട ഉത്തരേ ബലേഹെ. നർമ്മദ നദിയുടെ വടക്കേ കരയിലാണ് യജ്ഞശാല. ആ യജ്ഞശാലയിലാണ് യജ്ഞം നടക്കണതേ. ആ യജ്ഞശാലയിലേക്ക് അങ്ങോട്ട് ചെന്നു. യജ്ഞശാലയിലേക്ക് ഈ ഉണ്ണിയായിരിക്കണ ഭഗവാൻ ഒന്നിച്ചുണ്ണിയുടെ ഊന്നേനൊക്കെ കഴിഞ്ഞ് പറഞ്ഞ ഉണ്ണിയെ ഭഗവാൻ ഇങ്ങനെ കണ്ടപ്പം ബലി മഹാരാജാവ് ഓടി വന്നു, ഗോപുരദ്വാരം വന്ന് കണ്ട് തൊഴുതിട്ട് പറഞ്ഞു, സ്വാഗതം തേ നമസ്തുഭ്യം. അങ്ങനെയാണല്ലോ. എന്താ സ്വാഗതം തേ? ആദ്യം അങ്ങനെ കണ്ടാൽ അതല്ലേ സ്വാഗതമല്ലേ? സ്വാഗതം തേ, വെൽക്കം ടു യു. അങ്ങനെ ആദ്യം പറയുക. നമസ്തുഭ്യം, പിന്നെ നമസ്കാരം പറഞ്ഞത്. അപ്പോൾ സ്വാഗതവും പറഞ്ഞു, നമസ്കാരവും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ബ്രഹ്മൻ ചാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ കിം കരവാമതേ. എന്തേ ഇപ്പം ഞാൻ ചെയ്യണ്ടോ ഇവിടത്തേക്ക്? എന്തേ ഇപ്പം ഞാൻ എന്താ ഇപ്പുറത്തേക്ക് ചെയ്യേണ്ടത്? എന്തിനും ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞു. ബ്രഹ്മഋഷീണാം തപസ്സാക്ഷാൽ മന്യേതോ ആര്യ വപുർധരം. അങ്ങപ്പം അങ്ങനെ ഇങ്ങോട്ട് വർണ്ണത കണ്ടാൽ, ആ തേജസ് കണ്ടാൽ ലോകത്തുള്ള ബ്രഹ്മഋഷിമാരുടെ എല്ലാവരുടെയും കൂടി തപസ്സിനൊരു രൂപം ഉണ്ടായി എങ്ങനെ ഉണ്ടാവും?
അത്ര തേജസ്വി അങ്ങ് മഹാകേമൻ നമസ്കരിക്കുകയാണേ. അതുകൊണ്ട് അങ്ങ് വന്ന വ്രത കാല് കുത്തിയതോടെ അദ്യനല്ലേ എൻ്റെ പിതൃക്കള് സന്തോഷിക്കണൊപ്പന്ന് എൻ്റെ വംശം ശുദ്ധായി, എൻ്റെ ജന്മം ശുദ്ധായി, എൻ്റെ രാജ്യം ശുദ്ധായി, എൻ്റെ യജ്ഞം പൂർണ്ണമായി, എല്ലാം ഒന്ന് സഫലമായി ഇവിടുത്തെ വരവുണ്ട്. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുകയാണ്. എൻ്റെ എല്ലാ ക്രിയകൾക്കും തൃപ്തി ഉണ്ട്. അതുകൊണ്ട് യത് യത് വട്ടോ വാഞ്ചസി ചോദിച്ചു. അതെന്താ അത്? യത് യത് വട്ടോ വാഞ്ചസി ചോദിച്ചു. എന്താ അങ്ങക്ക് വേണ്ടത്? ഹേ ബ്രാഹ്മണകുമാര, അങ്ങക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത് ചോദിച്ചു. പശുവിനെയാ വേണ്ടത്? രത്നാണോ വേണ്ടത്? ഭൂമിയാണോ വേണ്ടത്? അതല്ല ഇനി വേറെ വല്ലതും വേണോ? ഊണാണോ വേണ്ടത്? എന്താ വേണ്ടു ചോദിച്ചോളൂ, എന്തും തരാം ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു. നമ്മളെ ആരോട് എന്ത് പറയുമ്പോഴും ഒന്ന് നിർത്തി പറയുക നല്ലത്. എന്താ ഗുണം? ബാക്കി പിന്നെയും പറയാലോ. ഇത് വരുമ്പോഴൊക്കെ തന്നെ അങ്ങോട്ട് മനസ്സിലാവുണ്ടോ? വാക്കിന് ഒരടക്കം വേണം. എന്തിനാണ്? വാക്കിന് ഒരടക്കല്ലെങ്കിൽ വലിയ വിഷമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കണത്. എന്ത്? ഈ വാക്കിൻ്റെ അടക്കലിയായ ഒരു പരിധി വെക്കണം. അങ്ങോട്ട് മുഴുവൻ പറയരുത്. അങ്ങ് എന്താ വേണ്ട ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന്. നോക്കൂ, ഇപ്പം അദ്ദേഹം ഇപ്പം എന്തെങ്കിലും ചോദിച്ചാൽ ഇന്നത് ഇങ്ങോട്ട് വേണമെന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്ത് പറയണം? അങ്ങ് എന്താ വേണ്ട ചോദിച്ചോളൂ, ഇവിടെ എന്താ ഉള്ള തരാട്ടുവോ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. യത് വട്ടോ വഞ്ചസി തത് പ്രതീക്ഷമേ. എന്താ വേണ്ട ചോദിച്ചോളൂ, ഇവിടുന്ന് കൊണ്ടുപോയിക്കോളൂ. ഇവിടെ ഉണ്ടേ, എന്ത് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ്. എപ്പോഴും നമ്മൾ തല മറന്ന് എണ്ണയല്ല വെളിച്ചെണ്ണയും തേക്കരുത്. തലയുടെ ഒരു വിവരം ഉണ്ടാവണം. ഇത് വെറുതെ കിട്ടിയതാന്ന് തിരിച്ച് മുഴുവൻ അങ്ങോട്ട് കമഴ്ത്തരുത്. ശരിയല്ലേ? ഒരു പരിധി എല്ലാറ്റിനും വെക്കണം. രാജാവ് ചോദിക്കണേ, എന്താ വേണ്ട ചോദിച്ചോളൂ. അപ്പോൾ ഈ കുമാരനെ എന്തോ വേണ്ടു വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയായിരിക്കണം ഭഗവാൻ പറഞ്ഞു, രാജാവേ എനിക്ക് 3 അടി മണ്ണേ വേണ്ടു. അത് ഞാൻ എൻ്റെ ഈ കാലം കൊണ്ട്, ഈ ഉണ്ണിക്ക് 5 ഇനിയിപ്പോൾ കൂടിയ 8 വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ, അതിലേറെയൊന്നുമില്ല. അതിൻ്റെ കാലം എത്ര വലിപ്പം ഉണ്ടാവും? ഞാൻ എൻ്റെ ഈ കാലടി കൊണ്ടേ 3 അടി അളന്നെടുത്തോളാം, അത്ര എനിക്ക് വേണ്ടു, 3 അടിയേ വേണ്ടു, അതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ, ഈ ഉണ്ണിയുടെ വർത്തമാനം കേട്ടപ്പോൾ മഹാരാജാവിനൊരു കൗതുകം. മഹാരാജാവ് പറഞ്ഞു, എന്താ എൻ്റെ ഉണ്ണിയെ പറയണത്? അയ്യേ, ഞാൻ നിരീച്ചു. അഹോ ബ്രാഹ്മണദായാത. എൻ്റെ ഉണ്ണിയെ വന്നപ്പോൾ എന്താ വിളിച്ചത്? ബ്രഹ്മഋഷീണാം തപസ്സാക്ഷപ്പോൾ വിളിച്ചതോ ബ്രാഹ്മണദായാത. എന്താ അർത്ഥം? എൻ്റെ ഉണ്ണിയെ ഞാൻ നിരീച്ചതേ കണ്ടപ്പം കുറച്ച് വിവരം കഥയും കേമത്തൊക്കെ ഉണ്ടെന്ന്. അപ്പോഴല്ലേ മനസ്സിലായത് അവനവൻ്റെ കാര്യം നേരെയാക്കാനുള്ള പ്രാപ്തി പോലും ഇല്ലയെന്ന്. ഇല്ലേശ എന്നെ പോലെ ഇല്ലടത്ത് ലോകാധിപതിയെ കണ്ടിട്ട് 3 അടി മണ്ണ്, 3 അടി മണ്ണോണ്ട് എന്താവാനാ ഉണ്ണിയെ? ചുരുക്കം ഒരു 6 അടിയെങ്കിലും. എന്തിനാ? നമ്മുടെ നാട്ടിൽ അതാണല്ലോ പറയുക എപ്പോഴും, 6 അടി മണ്ണേ വേണ്ടു, അതിനാണ് ഈ അക്രമങ്ങളൊക്കെ കാണിക്കുന്നത്, വെറും 6 അടി മണ്ണിൽ ഒതുങ്ങാനേ ഉള്ളൂ എന്നൊക്കെ വലിയ പ്രസംഗിക്കും. ഇന്നലെ നമ്മൾ പോയിട്ട് മറ്റവൻ്റെ 5 സെന്റ് മാന്തി ഇവിടെ എത്തിച്ചു. കോടതിയിൽ കേസ് കിടക്കുക. എന്നാലും നമ്മൾ 6 അടിയുടെ കാര്യം പറയും. ശരിയല്ലേ? അത് എന്ത് 6 അടി? അപ്പോഴെങ്കിലും ഒന്ന് നിവർത്തി വെക്കാനല്ലോ. നോട്ട് പുസ്തകം പോലെ മടക്കി വെക്കാൻ വയ്യല്ലോ. 6 അടി 3 ആക്കണമെങ്കിൽ പിന്നെ മടക്കി വെക്കണ്ടേ? എന്താല്ലേ എന്താ ഉണ്ണി എന്നെ പോലെ ഇരുത്ത് ലോകാധിപതി? എന്താ പറഞ്ഞത്? ഞാൻ ത്രിലോകാധിപതിയാണ്. ഒരു ഭൂഖണ്ഡം വേണമെങ്കിൽ ദാനം ചെയ്യാൻ പ്രാപ്തിയുണ്ട് എനിക്ക്, എന്നിട്ടാണോ ചോദിക്കണത്? ചോദിച്ചു. അപ്പോൾ ഈ കുമാരഭാവേന വന്ന ഭഗവാൻ പറഞ്ഞു, രാജാവേ കാര്യമൊക്കെ ശരി, അങ്ങ് വലിയ ആളൊക്കെ തന്നെ, എനിക്ക് അത്രയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. വലിയ ആളാണ്, എനിക്ക് എന്തേ മതി, എനിക്ക് ലേശേ വേണ്ടു. എന്താ വേണ്ടത്? 3 അടിയേ വേണ്ടു രാജാവേ. എന്താന്ന് വെച്ചിട്ടുണ്ടോ, 3 അടി കൊണ്ട് തികയാത്തവന് 3 ലോകം കിട്ടിയാലും തികയില്ല ആണ്. ഈ കിട്ടണതിനനുസരിച്ച് മോഹം കൂടുകയോ കുറയുമോ? ഇതൊരു ശബ്ദത്തിനൊരു കുറവ് ഇല്ലേ? കിട്ടണതിനനുസരിച്ച് മോഹം കൂടുകയോ കുറയുമോ? കൂടുകയുള്ളൂ, അത് കുറയില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ശമ്പളം കൂട്ടണം എന്നുള്ള ഈ സമരം കേട്ടിട്ടില്ലേ? ഇഷ്ടം പോലെ കേട്ടത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ശമ്പളം 50 പൈസ, കുറച്ചേ തീരൂ, ഇത്ര വയ്യ, ഇത്ര. എവിടെയെങ്കിലും സമരം കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഒന്ന് പറയണേ. നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ടച്ചാ കേൾക്കാനൊരു മോഹാണേ. ഒരു ദിക്കിലും കേൾക്കില്ല. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒരു നാട്ടിലും കുറയ്ക്കില്ല, കൂട്ടുക എന്നല്ലാതെ. കിട്ടണതിനനുസരിച്ച് മോഹം കൂടുകയില്ലേ? ലോകത്തിൻ്റെ ഒരു സമ്പ്രദായമാണ്. ഇവിടെ അദ്ദേഹം ഭഗവാൻ പറഞ്ഞു, എനിക്ക് 3 അടിയേ വേണ്ടു. 3 അടി കൊണ്ട് തൃപ്തി ഇല്ലാത്തവന് 3 ലോകം കൊണ്ടും തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ അല്ലേ? അപ്പം ഭഗവാൻ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ഇപ്പം ഞാനൊന്നും പറയില്ല, അങ്ങനെ ആയിക്കോട്ടെ. ദാനം കൊടുക്കാൻ പുറപ്പെട്ടു. ആരൊക്കെ?
ഈ ഉണ്ണിയായിരിക്കണം ഭഗവാനെ. ദാനം കൊടുക്കാൻ രാജാവ് കിണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് ശുക്രാചാര്യർ പറഞ്ഞു, മഹാരാജാവേ കൊടുക്കരുത്. എന്താ കാരണം? ഈ വന്നത് ഭഗവാനാണ്. 3 അടിയുണ്ട് അങ്ങയുടെ സകലതും കൈക്കലാക്കും, അങ്ങയുടെ കയ്യിൽ ഒന്നും ഇല്ലേണ്ടിയാവും, അങ്ങ് നിസ്വനായിട്ട് തീരും, അതുകൊണ്ട് കൊടുക്കരുത് എന്നും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം മഹാരാജാവ് തിരിച്ചു പറഞ്ഞു ഗുരുനാഥനോട്, ഗുരുനാഥ, വന്നത് ഭഗവാനാണ് എന്നല്ലേ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞത്? വന്നത് ഭഗവാനാണെങ്കിൽ കൊടുക്കേണ്ടത് ഭഗവാനല്ലേ? ഭഗവാനാണ് ഇപ്പൊ ഈ വന്നിരിക്കണത് എന്ന് വെച്ചാൽ എന്താ വേണ്ടത്? കൊടുക്കേണ്ടത് ആർക്കാണ്? ഭഗവാനല്ലേ കൊടുക്കേണ്ടത്. ഇനിയിപ്പം ഭഗവാനാണ് വന്നത്, നമ്മൾ കൊടുത്തില്ലാച്ചാലും ഇതൊക്കെ കൊണ്ടുപോകാൻ ആർക്ക് പറ്റും? ഭഗവാന് പറ്റും. അതുകൊണ്ട് ഭഗവാനല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ പറഞ്ഞു, രാജാവേ അങ്ങനെയൊന്നും പറയരുത്, കൊടുക്കരുത് കൊടുക്കരുത്. അയ്യോ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താ വെച്ചോ, എൻ്റെ അടുത്ത് വന്നു ചോദിച്ചു, ഞാൻ തരാമെന്നും പറഞ്ഞു, എന്നിട്ട് പിന്നെ ഇപ്പം എങ്ങനെയാ തരില്ല എന്ന് പിന്നെ പറയുക? അതും ഒരു ബ്രാഹ്മണനോട്. അത് ഞാൻ ചെയ്യില്ല, അസത്യവാക്ക് ഞാൻ പറയില്ല. ഗുരുനാഥൻ പറഞ്ഞു, രാജാവേ ഞങ്ങൾ ഈ അന്തല്യായെ പറയരുത്, അസത്യവാക്ക് അസത്യവാക്ക് എന്നൊന്നും പറയരുത്. അവനവൻ്റെ ആയുസിൻ്റെ കാര്യം പോണ കാര്യമാണ്, അവിടെ നിന്നും നമ്മൾ അങ്ങനെ നോക്കരുത്. അതുകൊണ്ട് ചില നുണകളൊക്കെ അവിടെയൊക്കെ പറയാം. എവിടെയൊക്കെ? എന്നാലും നോട്ട് പുസ്തകത്തിൽ എഴുതരുതിട്ടോ, നുണ പറയാന്നുള്ള സൗകര്യം നമ്മുടെ എല്ലാ അസുരന്മാരുടെ ഇടയിൽ അങ്ങനെയുണ്ട്. ഇങ്ങനെ സ്ത്രീഷോ നർമ്മവിവാഹേച, ഇങ്ങനെയുണ്ട്, സ്ത്രീഷോ നർമ്മവിവാഹേച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാൽ ജുഗുപ്സിതം. സ്ത്രീഷു, ഈ പെണ്ണുങ്ങളോടൊക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ ചിലപ്പോൾ നോണ. നമ്മുടെ നാട്ടിൽ ഇപ്പം നല്ലോണം ഉണ്ട് അതൊക്കെ. പണ്ട് എവിടുന്നോ എന്തോ ഒരു വിളി വന്നത് എടുത്തതാണ് വടക്കേല മുട്ടിയമ്മ. വെറുതെ എടുത്തിട്ടേ ഉള്ളൂ. എടുത്ത് വർത്തമാനം പറഞ്ഞ് പിന്നൊന്നും പറയണ്ട. പിന്നെ ഇങ്ങനെ തോണ്ടി ഒരു ദിവസം കാമുകൻ പറഞ്ഞു, എന്നാ വന്നോളൂ, നമുക്ക് കുറ്റിപ്പുറത്ത റെയിൽവേ സ്റ്റേഷനിൽ പോവാ എന്നും പറഞ്ഞു. മുട്ടിയമ്മയ്ക്ക് എത്ര പ്രായമൊന്നുമില്ലേ, വേഗം കൊടിയൊക്കെ ആയിട്ട് രണ്ടോ ഒന്നൊക്കത്ത് ഒന്നിനെ തൂക്കിയും പിടിച്ചങ്ങനെ പോകുന്നതാണ്. എന്തിനാണ്? വന്നു നോക്കിയപ്പം കാമുകനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ആരോ ഇറക്കിയിട്ട് പോയി. കാമുകന് നിരങ്ങാൻ പോലും വയ്യ, നടക്കല് പോട്ടെ, നിലത്ത് എവിടെയെങ്കിലും വെച്ചാൽ നിരങ്ങണ്ടേ? അത് പെൻഷനായിട്ട് തന്നെ 25 കൊല്ലം കഴിഞ്ഞിരിക്കണോ? ഈ കാമുകനാണ് കോളേജിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന് ഇന്നലെ മിനിയെന്നൊക്കെ തോണ്ടിയത്. അമ്മൂട്ടമ്മയ്ക്ക് ഇത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നിപ്പോയി. ശരിയല്ലേ ഇത്? അപ്പൊ നോണ പറഞ്ഞിട്ടല്ലേ ഇത്രയും പറ്റിച്ചിട്ട് വഞ്ചിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ സുലഭല്ലേ ഈ വഞ്ചനയും ചതിയൊക്കെ? ശരി, ഒക്കെ നോണ പറയണേ. ധർമ്മവിവാഹേച്ച, വിവാഹത്തിന് നോണ പറയേണ്ട കല്യാണം കഴിച്ചവരാരുണ്ട്? കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഓരോ വലിയ വലിയ കാര്യങ്ങളാ പറയിച്ചത്. നമ്മളെ മനസ്സിൽ അതിന്റെ മുമ്പ് പലരും അങ്ങോട്ട് അമ്മാവൻ പോയി, അച്ചോളോ പോയി, അമ്മായി പോയി, ചെറിയമ്മ പോയി, ചിറ്റ പോയി, പെരശി പോയി, എല്ലാരും പോയത്. അവരാരും കാണാത്തത് പെൺകുട്ടി നേരെ പോയപ്പോൾ കണ്ടിട്ടില്ലേ? അതൊക്കെ എങ്ങനെയാണ് എന്തല്ലേ? കല്യാണം കഴിക്കാൻ വന്ന സമയത്ത് ചോദിച്ചു, എന്താ കുട്ടന്റെ ജോലി? കളക്ടറേറ്റിലാണ്. കളക്ടറേറ്റ്? എന്നേപ്പം ഉണ്ടായേ ജോലി? എനിക്കത് 10-16 വയസ്സായപ്പം കിട്ടിയതാ. 18 കിട്ടുക എന്ന് ചോദിച്ചില്ല. എന്താ കാരണം? ഇത് ചിലപ്പോൾ മഹാമിടുക്കനായതുകൊണ്ട് ക്യാമ്പസ് സെലക്ഷൻ വഴി കൊണ്ടുപോയതോ. നമ്മൾ ഈ മഹായോഗ്യന്മാരെ ദുശ്ചോദ്യം ചോദിച്ചിട്ട് ബന്ധമില്ലേണ്ടി ആക്കരുതിൽ. അച്ഛൻ ചോദിച്ചില്ല. കുട്ടി വെളി കഴിഞ്ഞ് പോയി 4 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരണ്ട ഒറ്റയ്ക്ക്. എന്താ മോളെ ഒറ്റയ്ക്ക് പോകുന്നത്? കുട്ടൻ അവിടെ. കുട്ടൻ പറഞ്ഞാൽ മറ്റേ മുട്ടൻ. വെള്ളിയാഴ്ച ഉണ്ണി എവിടെയാന്നാ ചോദിച്ചത്? അത് ഊട്ടൻ ഇല്ല, അതെ കളക്ടറേറ്റിലാണ്. കളക്ടറേറ്റ് അവിടെ അടുത്ത പറമ്പല്ലേ കുട്ടിയെ, തൊട്ടടുത്തല്ലേ, 500 മീറ്റർ അല്ലേ ഉള്ളൂ. എന്നിട്ട് എന്താ അത്രത്? അതിപ്പോൾ ചിലപ്പോൾ കളക്ടറേറ്റിലേക്ക് പോയി അന്ന് തന്നെ വരും, ചിലപ്പം പോയി 2 ദിവസം കഴിയും, ചിലപ്പം പോയി ഒരാഴ്ച കഴിയും, ചിലപ്പം പോയി മാസങ്ങളോളം കഴിയും എന്നൊക്കെ അമ്മ പറഞ്ഞു എന്നും പറഞ്ഞു. അപ്പം അദ്ദേഹം അച്ഛൻ നിരീക്ഷിച്ചു, ചിലപ്പോൾ കളക്ടറുടെ കൂടെയൊക്കെ ഇങ്ങനെ വിദേശ പര്യടനത്തിനൊക്കെ കൂടെ പോണ വിശ്വസ്തനായ മഹായോഗ്യന്മാരല്ലേ കളക്ടർ കൊണ്ടുപോകുള്ളൂ. അപ്പം അങ്ങനെ മിടുക്കനാണെന്നൊക്കെ അച്ഛനൊന്നും ചോദിച്ചില്ല. അച്ഛൻ വെറുതെ ഒന്ന് ചോദിച്ചു. അപ്പൊ കുട്ടനെ കളക്ടറേറ്റിൽ എന്താ കുട്ടിയെ ജോലി ചോദിച്ചു. അപ്പൊ ആ മകള് പറഞ്ഞത്, അദ്ദേഹത്തിന് കളക്ടറേറ്റിന്റെ പിമ്പിൽ ആളുടെ ചോട്ടിൽ ഷീട്ടുകളി അച്ഛാ പണി എന്നും പറഞ്ഞു. ഇങ്ങനെയുണ്ട്. ശരി തന്നെയാണ്, ആ പറമ്പിന് മുഴുവനും കളക്ടറേറ്റ് എന്നാ പറയേ. ഇപ്പൊ മകളുടെ കാര്യം കണ്ട് കൊടുത്തത് വലിയ കേമായ. 16 വയസ്സിൽ തുടങ്ങിയതാണ് ഷീട്ടുകളി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്ത്രീഷോ നർമ്മ വിവാഹേച്ച വൃത്യർത്ഥേ പ്രാണസങ്കടേ. അപ്പൊ അതുകൊണ്ട് വൃത്യർത്ഥ പ്രാണസങ്കടമൊക്കെയാണ് അപ്പൊ അങ്ങക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? നോണ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ അസത്യം പറയില്ല എന്നും പറഞ്ഞു. കുറെ നിർബന്ധിച്ചു. ഒടുക്കം പറഞ്ഞു, ഈ രാജാവിന് ഈ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഭാർഗവ ബ്രാഹ്മണ തേജസ് മുഴുവൻ ഗുരുനാഥൻ തൻ്റെ ശിഷ്യനായ ബലിക്ക് സമർപ്പിച്ചു കൊടുത്തതിന്റെ ബലാണ്. ആരുടെ ബലം?
ബലിയുടെ ബലം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ മരിച്ചു പോയ ആളാണ് ആര്? ബലിയും വിപന്നമാതായ എന്നാണ്. മരിച്ചു പോയ ബലിയെ കൊണ്ടുപോയി ജീവിപ്പിച്ചു എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ആ ബലി ഗുരുനാഥന്റെ മിടുക്കൊണ്ടന്ന് ജീവിച്ചിരുന്ന ഈ നിലയിലൊക്കെ എത്തിയതേ. അന്നൊക്കെ ഗുരുനാഥൻ പറഞ്ഞത് കേൾക്കാം. ഇന്നിപ്പോ ഒരു നിലയിലെത്തിയപ്പം പറഞ്ഞോളൂ ബാക്കി കേൾക്കാനൊരു മടി. ഗുരുനാഥനത് ഇഷ്ടായില്ല. ഗുരുനാഥൻ പറയും, ഇന്ന് അങ്ങക്ക് എൻ്റെ വാക്ക് അത്ര സുഖമായിട്ട് തോന്നണില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയെ ശപിക്കുകയാണ്. അങ്ങ് ഐശ്വര്യഭ്രഷ്ടനായിട്ട് പോട്ടെ എന്ന് ആരെ ശപിച്ചു? ബലി മഹാരാജാവിനെ ശപിച്ചു. രാജാവ് ആ ശാപം അങ്ങോട്ട് ഏറ്റുവാങ്ങി. എന്ത് ചെയ്യും? ഒന്നും പറയണ്ട. അപ്പോഴാണ് ഭഗവാന്റെ ആ തൃപ്പാദം മുമ്പിൽ നിൽക്കണണ്ടേ. രാജാവേ. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? കിണ്ടിയും വെള്ളവും കൊണ്ടുവന്ന് ദാനം കൊടുത്തു. ദാനം കൊടുക്കാൻ പുറപ്പെട്ടപ്പം ഭഗവാനെ കാലൊഴുകിച്ച് എന്ത് ദാനം അങ്ങടെ കയ്യിലേക്ക് അങ്ങനെ ഉണ്ടല്ലോ, ദാനം കൊടുക്കണം. ദാനം കൊടുക്കാനായിട്ട് ബലി മഹാരാജാവ് ഇങ്ങോട്ട് മുമ്പിലേക്ക് വന്ന് ദാനം കൊടുത്തു. ദാനം കൊടുത്ത് നോക്കിയപ്പം ഭഗവാൻ എന്താ ചെയ്തു വെച്ചാല്, ഭഗവാന്റെ സ്വരൂപല്ലേ. ഇവിടുന്ന് പോകുമ്പോൾ 5-6 വയസ്സുള്ള ഉണ്ണിയാണേ. അവിടെ ചെന്നപ്പോഴോ ഒന്നും പറയണ്ട. തദ്വാമനം രൂപമവർദ്ധദദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോദ്യൗർവിവരാ പയോധയ തിര്യനൃദേവാ ഋഷയോ യദാസത. അതുണ്ടായത് ഭഗവാന്റെ ആ വാമന സ്വരൂപം അങ്ങോട്ട് വർദ്ധിച്ചങ്ങോട്ട് വന്നു. ആകാശം മുട്ടണം, അതിന് മുമ്പിക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഒന്നും പറയണ്ട. ഇതുപോലൊരു വിശ്വരൂപനായ ഭഗവാനെ കായേ ബലിസ്തസ്യ മഹാവിഭൂതേഹേ. ആ ഭഗവാന്റെ ശരീരത്തിൽ ബലി മഹാരാജാവ് എല്ലാം കണ്ടു. 14 ലോകങ്ങള്, സൂര്യചന്ദ്രന്മാര്, നക്ഷത്രങ്ങള്, സമുദ്രങ്ങള്, പർവ്വതങ്ങള്, കാടുകള്, എല്ലാ പ്രതിഭാസങ്ങളും എവിടെയുണ്ട്? വിശ്വരൂപനായ ഭഗവാന്റെ സ്വരൂപത്തിൽ കാണണോ? ഭഗവാൻ ആ വാസുദേവനായ വാമനമൂർത്തി ഭഗവാൻ ത്രിവിക്രമൻ തൻ്റെ ആ വലതുകാലം ഇങ്ങോട്ട് പൊക്കിയെടുത്തു. ആ പാദം ഇങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് ചെന്ന സത്യലോകത്തോളം എത്തി. സത്യലോകത്ത് താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മദേവൻ തൻ്റെ കമണ്ടലു പറഞ്ഞ മനസ്സിലാവില്ലേ? കിണ്ടിയില്ലേ? ആ കമണ്ടലു ഒന്ന് തീർത്തെടുത്തിട്ട് ഭഗവാന്റെ പാദം നല്ലോണം അങ്ങോട്ട് അഭിഷേകം ചെയ്തു. ഭഗവാന്റെ ആ പാദാഭിഷേകം ചെയ്ത തീർത്ഥം ആകാശദേശത്ത് അങ്ങനെ ഒഴുകി പരന്ന് നടന്നു. ആ ഒഴുകി പരന്ന് നടന്ന തീർത്ഥാണ് ആകാശഗംഗ എന്ന പേരിൽ പ്രസിദ്ധായി. ഈ ആകാശഗംഗയാണ് പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് ഭഗീരഥൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭൂമിയിൽ ഗംഗാ നദിയായതേ. ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ശിരസിലേക്ക് ഏറ്റുവാങ്ങി ഭൂമിയിലെത്തിയില്ലേ? അത് അങ്ങനെ ഭഗവാൻ വിശ്വരൂപനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നും പറയേണ്ട. ജാംബവാൻ ഋക്ഷരാജസ്തു ഭേരീ ശബ്ദേർ മനോജവ വിജയം ദിക്ഷു സർവാസു മഹോത്സവമഘോഷയൽ. ഭഗവാൻ അവതരിച്ച സമയത്ത് ജാംബവാൻ, ഋക്ഷരാജാവായ ജാംബവാൻ എന്താ ചെയ്തു വെച്ചാൽ, ഭഗവാൻ അവതരിച്ച വർത്തമാനം തൻ്റെ അരയിൽ ഒരു പെരുമ്പറ കെട്ടിയിട്ട്, പെരുമ്പറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക? പഴയ പെരുമ്പറയില്ലേ? പെരുമ്പറ അരയിലങ്ങോട്ട് കെട്ടിയിട്ട് പെരുമ്പറ കൊട്ടിയിട്ട് എന്ത് ചെയ്തു? അങ്ങനെ അറിയിച്ചു ലോകം മുഴുവൻ. വിജയം ദിക്ഷു സർവാസു മഹോത്സവമഘോഷയൽ. ഭഗവാൻ അവതരിച്ച ഭഗവാന്റെ മഹാവിജയം ലോകം മുഴുവൻ കൊട്ടി അറിയിച്ചു എന്നാ പറയുക. ജാംബവാൻ വാമനാവതാര കാലത്തും ഉണ്ട് കേട്ടോ. കൃഷ്ണാവതാര കാലത്തും ആരുണ്ട്, ശ്രീരാമാവതാര കാലത്തും ഒക്കെ ആരുണ്ട്? ജാംബവാനുണ്ട്. ജാംബവാൻ കുറച്ച് പഴയ ആളാണ്. അതുകൊണ്ടാണ് ഈ ജാംബവാൻ പഴയ ആളായതുകൊണ്ടാണ് നമ്മൾ മറ്റേ കാർന്നോരെ സൈക്കിളുമേൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കാർന്നോരെ സൈക്കിള് ആരുടെ? അതെ ശ്രീരാമന്റെ കാലത്തല്ല. അച്ഛൻ എന്താർത്ഥം? നമ്മുടെ നാട്ടിലെ ചോദിക്കണവനും പറഞ്ഞവനും കേട്ടവനും അതിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല. എന്നാലും പറയണവനും കേൾക്കണവനും കേൾക്കും, പറയുകയൊക്കെ ചെയ്യും. ജാംബവാൻ കാരണവര് കുറച്ച് പഴയ ആളായതുകൊണ്ടാണ്. പണ്ട് ചാടാൻ പുറപ്പെട്ട സമയത്ത് ഹനുമാൻ ഒക്കെ കൂട്ടരൊക്കെ കൂടിയിരിക്കുമ്പം ആർക്കാ പങ്കെടു ചാടാൻ പറ്റുക ചോദിച്ചപ്പോൾ കാരണവര് പറഞ്ഞതാണ്, പണ്ടൊക്കെ ഞാൻ ചാടിയിരുന്നു, ഇപ്പൊ പെൻഷനായി 12 കൊല്ലമായി, ഇപ്പൊ പണ്ടത്തെ മാതിരി ചാട്ടം ഒന്നും നേരെ ആവില്ല, അതുകൊണ്ടാണ് ഇല്ല അച്ഛാ ഞാൻ തന്നെ മതിയാർന്നു ഉണ്ണിയെ. ആരോട് പറഞ്ഞു? അവിടെ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ പറഞ്ഞില്ലേ. എന്നിട്ട് നോക്കിയപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ചാടാൻ പറ്റിയവർക്ക്. ഇപ്പൊ ചാടാൻ വയ്യ, ചാടിക്കാൻ ഞാൻ മിടുക്കനാണെന്നും പറഞ്ഞു. ഇത് ഒറ്റയ്ക്ക് ചാടാനേ വയ്യായുള്ളൂ. ആരെങ്കിലും ചാടുക വെച്ചാലൊന്നും ഉന്തി കൊടുക്കാനൊക്കെ ആർക്ക് വയ്ക്കും? കാരണവർക്ക് വയ്ക്കും. അപ്പൊ ഹനുമാൻ ഉണ്ണിയുടെ അടുത്ത് ചെന്ന് നല്ലോണം ഒന്നും രൂപപ്പെടുത്തി. ഉണ്ണി പറഞ്ഞു ചാടിക്കോളാം, എന്നാൽ ഞാൻ ഉന്തിക്കോളാ പറഞ്ഞു. അങ്ങനെ ഉന്തിയത് നാവോണ്ടാണെന്ന് മാത്രം. അതുകൊണ്ട് നാവോണ്ട് ഉന്തി വെച്ച അർത്ഥം എന്താ? നല്ല നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഉശിരൊക്കെ ഉണ്ടാക്കി, ഉണർവ് ഉണ്ടാക്കി, ബോധ്യം വരുത്തി. അതാണ് ഈ ഉന്ത് എന്ന് പറഞ്ഞ കൈകൊണ്ട് തന്നെ ഉന്തണ്ട. നമ്മളിപ്പോൾ കൈകൊണ്ട് ഉന്തി കുഴിയിലേക്ക് ഇടുക പതിവ്. അങ്ങനെയല്ല. എന്താ? ഉണർത്തുക, ഉയർത്തുക, അങ്ങനെയുണ്ടല്ലോ.
അച്ഛാ ജാമ്പവാൻ കാരണവരാണ് ഈ ജാമ്പവാൻ കാരണവരെ എന്നിട്ട് പറഞ്ഞു, ഹേ അല്ലേ അതന്നെ ഉണ്ടായത്. അദ്ദേഹം പോയി എല്ലാ ദിക്കിലും അറിയിച്ചു. അപ്പോഴേക്ക് ഭഗവാൻ തൻ്റെ ആ വിശ്വരൂപനായ ഭഗവാൻ ഒരടിയുണ്ട് ഊർധ്വലോകങ്ങൾ അളന്നു, രണ്ടാമത്തെ അടിയുണ്ട് അധോലോകങ്ങളും അളന്നു, മൂന്നാമത്തെ അടിയുണ്ട് അളക്കാൻ ഒരു സ്ഥലം ഇനി പ്രപഞ്ചത്തിൽ എവിടെയില്ല എന്ന് വന്നപ്പം ആ മൂന്നാമത്തെ അടി എവിടുന്ന തരാവുക എന്നറിയാൻ ഭഗവാൻ ഇങ്ങനെ കാലം പിടിച്ച് നിൽക്കണേ. അപ്പോഴാണ് ചോദിച്ചു, മഹാരാജാവേ എവിടെ എവിടെ മൂന്നാമത്തെ അടി ചോദിച്ചു. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ രാജാവ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക, മൂന്നാമത്തെ അടി കൊടുക്കാൻ കയ്യിലില്ലേ. ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്ന സമയത്താണ് ഗരുഡൻ വരുണപാശം കൊണ്ട് ആരെ ബന്ധിച്ചു? ഈ രാജാവിനെ ബന്ധിച്ചു. തം ബദ്ധം വാരുണൈപാശൈർ ഭഗവാനാഹവാമന നഷ്ടശ്രിയം സ്ഥിരപ്രജ്ഞം ഉദാരയശസം നൃപ. അതാണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിവൃത്തികേട് കണ്ട അപ്പം ഈ ബന്ധിച്ചു. എങ്ങനെയാ കയറിട്ട് കെട്ടിയ? വരുണപാശം കൊണ്ടാണ് കെട്ടിയത്. വരുണപാശം കൊണ്ട് കെട്ടി ബന്ധിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചു, മഹാരാജാവേ അങ്ങ് 3 അടി തരാമെന്ന് പറഞ്ഞപ്പോൾ എത്രയേ തന്നുള്ളൂ? 2 അടിയേ തന്നുള്ളൂ. എവിടെ മൂന്നാമത്തെ അടി ചോദിച്ചു. അങ്ങ് അസത്യം പറഞ്ഞു എന്നോട്. എന്താ പറഞ്ഞത്? അസത്യം 3 അടി തരാമെന്ന് അസത്യം പറഞ്ഞില്ലേ? അത് സത്യവാക്കാക്കാൻ അങ്ങ് പറ്റിയില്ല, അങ്ങ് ചെയ്തില്ല, അങ്ങ് അസത്യവാക്കായി എന്ന് പറഞ്ഞു ഭഗവാനെ. ഇത് കേട്ടപ്പം ബലി മഹാരാജാവ് ഭഗവാനോട് തിരിച്ചു പറഞ്ഞു, ഇല്ല അങ്ങനെ ഞാൻ ചെയ്യില്ല. എന്ത്? യതി ഉത്തമ ശ്ലോക ഭവാൻ മമേരിതം വചോവ്യളീകം സുരവര്യമന്യതേ കരോമൃതം തന്ന ഭവേൽ പ്രലംഭനം പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് അസത്യമാക്കില്ലേ എന്തേ വേണ്ടു? അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് അസത്യമായി ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങയുടെ ആ മൂന്നാമത്തെ അടി അടിയൻ്റെ ശിരസ്സിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് ആര് തൊഴുതു? ബലി മഹാരാജാവ് തൊഴുതു. എനിക്ക് ഭയമില്ല. എന്തിനു ഭയമില്ല? ഒന്നും എൻ്റെ സമ്പത്ത് പോയി, രാജ്യം പോയി, എല്ലാം പോയി, ഒന്നുമില്ല തനിക്ക്. അതൊന്നും എന്നെ പേടിപ്പിക്കണില്ലേ. ബിഭേമിനാഹം നിരയാൽ പദച്യുതോ നപാശബന്ധാൽ വ്യസനാൽ ദുരത്യയാൽ നൈവാർത്ഥകൃച്ഛ്രാൽ ഭവതോ വിനിഗ്രഹാൽ അസാധുവാദാൽ ഭൃശം ഉദ്വിജേയഥാ. എനിക്ക് ഈ നഷ്ടങ്ങളൊന്നുമല്ല എൻ്റെ ഭയം. അസത്യം പറഞ്ഞു പോയാൽ അതൊരു ഭയമാണെന്ന് എനിക്ക് ആ ഭയമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങയുടെ കൈകൊണ്ട് ഇപ്പം എനിക്കുണ്ടായ ഒരു അപമാനം ഉണ്ടായി എന്ന് ഞാൻ കൂട്ടണില്ല, ഒരു നാണക്കേട് ഉണ്ടായി എന്ന് ഞാൻ കൂട്ടണില്ല. എന്താ കാരണം? പ്രത്യക്ഷത്തിലല്ലെങ്കിലും അങ്ങാണ് ഞങ്ങളൊക്കെ ഗുരു. ആര് നമസ്കരിച്ചു? ബലി മഹാരാജാവ്. ബലി മഹാരാജാവ് ഇങ്ങനെ നമസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് പ്രഹ്ലാദകുമാരൻ അവിടേക്ക് വന്നു. പ്രഹ്ലാദകുമാരൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അതായത് കശ്യപ പ്രജാപതിയുടെ പുത്രൻ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ, പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ, വിരോചനൻ്റെ പുത്രൻ ബലി, ബലിയുടെ പുത്രൻ ബാണൻ, ബാണന്റെ മകള് ഉഷ. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പാരമ്പര്യം. അപ്പൊ ഈ വിരോചനൻ ആരാണ്? അതായത് ബലിയുടെ അച്ഛൻ വിരോചനൻ പ്രഹ്ലാദന്റെ മകനാണ്. അപ്പൊ പ്രഹ്ലാദൻ ആരുടെ മുത്തശ്ശനാണ്? ബലിയുടെ മുത്തശ്ശനാണേ. മുത്തശ്ശൻ പ്രഹ്ലാദൻ ഇങ്ങോട്ട് വന്ന സമയത്ത് പ്രഹ്ലാദൻ നോക്കുമ്പോൾ ഇങ്ങനെ കയറിട്ട് കെട്ടിക്കിടക്കല്ലേ. ചോദിച്ചു, നന്നായി ഭഗവാനെ, അങ്ങ് ഏതായാലും എൻ്റെ ഉണ്ണിക്ക് ഈ ജാതി അഹമ്മതി ഉണ്ടാവണതായ സ്ഥാനങ്ങൾ കൊടുത്തു, ഇന്ദ്രപദവിയൊക്കെ കൊടുത്തു, തിരിച്ചു വാങ്ങിയല്ലോ, നന്നായി. ഇനി അഹങ്കാരം ഉണ്ടായി എൻ്റെ ഉണ്ണി നശിക്കില്ലല്ലോ, അതുകൊണ്ട് സന്തോഷമുണ്ട് എന്നും പറഞ്ഞിട്ട് തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖില ലോകസാക്ഷിണേ. ആര് തൊഴുതു? നല്ലോണം പ്രഹ്ലാദൻ തൊഴുതു നമസ്കരിച്ചു. അപ്പൊ പ്രഹ്ലാദകുമാരനെ മുത്തശ്ശനെ കണ്ടപ്പോൾ ഒന്ന് നമസ്കരിക്കണം എന്നൊക്കെ ആർക്കുണ്ടായി? ഈ രാജാവിന് ബലിക്ക്. പക്ഷെ കെട്ടിയിട്ടതുകൊണ്ട് നമസ്കരിക്കാൻ പറ്റിയില്ലേ. ബലി മഹാരാജാവ് ഇങ്ങനെ നിൽക്കുമ്പം വിന്ധ്യാവലി പറഞ്ഞാൽ മനസ്സിലാവുമോ? ബലി മഹാരാജാവിൻ്റെ ഭാര്യ വിന്ധ്യാവലി ഭഗവാനെ നമസ്കരിച്ചു. അപ്പോഴാണ് ബ്രഹ്മദേവൻ ഇങ്ങോട്ട് വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, സർവസ്വം ഭഗവാന്റെ പാദത്തിൽ സർവാത്മനാ സമർപ്പിച്ചവനായ ഈ ബലി മഹാരാജാവിന് ഇനി ഇങ്ങനെ ബന്ധനത്തിലിടാൻ വഹിക്കുകയോ, കെട്ടഴിച്ചു വിടണേ. ആര് പറഞ്ഞു? ബ്രഹ്മാവ് പറഞ്ഞു. ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞ് നമസ്കരിച്ചപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിനോടൊരു വാക്യം പറഞ്ഞു. ഹേ ബ്രഹ്മദേവ, ബ്രഹ്മൻ യമനുഗൃഹാമി തദ്വിശോ വിധുനോമ്യഹം യന്മദ പുരുഷസ്തബ്ധോ ലോകം മാം ച അവമന്യതേ. എന്താ അർത്ഥം? ഹേ ബ്രഹ്മദേവ, ഞാൻ ആരെയാണോ അനുഗ്രഹിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെടുന്നത് അവൻ്റെ എല്ലാ കെട്ടുപാടുകളും ആദ്യം ഇല്ലേണ്ടേക്കും. ബന്ധനം നമ്മുടെ ഇപ്പം കയ്യും കാലൊക്കെ ആജാതി തൂണുമിക്ക് കെട്ടിയിട്ടിട്ട് പിടിച്ചു വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കയ്യൊരിക്കലോ കാലൊരിക്കലൊക്കെ കെട്ടിയിട്ടു പിടിച്ചു വലിച്ചാൽ നമ്മുടെ കയ്യും കാലൊക്കെ മുറിഞ്ഞു പോവില്ലേ? അപ്പം എന്ത് ചെയ്യണം? പിടിച്ചു വലിക്കണമെന്ന് ആദ്യം എന്താ വേണ്ടത്? കെട്ടൊക്കെ അഴിച്ചു കളയണം. ഭഗവാൻ അങ്ങനെയാണ്. നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ജാതി കെട്ടാ കിടക്കണത്, എന്നിട്ടാ പിടിച്ചു വലിക്കണത് എവിടേക്ക്?
വൈകുണ്ഠത്തേക്ക് നമ്മൾ പോവുക, കയ്യും കാലൊക്കെ മുറിഞ്ഞ് നിലവിളിക്കുക, എനിക്ക് വേണ്ടേ ഞാൻ വെറുതെ നാമം ചൊല്ലി ഇപ്പൊ പറഞ്ഞതാണേന്ന്. എന്ത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നല്ല പറയുക. കെട്ടുപാടിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ എങ്ങനെ പറയും. ഈ ശബരിമലയ്ക്ക് പോകുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ഓരോന്നിങ്ങനെ നമ്മൾ ജപിക്കുമ്പം പറയുമല്ലോ, അങ്ങനെ ശരണം വിളിച്ച് നമസ്കരിക്കില്ലേ, അവല് മലരും സ്വാമിക്ക് കർപ്പൂരം ഒക്കെ സ്വാമിക്ക് അങ്ങനെ പറയില്ലേ. എന്നിട്ട് അങ്ങനെ പറഞ്ഞത് എന്തോ പറയും, സ്വാമിയെ കണ്ടാൽ അപ്പൊ മറ്റേ വിളിച്ച് മോക്ഷം കിട്ടിയാൽ ഇയാൾക്കൊന്നും ഉണ്ടായില്ല. അത് പറയുമ്പോ അത് നേരം പോക്കിന് പറഞ്ഞതല്ലേ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, ശരി തന്നെ, സംശയമൊന്നുമില്ല, കിട്ടുകയൊക്കെ തന്നെ ചെയ്യും. കിട്ടിയാൽ പിന്നെ എന്താ ചോദിച്ചപ്പോൾ നമുക്കൊന്നും ശരിയല്ലേ ഇത്. പിന്നെ പറയേണ്ടത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയൂ. അതായത് ആ ഒരു നിലയിൽ ആ പറയുന്നതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയോ അതിൻ്റെ ഒരു മഹിമയോ ഒന്നും അറിഞ്ഞും കൊണ്ടല്ല എന്ത് പറയണത്. നമ്മൾ ഈ പറയുന്ന സമ്പ്രദായം ആ വർത്തമാനങ്ങളൊന്നും പറയണത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ എന്താ ചോദിച്ചാൽ ഈ മഹാരാജാവ് ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ആരെയാണോ ഞാൻ അനുഗ്രഹിക്കണത് അവരുടെ കെട്ടുപാടുകൾ ഇല്ലാതെ കണ്ടാക്കി പരീക്ഷിച്ച് നിരീക്ഷിച്ച് നല്ലോണം അനുസരിത്തിയിട്ട് എന്നോട് ചേർക്കുള്ളൂ. പ്രത്യേകം ധരിച്ചോളൂ, ഭഗവാൻ ആരെയാണോ അനുഗ്രഹിക്കാൻ പോണത് ആ അനുഗ്രഹിക്കാൻ പോണവരെ നല്ലോണം പരീക്ഷിക്കും, നന്നായി പരീക്ഷിക്കും. പരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ഗംഭീര പരീക്ഷയാണ്. എന്നിട്ട് പരീക്ഷിച്ച് നിരീക്ഷിച്ച് നല്ലോണം മനസ്സിരുത്തിയിട്ട് എന്ത് ചെയ്യും, നല്ല ഉറപ്പുണ്ടോ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഇപ്പം നമ്മൾ ഈ ചുമരിൻ്റെ മുകളിൽ ആണി തറക്കില്ലേ, കലണ്ടർ തൂക്കാൻ ഇങ്ങനെ തറക്കേണ്ട ആണി തറയ്ക്കാൻ അറിയില്ലേ? എങ്ങനെയാണ് ആണി തറയ്ക്കണത്? ആണി കൊണ്ടുവന്ന് ഇടത്തെ കൈ കൊണ്ട് ആ കൂർത്ത ഭാഗം ചുമരും, പരന്ന ഭാഗം വെക്കണവരുണ്ടല്ലേ, അങ്ങനെ വെക്കരുത്. കൂർത്ത ഭാഗം ചുമരിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പരന്ന ഭാഗം നമ്മുടെ നേരെ തിരിച്ചിട്ട് ഒരു ചുറ്റിക കൊണ്ടുവന്ന് ആണിയുടെ മണ്ടയ്ക്ക് ഇട്ടിട്ട് 2 അടി 3 അടി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ ആണി ഒന്ന് പിടിച്ച് ഒന്ന് കുലുക്കി നോക്കും. ഇളകനുണ്ടെങ്കിൽ പിന്നെയും കൊടുക്കും മണ്ടയ്ക്ക് 2 എണ്ണം, പിന്നെയും കുലുക്കി നോക്കും. ഇളകനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇതൊക്കെ ആണി തറക്കാത്തവരാ തോന്നുന്നുണ്ട്. പിന്നെയും കൊടുക്കും മണ്ടയ്ക്ക് 2 എണ്ണം. എപ്പോഴാണോ ആണിയുടെ ഇളക്കം മാറുന്നത് അതുവരെ മണ്ടയ്ക്ക് അടിയാ. ഇതുപോലെ തന്നെയാണ് ഭഗവാൻ നമുക്ക് ഇളക്കം മാറുന്നത് വരെ ആര് അടിച്ചുകൊണ്ടിരിക്കും മണ്ടയ്ക്ക്? ഭഗവാൻ. നമുക്കാച്ചാൽ ജീവിതത്തിൽ ആകെ കൂടിയുള്ളൊരു സമ്പാദ്യം ഈ ഇളക്കാണ്. എന്ത് ഒരു ദിക്കിലും ഉറക്കില്ല. ഉറക്കിയോ? മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണോ ഇളക്കം? എന്തിന് നിസ്സാര കാര്യത്തിന് വരെ. ഇനിയിപ്പോൾ നാളെ കൂട്ടാൻ വെക്കുമ്പോൾ കുമ്പളങ്ങ വേണോ വെള്ളരിക്ക വേണോ? കുമ്പളങ്ങ വേണോ? കുമ്പളങ്ങയും വെള്ളരിക്കും കൂടി ഉള്ളതുകൊണ്ട് അതായത് ഒന്നേലും വെച്ച് ഒരു തർക്കവും ഇല്ല, ശരിയല്ലേ? അമ്പലത്തേക്ക് പോകുമ്പോൾ മഞ്ഞേമ്പിൽ പുള്ളി ഉള്ളത് വേണോ, പുള്ളിയമ്പിൽ മഞ്ഞുള്ളത് വേണോ? ഉടുക്കേണ്ടതേ അനവധി ഉണ്ടേ ആ സംശയം. എന്നിട്ട് നമ്മളിങ്ങനെ അടുക്കളയ്ക്ക് പോകുമ്പോൾ മഞ്ഞ ആയിക്കോട്ടെ, ആ പൂമുഖത്തേക്ക് വരുമ്പോൾ അല്ല പച്ച ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ 3/4 മണിക്കൂർ അർത്ഥം എന്തുടുത്താലും എന്ത് കൂട്ടാൻ വെച്ചാലും ഒക്കെ ഒരു കണക്കാണ് നമുക്ക് നിശ്ചയം. എന്നാലും ഈ ശങ്ക തീരില്ല. എന്ത് തീരില്ല? ഒരു ചാഞ്ചല്യം അങ്ങോട്ട് പോവില്ല. മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാ പറഞ്ഞത് നല്ലോണം ഉറപ്പ് ആരുണ്ടാക്കിക്കും? ഭഗവാൻ പരീക്ഷിക്കും കേട്ടോ. അതിന് എന്ത് ചെയ്യണം നമ്മൾ? പരീക്ഷ. ആർക്കാ പരീക്ഷ? ഭഗവാനെ ഭജിക്കണവർക്ക് പരീക്ഷ ഉണ്ടാവും എന്നും. ഭജിക്കണവർക്കേ പരീക്ഷയില്ല കേട്ടോ, ഭജിക്കാത്തവർക്ക് പരീക്ഷ ഉണ്ടാവില്ല. സ്കൂളിലേക്ക് പോണ കുട്ടിക്കല്ലേ പരീക്ഷയുള്ളൂ, അല്ലാത്ത കുട്ടിക്ക് പരീക്ഷ ഉണ്ടോ? 2 ഉണ്ണിയോളുണ്ടായിരുന്നു. ഒരാൾ സ്കൂളിലേക്ക് പോവുക, ഞാൻ പോകണ്ടെന്നാ ഉണ്ണി പോയിക്കോളൂ. മറ്റവൻ പറഞ്ഞു ഞാൻ പോകണില്ല. വേണ്ട പോകണ്ട, എല്ലാവരും പോയിട്ട് ഇപ്പം എന്താ, നീ പോണ്ടാന്ന്. അങ്ങനെ മറ്റവൻ പോണ്ടാന്നും വെച്ചു. ഒരുത്തൻ പോവുകയും ചെയ്യും. സ്കൂളിലേക്ക് പോകണ ഉണ്ണിക്ക് ഈ കാലം വരുമ്പം, പരീക്ഷയുടെ കാലം വരുമ്പം പരീക്ഷ വരും. അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ വായിച്ച് പഠിച്ച് മുഷിഞ്ഞ് പഠിക്കുകയെ. മറ്റവനാച്ചാൽ സ്കൂളിലേക്ക് പോകാത്തവനാണെങ്കിൽ ഒരു പഠിക്കാനൊന്നും ഒരു വിഷയവും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ആ കുഴിയിൽ തന്നെ വിഴണേ. ഏത് കുഴിയില്? എന്ത് രസാണ് എടാ, നീ ഇങ്ങനെ നോക്കു പടക്കി എന്തുവാ എന്ത് രസാ അത്. അവൻ രസിച്ച് നടന്നു. മറ്റവനാണെങ്കിലോ? പക്ഷേ ഈ പരീക്ഷ കഴിച്ചവൻ എന്തുണ്ടായി? പരീക്ഷ കഴിഞ്ഞപ്പോൾ ക്ലാസ് ഐറ്റം പരീക്ഷ കഴിഞ്ഞ് ക്ലാസ്, അങ്ങനെ ക്ലാസ് ഐറ്റം കിട്ടി. ഇപ്പം സ്കൂളിലേക്ക് പോയി ഉണ്ണി പഠിച്ച് IAS പാസ്സായി. കണ്ണൂർ ജില്ലാ കളക്ടറാ. കണ്ണൂർ ജില്ലയുടെ കളക്ടറായി. മറ്റവനും കണ്ണൂരാ. അപ്പം 2 കളക്ടർമാരുണ്ടാവില്ലേ? 2 കളക്ടർ ഉണ്ടോന്ന്? ഒരു കളക്ടർ തന്നെ ധാരാളാ. എന്താ മറ്റവൻ എവിടെയാ? കണ്ണൂര്. അപ്പം നല്ല അറിയാം എല്ലാവർക്കും ഇല്ലേ? ശരിയല്ലേ? ആ വലിയ മതിലുള്ള ദിക്കില് ആലോചിച്ച് നോക്കൂ. എന്താ കാരണം? ഇവൻ പഠിച്ച് മിടുക്കനായിട്ട് നല്ല ഉദ്യോഗം, നല്ല പ്രാപ്തി. ഇപ്പം എല്ലാവരും കളക്ടറാകേണ്ട സാറേ ഇവനെ തൊഴുകണേ. മറ്റവൻ ഇതുമല്ല തുടങ്ങിയത്. പിന്നെ മറ്റേ കളിയുമെന്നാ പിടിച്ചോണ്ടോ? ഏത് കളിയുമെന്നോ?
വലിയ വലിയ കളികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പിടിച്ചുകൊണ്ടായി ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചോദിച്ചാല്, നോക്കൂ, സ്കൂളിലേക്ക് പോണ ഉണ്ണിക്ക് പരീക്ഷയുണ്ട്, പരീക്ഷ കഴിഞ്ഞാൽ ക്ലാസ് 8 ഉണ്ട്, ഉയർച്ചയുണ്ട്, നന്മയുണ്ട്. സ്കൂളിലേക്ക് പോവാത്തവന് പരീക്ഷയില്ല, ക്ലാസ് 8 ഇല്ല, അവന്റെ ഗതി കീഴ്പ്പെട്ടാണ്. അതുകൊണ്ട് പരീക്ഷകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ നിരന്തരം പരീക്ഷ നമ്മൾ നിരീക്ഷിച്ചു. ഒരു 41 ദിവസം ഭഗവാനെ ഇങ്ങോട്ട് ഭജിക്കുക, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങോട്ട് ഭജിക്കുക നിരീക്ഷിച്ചു. നമ്മൾ ആദ്യത്തെ ദിവസം തൊഴാമെന്നോ കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം തൊഴാമെന്നോ കുഴപ്പമില്ല, മൂന്നാമത്തെ ദിവസം തൊഴാൻ വരുമ്പോൾ ആലിൻ്റെ അടുത്തെത്തിയപ്പോൾ വഴിക്ക് ഊര കുത്തി പടക്ക അങ്ങോട്ട് വീണു. രണ്ടാൾ കാണും ചെയ്തു. തൊഴാൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് എണീറ്റിട്ട് മുണ്ടിന്റെ പിന്നാക്കം നോക്കണതിന്റെ മുമ്പ് എത്ര പേരെ കണ്ടു എന്നാണ് നോക്കിയത്. ഊര ഉണ്ടോന്നൊക്കെ നമ്മൾ പിന്നെയാണ് നോക്കിയത്. ആരൊക്കെ കണ്ടതെന്ന് ആദ്യം നോക്കി. അപ്പോൾ 3-4 ആളെ കണ്ടു. അവരച്ചാലോ ഒന്ന് ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലോ പ്രമാണം, വീണാ ചിരിക്കാത്തവനും. ഇവിടെ ഇല്ല ജാതിയൊന്നും. ഉണ്ടാവും എല്ലാ ദിക്കിലും ഉണ്ടാവും. നമ്മളൊക്കെ ഒരേ നാട്ടുകാരല്ലേ. അതാണ് മരിച്ചാൽ കരയാത്തവരെന്ന് പറയില്ലേ. അപ്പൊ അതുകൊണ്ടൊന്ന് ചിരിച്ചു. അതിന് അപ്പൊ ഗോവിന്ദൻകുട്ടി അമ്പലത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇനി എന്നെ ഇങ്ങോട്ട് കണക്കാക്കണ്ട എന്ന് പറഞ്ഞു. ഗോവിന്ദൻകുട്ടി പോയി. ഭഗവാൻ ഞെട്ടിയിട്ട് ഇവൻ പോയാ ഇനി ഭഗവാൻ എന്ത് ചെയ്യും? ഞെട്ടില്ലേ? ആര്? ശരിയോ തെറ്റോ? ഇവൻ പോയി നോക്കൂ. അപ്പൊ ഭഗവാൻ ഇവിടുന്ന് പറയും ചെയ്തു, എൻട്രൻസ് ടെസ്റ്റ് ഫെയിൽഡ്. എന്ത് മനസ്സിലായില്ല? പ്രവേശന പരീക്ഷയിൽ തോറ്റു എന്ന്. പ്രവേശന പരീക്ഷയിൽ തോറ്റവന് പിന്നെ കോഴ്സിന് അഡ്മിഷൻ കിട്ടുമോ? കിട്ടില്ല. അതായത് ഭഗവാൻ നോക്കിയതാ അത് ഉറപ്പുള്ള ജാതിയാണോ എന്ന്. അതാ മഷിത്തണ്ട് പോലെ ഒരുറപ്പുമില്ല. ശരിയല്ലേ? അപ്പൊ ഊര കുത്തി വീണപ്പോ എന്ത് ചെയ്തു? സാരല്ല, ഭഗവാന്റെ മുമ്പിലായതുകൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ല. ഓ നാരായണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞപ്പം വീണ്ടും അമ്പലത്തേക്ക് വന്നാൽ ഭഗവാൻ പറയും, അതിന്റെ പേര് വെട്ടിക്കോളൂ, പരീക്ഷയ്ക്കൊന്നും പോകണ്ട, വല്ലാത്ത ജാതി, ഉറപ്പുള്ള ജാതി അത്. എന്ത്? ഭഗവാൻ നമ്മുടെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കി വിടേ. അപ്പൊ അതുകൊണ്ട് പരീക്ഷകൾ നിരന്തരം ഉണ്ടാവുമ്പോഴും എന്ത് ചെയ്യരുത്? പരിഭ്രമിച്ച് കളഞ്ഞു പോവരുത്. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടയും. എന്ത്? കയ്യെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ വിട്ടരുത്. പിടിക്കണം മുറുകെ. വിട്ടില്ലേ ഞാൻ. കുരങ്ങന്റെ കുട്ടി അമ്മയുടെ വയറ്റത്ത് പിടിക്കണുണ്ടല്ലേ, അങ്ങനെ പിടിക്കണം. അമ്മ കുരങ്ങന്റെ വയറ്റത്ത് ആ കുട്ടി കുരങ്ങൻ പിടിക്കുന്ന ഇവിടുന്ന് അമ്മ കുരങ്ങൻ ഇവിടുന്ന് അങ്ങോട്ട് ചാടണം. അപ്പുറത്തെ മരത്തമ്മയ്ക്കല്ല, അപ്പുറത്തെ പഞ്ചായത്തേക്കേ ചാടുക. ആര്? ഓ നമുക്ക് പേടിയാവൂ. ആർക്ക് പേടിയില്ല? കുട്ടിക്കുരങ്ങനൊരു പേടിയില്ല. പിടുത്ത അഞ്ചാതി പിടുത്താണേ. അങ്ങനെ ആരെയെ പിടിക്കണം? വിടില്ല എന്നുള്ള മട്ടിൽ പിടിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു പിടുത്തണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടോ? പൂച്ചയുടെ കുട്ടി കണ്ടിട്ടില്ലേ? പൂച്ചയുടെ കുട്ടി പൂച്ച പെറ്റ ഉണ്ടല്ലേ? ആ പൂച്ച പെറ്റു. നമ്മുടെ അമ്മുട്ടമ്മയുടെ അടുക്കളയിലാണ് പെറ്റത്. പെറ്റ് കഴിഞ്ഞപ്പോഴാണ് പൂച്ച നോക്കിയപ്പോൾ ചാണകം മെഴുകി അടുക്കള. ഈ 2025 കുട്ടികൾ പരിഷ്കാരമില്ലാണ്ടാ വളരില്ലേ? പൂച്ചയ്ക്ക് വലിയ വ്യസനായി. പൂച്ച പെറ്റ ഉടനെ എന്ത് ചെയ്തു? കുട്ടികളെ 4 കടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് തെക്കയിലെ അല്ലെ കല്യാണിയമ്മയുടെ അടുക്കളയ്ക്ക് കൊണ്ടുപോയി. അവിടെ പിന്നെ ടൈൽസും ഉണ്ട്, ഗ്യാസും ഉണ്ട്. പഠിക്കട്ടെ പരിഷ്കാരത്തില്. അവിടെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ ഇരുത്തിയിട്ടില്ല. അപ്പോഴേക്ക് തന്നെ കല്യാണിയമ്മയുടെ ഭർത്താവ് അപ്പുട്ടൻ നായർ ഇങ്ങനെ ആ വേലിത്തറിയൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ 6 കാലുമേലാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകുമ്പോൾ 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് അമ്മ ഇവിടുന്ന് ഒലക്കെടുത്തു, വേലിത്തറിയിട്ട് 2 കൂടി അങ്ങനെ ഇങ്ങനെ അടുക്കളയിലെത്തി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇവിടെ പരിഷ്കാരം നല്ലോണം ഉണ്ട്, സംസ്കാരം ലെവലേശം ഇല്ല എന്ന്. കുട്ടികളെ എടുത്ത് 4 കൂടി എടുത്ത് നേരെ തെക്കേലെ രാമൻ നായരുടെ മാളികയുമ്പേക്ക് 3-ാം നിലയുമ്പേക്ക് അങ്ങോട്ട് കയറി. ആ 3-ാം നില 500 കൊല്ലം പഴക്കമുള്ള വീടാണേ. പണ്ടെങ്ങാണ്ട് ആശാരി കയറി എന്നൊരു സങ്കല്പേ ഉള്ളൂ. അതിന് ശേഷം 2 കാലുള്ള മനുഷ്യന്മാരാരും കയറിയിട്ടില്ല. അവിടേക്ക് കുട്ടികളെ 4 കൊണ്ടുപോയി അവിടെ ഇരുത്തി പൂച്ച ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ എന്താ കഥ എന്നറിയോ? മൂർഖം പാമ്പ് കുട്ടികളെ ഇങ്ങനെ കൈകൊട്ടിക്കളി പഠിപ്പിക്കുക. യുവജനോത്സവമല്ലേ വരണത്. എന്താ കഥ? അവിടേക്ക് ഇരുത്താൻ പറ്റുമോ? പാമ്പ് കടിച്ച് മുഴങ്ങില്ലേ? കുഞ്ഞോളെ 4 കൂടി പെറുക്കിയെടുത്തിട്ട് പൂച്ച എന്ത് ചെയ്തു? അപ്പുറത്തെ കുട്ടികൃഷ്ണൻ നായരുടെ തൊഴുത്തിന്റെ അട്ടത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ കുഴപ്പമില്ല. തൊഴുത്തിന്റെ അട്ടത്തിരിക്കുമ്പോഴാണ് അവിടുന്ന് കൊറാവോ മറ്റേ കോക്കാൻ പൂച്ചയില്ലേ? എന്താ അവിടേക്ക് പറയണത്? ആ സാധനല്ലേ മറ്റേ കൊറ പറഞ്ഞത്? അതന്നെ. ആ ജാതി കടിച്ച് തിന്നില്ലേ? വീണ്ടും പൂച്ച കുട്ടികളെ 4 പെറുക്കിയെടുത്ത് എങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു? അമ്മുട്ടമ്മയുടെ ചാണകം മെഴുകി അടുക്കളയ്ക്ക് കൊണ്ടുവന്നു. പൂച്ച പെറ്റ ഇല്ലേ? എത്ര ദിക്കിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോയി കുട്ടികളെ ഇങ്ങനെ കൊണ്ടടക്കണുണ്ടല്ലേ? എന്നാ കുട്ടികളോ പറയും, അമ്മ എന്തിനാ ഈ പെറ്റ് വയ്യാണ്ടിരിക്കണ കാലത്ത് ലഗേജ് ആയിട്ട് ഇങ്ങനെ നടക്കണത്? ഒറ്റയ്ക്ക് നടക്കാച്ചാ തിരക്കടില്ല. ഈ തൂക്കി പിടിച്ച് വലിയ ലഗേജും തൂക്കി പിടിച്ച് നടക്കണത് എന്ന് ചോദിക്കില്ല. അമ്മ പൂച്ച കുട്ടികളെ ഇങ്ങനെ കടിച്ചെടുത്ത് കൊണ്ടുപോകാൻ പുറപ്പെടുമ്പം ഈ കുട്ടി പൂച്ചോളെ എന്താ ചെയ്യുക? അമ്മ ഇങ്ങോട്ട് കടിക്കുക. ഇവിടെ എങ്ങനെ കടിച്ചു കൊണ്ടുപോകുമ്പോ കുട്ടി പൂച്ചോള് കണ്ട കൈ കൂപ്പി തൊഴുത് നിൽക്കണത്? അത് നോക്കിയാലേ കാണണം. അതിൻ്റെ ഇടയ്ക്ക് അതിന് കല്ലെടുത്ത് എറിഞ്ഞാൽ കാണില്ല കേട്ടോ. പാവാണ്, ചെയ്യരുത്. കണ്ടിട്ടില്ലേ ആ കുഞ്ഞു പൂച്ച കുട്ടികളിങ്ങനെ
അമ്മയുടെ അടുത്ത് എന്തെങ്ങനെ കൈ കൂപ്പി തൊഴുതിട്ട് കുട്ടികൾ എന്താ പറയണെന്നറിയോ? അമ്മ ഇവിടെ ക്യാച്ചാ കൊണ്ടുപോയിക്കോളൂ, ഒരു വിരോധവും ഇല്ലേ, ഇതിലേറെ കേമായ ദിക്കിലേക്ക് കൊണ്ടുപോകണം നിരീക്ഷിച്ചിട്ടല്ലേ അമ്മ ഇതിലേറെ കേമായ ദിക്കിലേക്ക്, ഇതിലേറെ കേമായ ദിക്കിലേക്ക്. അതുകൊണ്ട് കുട്ടികളൊന്നും മിണ്ടില്ല, പൂച്ച ഇങ്ങനെ കൊണ്ട് നടക്കും. ആ ഭാവം ഉണ്ടാവണം. ഭഗവാനെ അങ്ങ് പിന്നെ ഇന്നെ ഇതിലേറെ കേമായ ദിക്കിലേക്കാണല്ലോ എന്നെ കൊണ്ടുപോവുക, ഇതിലേറെ ആ ഒരു ഭാവേന ഭഗവാനെ മുറുകെ പിടിക്കണം. ഇതാണ് ഭഗവാന്റെ പരീക്ഷ. നോക്കൂ ബ്രഹ്മദേവ, ഈ മഹാരാജാവിനെ ഞാൻ എന്തൊക്കെ തരത്തിൽ പരീക്ഷിച്ചു. അസത്യവാദിയാണ് അങ്ങെന്ന് പറഞ്ഞു, അങ്ങ് ധർമ്മം തെറ്റിച്ചു എന്ന് പറഞ്ഞു, അങ്ങ് അസത്യം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, എന്തൊക്കെ തരത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വത്തും സമ്പത്തും ഞാൻ പിടിച്ചു വാങ്ങി, മാത്രമല്ല ഗുരുവിനെ കൊണ്ട് ശപിപ്പിച്ചു. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തില്ല? തെറ്റിച്ചില്ല, സത്യം തെറ്റിച്ചില്ല. അതുകൊണ്ട് ഇന്ദ്രസേന രാജാവിനെ വിളിച്ചു. ഇന്ദ്രസേന മഹാരാജ യാഹി ഭോ ഭദ്രമസ്തുതേ സുതലം സ്വർഗീഭിഃ പ്രാർത്ഥ്യം ജ്ഞാതിഭിഃ പരിവാരിത. പറഞ്ഞു ഇന്ദ്രസേന. ഇന്ദ്രസേന എന്ന് പറഞ്ഞാൽ ബലി മഹാരാജാവിന്റെ പേരാണ്. ഹേ ഇന്ദ്രസേന, അങ്ങൊരു കാര്യം ചെയ്യൂ. ഇന്ദ്രസേന മഹാരാജ യാഹി ഭോ ഭദ്രമസ്തുതേ, അങ്ങക്ക് നന്മയുണ്ടാവട്ടെ, അങ്ങ് പൊയ്ക്കോളൂ. എവിടേക്ക് പോകണം? സുതലം സ്വർഗീഭിഃ പ്രാർത്ഥ്യം, സ്വർഗലോകവാസികൾ പോലും ചെന്നിരിക്കാൻ മോഹിക്കുന്നതായ സുതലം എന്നു പേരായ പുണ്യഭൂമിയിലേക്ക് പോയിക്കോളൂ. ഈ സ്വർഗലോകവാസികൾ പോലും ചെന്നിരിക്കാൻ മോഹിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ കേമാവുക മോശാവുക? സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ദിക്കിലേക്കല്ലേ സ്വർഗത്തിലുള്ളവർ പോവാൻ നിൽക്കുള്ളൂ. അതിനേക്കാളും മോശമായ ദിക്കിലേക്ക് പോവാൻ മോഹം ഉണ്ടാവില്ലല്ലോ. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഒറ്റയ്ക്കല്ല, എങ്ങനെ? ജ്ഞാതിഭിഃ പരിവാരിത, അങ്ങയുടെ ബന്ധുമിത്രാദികളോടും അങ്ങയുടെ സുഹൃത്തുക്കളോടും അങ്ങയുടെ ആളുകളോടും കൂടി അങ്ങ് പോയിക്കോളൂ. അവിടെ എന്തുണ്ടാവും? അവിടെ ചെന്നാൽ അങ്ങക്ക് വേണ്ടത് വേണ്ട മാതിരി ഞാൻ അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. എങ്ങനെ? അതല്ലേ പറഞ്ഞത്, രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. അവിടെ എന്താ പ്രത്യേകത? രക്ഷിഷ്യേ, അങ്ങേ ഞാൻ രക്ഷിക്കും. ഏത് വിധത്തില്? രക്ഷിഷ്യേ സർവതോഹം ത്വാം, സകല പ്രകാരത്തിലും അങ്ങേ ഞാൻ രക്ഷിക്കും. എന്ത് കാണാം? അങ്ങയുടെ ഗോപുരങ്കാവൽക്കാരനെ പോലെ ഈ വാമനമൂർത്തി അങ്ങയുടെ ഒരു ഭൃത്യനെ പോലെ അങ്ങയുടെ രക്ഷകനായിട്ട് അങ്ങയുടെ കൂടെ ഉണ്ടാവും. അങ്ങയുടെ ഈ കണ്ണുകൊണ്ട് സദാ എന്നെ കാണാവുന്നതാണ്. സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര. ആ പ്രയോഗം ശ്രദ്ധിച്ചോളൂ. സദാ എന്നർത്ഥം എപ്പോഴും. സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. അങ്ങക്ക് ആ ഗോപുരത്തില് അങ്ങയുടെ രക്ഷകനായിട്ട് അങ്ങയുടെ ഒരു ഭൃത്യനെ പോലെ അങ്ങക്ക് വശംവദനായ ഭഗവാനായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നത് അങ്ങക്ക് കാണാം. ഈ കണ്ണുകൊണ്ട് കാണാം. അങ്ങനെ ഒരു കഥ ആർക്കും കൊടുത്തിട്ടില്ല. ഇക്കണ്ണുകൊണ്ട് കണ്ണ പരിപാടി. മറ്റേ കണ്ണുണ്ടാ കണ്ടത്. ഏത് കണ്ണുണ്ട്? അകക്കണ്ണുണ്ട്. ഇത് പുറം കണ്ണുകൊണ്ട് കാണാൻ അങ്ങക്ക് എന്നെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പൊക്കോളൂ, പരിവാരങ്ങളോടുകൂടി പൊക്കോളൂ സന്തോഷമായിട്ട്. അങ്ങക്കൊരു മോഹം ഉണ്ടല്ലോ, ഇന്ദ്രന്റെ കസേരയിലിരിക്കണം എന്നൊരു മോഹല്ലേ? ആ മോഹം ഞാൻ സാക്ഷാത്കരിച്ച് തരുന്നുണ്ട്. ഇപ്പോഴല്ല, ഇപ്പോഴത്തെ ഇന്ദ്രന് 55 ആവട്ടെ. അയാൾക്ക് അവകാശമാണുള്ളത് 55. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ അടുത്ത മന്വന്തരം സാവർണി മന്വന്തരാണ്. ആ സാവർണി മന്വന്തരത്തില് അങ്ങായിരിക്കും ഇന്ദ്രൻ. ആരെ അനുഗ്രഹിച്ചു? രാജാവിനെ അനുഗ്രഹിച്ചു. രാജാവ് സന്തോഷമായി. അദ്ദേഹം പരിവാരത്തോട് കൂടിയിട്ട് എങ്ങോട്ട് പോയി? സുതലത്തിലേക്ക് പോയി. അപ്പൊ പ്രഹ്ലാദനോട് പറഞ്ഞു, ഉണ്ണിയെ പ്രഹ്ലാദ, എന്താ പൊക്കോളോ, ഈ ബലി മഹാരാജാവിന്റെ കൂടെ പൊക്കോളോ, അദ്ദേഹം സന്തോഷമായിക്കോട്ടെ. എന്താ ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷാണേ. അതൊക്കെ എങ്ങനെയാ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടായ വലിയ സന്തോഷമാണ്. ഇന്നത്തെ മാതിരി ഒന്നല്ല. ഇന്നത്തെ മാതിരി പറയണ്ടല്ലേ, എല്ലാവർക്കും അറിയാലോ. പണ്ട് അങ്ങനെയാണ്. മുത്തശ്ശൻ മുത്തശ്ശി, അച്ഛൻ അമ്മ ഉണ്ണിയോള്, അപ്പന്മാര് വല്യച്ഛന്മാരെല്ലാ ബന്ധുക്കളും ഒന്നിച്ചു കൂടി വട്ടം കൂടുമ്പോൾ വലിയ സന്തോഷമാണെന്നൊക്കെ. എങ്ങനെയാണ്? ഒന്നും അങ്ങടേക്കും പോയി ആ സന്തോഷം കുറയുകയും ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ പണ്ടൊക്കെ. എങ്ങനെയാണ്? വിസ്താരണ്ട കുടുംബമാണ്. ഇവിടെ എന്താ വെച്ചാൽ എല്ലാവരോടും കൂടി പോയിക്കോളും. ഒട്ടൊരല്ലല്ലോ ഒരു കാലത്തും അങ്ങേക്ക് തോന്നില്ല. സന്തോഷമായിട്ട് പറഞ്ഞേശു. ബലി മഹാരാജാവിനെ സുതലത്തിലേക്ക് പറഞ്ഞേശ ഭഗവാൻ ഇന്ദ്രാദി ദേവന്മാർക്ക് ദേവലോകം കൊടുത്തു, മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ ലോകം കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി. ഇന്ദ്രനും സമാധാനമായി. തൻ്റെ ലോകം തനിക്ക് കിട്ടിയല്ലോ. ബലിക്കും സന്തോഷമായി. തനിക്ക് വേണ്ടത് കേമായത് തനിക്കും കിട്ടി. മനുഷ്യന്മാർക്കും സമാധാനം, അവർക്ക് വേണ്ടത് അവർക്കും കിട്ടിയല്ലോ. അങ്ങനെ ഭഗവാൻ ധർമ്മ സംസ്ഥാപനം ചെയ്തു. ഇന്ദ്രാദി ദേവന്മാരെന്ത് ചെയ്തു? ഈ ഭഗവാൻ വന്നില്ലേ ഇപ്പോൾ വാമനമൂർത്തിയായിട്ട്? അതായത് ഇന്ദ്രൻ ജനിച്ചതിൻ്റെ ശേഷമാണ് കശ്യപ പ്രജാപതിക്കും അതിഥി മാതാവിനും പുത്രനായിട്ട് ആര് വന്നത്? പുത്രനായി ഭഗവാൻ അവതരിച്ചത്. അപ്പൊ ഇന്ദ്രന്റെ അനിയനാണ് വാസ്തവത്തിൽ ആര്? വാമനമൂർത്തി.
അങ്ങനെ ഇന്ദ്രാദി ദേവന്മാര് ഈ ഭഗവാൻ വാമനമൂർത്തിയെ ദേവലോകത്ത് കൊണ്ടുവന്നിട്ട് ഉപേന്ദ്ര പദവിയിൽ വാഴിച്ചു എന്ന് പറയും. ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ അനിയൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ, ഉപേന്ദ്രോ വാമന പ്രാംശോ അമോഘ ശുചിരോർജിത. എന്താ ഉപേന്ദ്രോ വാമന, ഉപേന്ദ്രൻ വാമനന ആണ് അതിന്റെ അർത്ഥം. ഉപേന്ദ്രൻ നമ്മൾ പറയുന്ന വാമനമൂർത്തി ഭഗവാനാണെന്ന്. അങ്ങനെ ഇന്ദ്രാദി ലോകത്ത് എല്ലാവരും സന്തോഷിച്ചു, സമാധാനം. ഇതാണ് പരീക്ഷിത്തെ വാമനാവതാരം കഥ എന്നും പറഞ്ഞു. സമാധാനായി, ശുഭ സമാധാനായി. നമുക്ക് സമാധാനായിയോ? ഇല്ല. ആ പ്രധാനപ്പെട്ടതൊക്കെ തിരുമേനി ആ തിരക്കിൻ്റെ ഇടയ്ക്ക് വിട്ടു. നമ്മൾ കാത്തിരുന്നതാ. എവിടെയാ ചവിട്ടിയത്, എന്ത് ജാതി ചവിട്ടിയത്, എന്താ ശരിയല്ലേ? ഇത് ചവിട്ടി താഴ്ത്തിയത് പറയാണ്ടിരുന്നതുകൊണ്ട് ഒരു വിഷമല്ലേ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ എത്ര കാലമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വലിയ വികാരമാണ് ആ ചവിട്ട്. ശരിയോ തെറ്റോ? അങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പം നമുക്ക് വാമനാവതാരം ചെന്ത ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാ കഥയും കേൾക്കുമ്പോൾ കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ, നല്ലോണം മനസ്സിരുത്തിയിട്ട്. വിവരക്കേട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേൾക്കണതാ. അപ്പൊ അത് തിരുത്താനാ പറയണതേ. നോക്കൂ, എന്താ ഈ വാമനാവതാരം കഥ? ബലി മഹാരാജാവ് ബലവാനായി വന്ന് ഇന്ദ്രാദി ലോകങ്ങളും സകല ലോകങ്ങളും തൻ്റെ കാൽ കീഴിലാക്കിയിട്ട് ഏകഛത്രാധിപതിയായിട്ട് വാണു. ഞാനാണ് ലോകത്തിന്റെ നാഥൻ എന്നും പറഞ്ഞിട്ട് ഇന്ദ്രാദി ദേവന്മാരെ കാട്ടിലോ മേട്ടിലോ കഴിച്ചു കൂട്ടി. ശരിയല്ലേ? ഇത് ഇപ്പൊ ലോകം ആരുടെ കീഴിലാണ്? ബലിയുടെ കീഴിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാമനമൂർത്തി ചെന്ന് യാചിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ ത്രിലോകാധിപതിയാണ്, ഒരു ഭൂഖണ്ഡം വരെ തരാൻ പ്രാപ്തിയുണ്ട്, അങ്ങ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത്. ശരിയല്ലേ? ഇത് അപ്പോൾ താനൊരു ത്രിലോകാധിപതി എന്നൊരു അഹന്തയാരുടെ കയ്യിലുണ്ട്, ബലിയുടെ കയ്യിലുണ്ട്. എന്തു വേണമെങ്കിലും തനിക്ക് പറ്റുന്നൊരു അഹമ്മതി ഉണ്ടല്ലോ. ആ അഹമ്മതിയോടെയാണ് അദ്ദേഹം 3 ലോകത്തിനെയും തൻ്റെ കീഴിലാക്കിയതേ. പറഞ്ഞു വന്നാലേ അതാത് ലോകത്തിന്റെ അവകാശികള് അതാത് ലോകക്കാരാ. മനുഷ്യലോകത്തിന്റെ അവകാശം മനുഷ്യർക്കാ, ദേവലോകത്തിന്റെ അവകാശം ദേവന്മാർക്കാ, അസുരലോകത്തിന്റെ അവകാശം അസുരന്മാർക്കാണ്. എല്ലാം കൂടി കൂട്ടി ഞാനാണെന്ന് പറഞ്ഞാൽ അതെന്താണ്? നല്ല സമ്പ്രദായമല്ല. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാർ ഭരിക്കണം, അമേരിക്കക്കാർ, ബ്രിട്ടൻകാരും പാകിസ്ഥാൻ അവർ ഭരിച്ചോട്ടെ, നമുക്ക് വിഷമില്ല. അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടത് പറഞ്ഞാൽ ചൂലും മുറം കൈക്കോട്ടും വികാസവും ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ചത്, ഓടിച്ചത്, പൊക്കളാൻ പറഞ്ഞത്, ഓടിച്ചു വിട്ടില്ലേ? എന്താ കാരണം? ഇവിടെ ഉണ്ടേ ആൾക്കാര് എന്തിന് അപ്പൊ അതാതിന്റെ ആളുള്ള അതാത് കൂട്ടരാണേ. അങ്ങനെ ചെയ്യുമ്പോഴേ എന്ത് ചെയ്യരുത്? ആക്രമിച്ച അധീനത്തിലാക്കി കീഴടക്കി ചവിട്ടി ഭരിക്കലല്ല നമ്മുടെ സമ്പ്രദായം. അതാത് സ്ഥാനത്തുള്ളവർ അതാത് സ്ഥാനം പരിപാലിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ ദേവന്മാർക്ക് വേണ്ടത് ദേവന്മാർക്ക് കൊടുത്തു, അസുരന്മാരുടേത് അസുരന്മാർക്കും കൊടുത്തു. ഇതിനാണ് ധർമ്മ സംസ്ഥാപനം എന്ന് പറയുക. എന്താ പേര്? ധർമ്മ സംസ്ഥാപന വെച്ചാൽ അർത്ഥം ഓരോന്നിരിക്കേണ്ടതിന് ഓരോ ഇരിക്കേണ്ട ദിക്കിലിരുത്ത്. എല്ലാറ്റിനും ഒന്നാക്കാൻ പറ്റില്ല. ഒരു ആഫീസിൽ ആഫീസറും ഉണ്ടാവും, ക്ലർക്കും ഉണ്ടാവും, പ്യൂണും ഉണ്ടാവും, സ്വീപ്പറും ഉണ്ടാവും. 4 പണി ഒന്നാ, 4 പണി 4. ഈ 4 4 ദിക്കിലിരുന്ന് 4 പേരുടെയും പണിയെടുത്താലേ ഓഫീസ് നന്നായി നടക്കുള്ളൂ. ശരി, ഒരു ദിവസം ആഫീസർ ലീവാ. കടലാസിന് നമ്മൾ ചെന്നാൽ എന്താ പറയുക? ക്ലർക്ക് പറയും, സാറ് ഇന്നില്ലേ, സാറിൻ്റെ ഒപ്പ് കിട്ടണമെങ്കിൽ നാളെ വരണം. കടലാസൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചേക്കണോ, ഒപ്പിട്ട് കിട്ടണമെങ്കിൽ ആര് വരണം? ആഫീസർ ലീവാണ്, അയാൾക്ക് മൂക്കൊന്നും ഒലിച്ചിട്ടേ വയ്യ, അതുകൊണ്ട് ലീവാണ്. അങ്ങനെ ആഫീസർ വന്നപ്പോൾ നമ്മൾ കടലാസിന് ചെന്നു. സാറേ മറ്റേ കടലാസൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ക്ലർക്കില്ല, അപ്പം അത് ടൈപ്പ് ചെയ്യാൻ ആളില്ല, നാളെ വന്നോളൂ, അയാൾക്ക് മൂക്കൊന്നും ഒലിക്കുക എന്ന് പറഞ്ഞു. ആർക്ക്? ക്ലർക്കിന് മൂക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് വലിയ ശല്യമാണ്. ആ ക്ലർക്കില്ലെങ്കിൽ ആഫീസിലൊരു കാര്യം നടക്കണില്ലേ. അപ്പൊ ക്ലർക്കും ഉണ്ട് ആഫീസറും ഉണ്ട്, രണ്ടാളുണ്ട്. അപ്പൊ നമ്മൾ കടലാസിന് എന്നവും പറഞ്ഞു, തൻ്റെ രേഖകൾ എവിടെയാ കിടക്കണേന്ന് അറിയില്ല, തരയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പ്യൂണ് രാമൻകുട്ടി ഇന്ന് ലീവാ, നാളെ വന്നോളൂ, മൂക്കുന്നൊലിക്കുന്നുണ്ട്. ആർക്ക്? പ്യൂണിന്. അപ്പൊ പ്യൂണില്ലെങ്കിലും നമ്മുടെ കടലാസ് കിട്ടില്ല. നമ്മൾ നമ്മൾ വേഗം കിട്ടിച്ചിടാ ചെന്നാൽ പ്യൂണില്ലാത്തതുകൊണ്ട് തരാൻ ആളില്ല, അപ്പൊ അതുകൊണ്ട് കഷ്ടത്തിലായി. അമ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ചെന്നു. അപ്പൊ പിറ്റേന്ന് ആ സ്വീപ്പർ അടിച്ചു വരണ ആളില്ല, അയാൾ വന്നിട്ടില്ല. അപ്പൊ ആഫീസർ എന്ത് ചെയ്തു? അടിച്ചു വരുന്ന ആൾ വരാൻ അദ്ദേഹത്തിന് പൊടി പറ്റില്ല, അതുകൊണ്ട് ആഫീസർ ഇയാൾ ലീവ് എടുത്തപ്പോൾ ആഫീസറും ലീവ് എടുത്തു. എന്താ കാരണം? അടിച്ചു വരില്ലേ, പൊടി കൂടും. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കൂടും? ശ്വാസം മുട്ട കൂടെ. അപ്പൊ പിന്നെ ആഫീസിൽ വന്നിരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വീപ്പർ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ സ്വീപ്പർ ഉണ്ടെങ്കിൽ ആരുണ്ടാവും? ആഫീസർ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കുമ്പോ ഇവര് 4 ആളിൽ ആരില്ലേ ആഫീസ് നേരെ. അപ്പൊ നമ്മൾ 4 ആളും കൂടി ഉള്ള ഒരു ദിവസം കല്യാണത്തിന് പോകുമ്പോലെ പോയപ്പോഴാണ് പിന്നെ എന്ത് നേരെയായത്. അപ്പൊ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശമ്പളമൊക്കെ 4 ആളും 4 തരത്തിലാവും വാങ്ങാനുണ്ടാവുക. ആര് 4 ആളും? ആഫീസറുടെ മാതിരി ആവില്ല, ക്ലർക്കിന്റെ മാതിരി ആവില്ല, പ്യൂണിന്റെ മാതിരി ആവില്ല, സ്വീപ്പർ, അതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വ്യത്യാസം അവിടെയൊക്കെ ഉണ്ടായാലും ഇവർ 4 ആളും കൂടി ചേർന്നാലേ ആഫീസ് ആവുള്ളൂ. ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇത് അതിൽ നമ്മൾ ഏറ്റക്കുറച്ചിൽ കാണേണ്ട കാര്യമില്ലേ. ശമ്പളം നോക്കിയിട്ട് ഏറ്റക്കുറച്ചിലൊന്നും
കണക്കാക്കണ്ട. സ്ഥാനം നോക്കുമ്പോൾ 4 ആളും വേണം. അപ്പം അതാത് കൂട്ടർ അതാത് സ്ഥാനത്തിരുന്ന് അവരവരുടെ പണി ചെയ്താലേ ആ പീസ് നേരെ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചതുകൊണ്ട് ഒന്നും നടക്കില്ല. ഇതുപോലെയാണ് എന്ത് ദേവന്മാരുടെ പണി ദേവന്മാരെ, അസുരന്മാരുടെ നാട് അസുരന്മാര്, മനുഷ്യന്മാരുടേത് മനുഷ്യന്മാരെ. ഓരോരുത്തർ അതാത് സ്ഥാനത്തിരുന്ന് നേരാവണ്ണം കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അവരവരെ സ്ഥാനത്തിരിക്കേണ്ട. ഇതിൻ്റെ പേരാണ് ധർമ്മ സംസ്ഥാപനം. അതേ ആര് ചെയ്തുള്ളൂ? ഭഗവാൻ ചെയ്തുള്ളൂ. എന്നിട്ട് ബലി മഹാരാജാവിനെ അനുഗ്രഹിച്ച ദേവേന്ദ്രന്റെ പദവിയും തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നല്ലോണം അനുഗ്രഹിച്ചിട്ടാണ് സുതലത്തിലേക്ക് പറഞ്ഞയച്ച്. ഇതാണ് വാസ്തവത്തിൽ എന്ത് ഈ ധർമ്മ സംസ്ഥാപന കഥയാണ് വാമനാവതാരം കഥ. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ കഥ ഇങ്ങനെയല്ല പറയുക. ചവിട്ടിയിട്ട് താഴ്ത്തി കൊണ്ടുപോയി എന്നൊക്കെ അല്ലേ കേട്ടിരിക്കണമെന്ന് മനസ്സിലായി. ലേശം ഒന്ന് കേട്ടോളൂ കഥ. നമ്മുടെ നാട്ടിൽ ഈ നല്ലത് പറഞ്ഞു കൊടുത്ത് അറിവില്ലാത്തത് വിവരാക്കി പറഞ്ഞു കൊടുക്കണതിനേക്കാളും നമുക്ക് സമയം വേണ്ടത് ഇപ്പം ഉള്ള വിവരക്കേട് നേരെയാക്കാനാണ്. എന്താ കേട്ട പുതിയ വീട് പണിയാൻ, ആ പറമ്പിൽ പണിയാൻ ഒരു വിഷമമില്ല. പഴയത് പൊളിച്ച് പണിയാച്ചാൽ എങ്ങനെയുണ്ടാവും? പണിതോരൊക്കെ ഉണ്ടാവും. മദ്യയില്ലേ? മദ്യവും. കാരണം എന്താ വെച്ചിട്ടോ, ഈ ചണ്ടിയും ചപ്പയും ചവറും എന്താ വേണ്ടോന്ന് ഇഷ്യൂല്ല. നന്നോ ആകെ കശപിശിയാണേ. പുതിയത് പണിയുമ്പോൾ ഉള്ളതിനനുസരിച്ച് പണിയാ, ഇല്ലാത്ത പിന്നെ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പണിയാ. അങ്ങനെയല്ലേ പതിവ്? മറ്റേതാകുമ്പോൾ ആ പഴയത് പതിയതൊക്കെ കൂടി കശപിശിയാവേ. ഇവിടെ എന്താ ചോദിച്ചാൽ നമ്മുടെ ഈ ഓണം വരുന്ന കാലത്താണ് ഈ ദുരിതം നമ്മൾ നല്ലോണം കണ്ടത്. പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ ചിങ്ങമാസത്തിലാണല്ലോ ഈ ഓണം വരിക. ഈ ഓണം വരുന്ന കാലം വരുമ്പോൾ പത്രത്തിൽ ഈ കടലാസിൽ ഇതിങ്ങനെ വരും ചെയ്യും. എന്ത് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, പേപ്പർ പത്രക്കടലാസില്ലേ? പത്രക്കടലാസിൽ എന്തുണ്ടാവും? രാവിലെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ ഒരു ഉണ്ണി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു വലിയ വയറുള്ള ഒരാൾ കൂനി കുത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അയാളുടെ തലയിൽ ഈ ഉണ്ണി ഇങ്ങനെ കാലും വെച്ച് നിൽക്കുന്നുണ്ടാവും. ആ ചിത്രം കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന് തിരുവോണം, വായനക്കാർക്ക് ഓണാശംസകൾ. നാളെ കടലാസ് ഉണ്ടാവില്ല. ഇത് 3 കൂടി വായിച്ചാൽ നമുക്ക് തീരുമാനമായി ഇന്നാണ് ഓണം. ശരിയല്ലേ? ഇത് അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടായിരുന്നു. ഇപ്പൊ ഒരു 10-20 കൊല്ലമായിട്ട്, അതെ ഒരു 20 കൊല്ലം എന്ന് പറയാം, ഒരു 10-20 കൊല്ലമായിട്ട് ഈ ചിത്രം പത്രങ്ങളിലൊന്നും കാണാറില്ല. പത്രക്കാരുടെ വക കാണാറില്ല, പരസ്യക്കാരുടെ വക ഉണ്ടാവും. എന്താണ്? പത്രക്കാരുടെ വക ആമുഖത്തിൽ മുമ്പിലെ പേജിലൊന്നും ഈ ജാതി തലയിൽ ചവിട്ടണ ചിത്രപ്പം കൊടുക്കാറില്ല. ഇപ്പൊ അങ്ങ് പൂങ്കൊലി ഇങ്ങനെ നിന്നിട്ട് ഇല്ലെങ്കിൽ പൂക്കളം ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ ഈ പൂക്കളത്തിനെ ചുറ്റും നിന്നിട്ടൊക്കെ ഉള്ള ഭംഗിയുള്ള ചിത്രങ്ങളാണ് ഇപ്പൊ ഓണാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എന്തേ കാരണം? അവരും കേൾക്കണുണ്ടാവും. ഇതൊക്കെ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കാനല്ലേ നമ്മളിത് പറയണത്. അല്ലെങ്കിൽ അടുക്കളയിൽ പോയി പറഞ്ഞാൽ പോരെ? ശരിയല്ലേ? കേൾക്കണം എല്ലാവരും. മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ അതിന് കാരണം. കുറെ കാലമായില്ലേ നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ പിന്നെ ഇതൊക്കെ ഈ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ട് നന്നായി, സന്തോഷം. ആര് പറഞ്ഞാലും വിരോധമില്ല, എല്ലാവരും പറയട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയൂ? വാസ്തവത്തിൽ എന്താ ഈ ഓണം എന്ന് പറഞ്ഞാല്? ചിങ്ങമാസത്തിലാണല്ലോ ഈ സംഗതി ഉണ്ടാവാറ്. എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ചിങ്ങമാസം വന്നാല് ഈ കൊയ്ത്ത് കഴിഞ്ഞ വയലൊക്കെ ഇങ്ങനെ ചളിയൊക്കെ ഇട്ട് അങ്ങനെ ആ കാളകൂട്ടൊക്കെ കഴിഞ്ഞ് കന്നുകൂട്ടി ചളിയൊക്കെ ഒതുക്കി മരത്തിൻ്റെ ചില്ലിയൊക്കെ വെട്ടിക്കൊണ്ടുപോയി ഈ വയലിൽ ഇങ്ങനെ താഴ്ത്തി ഒതുക്കി നേരെയാക്കി ചാണകമൊക്കെ കൊണ്ടുപോയി പരത്തിയിട്ട് ഞാറ് നടന്നൊരു കാലാണ്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണോ? ഒന്ന് എളുപ്പമായി. നമ്മൾ ഇവിടെ വ്യത്യാസം ഉണ്ടാകുന്ന നിശ്ചയില്ല. അങ്ങോട്ടോ കാലത്തിന് ചിങ്ങമാസത്തിന്റെ സമയത്താ, ഓണത്തിന്റെ സമയത്താണ് ഇതൊക്കെ പതിവ്. അന്നൊക്കെ ഈ പണിക്കാരൊക്കെ പാടത്ത് കൊണ്ടുപോയിട്ട് മരത്തിന്റെ ചില്ലിയും കമ്പൊക്കെ വെട്ടിക്കൊണ്ടുപോയി ഇതിൽ ചളിയിൽ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നത്. അന്ന് ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നതൊക്കെ കണ്ടൊരു ശീലം കുട്ടിക്കാലത്ത് നമുക്ക് ഇങ്ങനെ പോയി നിന്ന് നോക്കിയിട്ട് ശീലം ഉണ്ടല്ലോ. അത് വെച്ചിട്ട് ഈ ഇദ്ദേഹത്തെ ബലി മഹാരാജാവിന് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിരീക്ഷിച്ചിരുന്നത് വല്ല പാടത്തെ എവിടെയെങ്കിലും വെച്ചിട്ടാവും ചവിട്ടിയിട്ടുണ്ടാവുക. എന്നാലും ഇതിങ്ങനെ താഴുള്ളൂ. അല്ലാതെ മിറ്റത്തൊക്കെ ചവിട്ടിയാൽ, മിറ്റൊക്കെ നല്ല മിറ്റല്ലേ, അതൊക്കെ ചവിട്ടിയാൽ ചതയുക ചെയ്യുക, കീഴ്പ്പെട്ട് പോവുക പതിവില്ലേ. ചളിയിലാവുമ്പം ഈ മരത്തിന്റെ ചില്ലൊക്കെ പറ്റി ചവിട്ടി താഴ്ത്തണില്ലേ? അന്നൊക്കെ അങ്ങനെ. പിന്നെ കുറച്ച് പ്രായമായി ഇതൊക്കെ പഠിച്ചു വന്നപ്പോൾ ആ മനസ്സിലായത് പറഞ്ഞോനെയാണ് ഈ ചളിയിൽ ചവിട്ടി താഴ്ത്തേണ്ടത് എന്ന്. അർത്ഥം മനസ്സിലാവുണ്ടോ പറയുന്നത്? എന്താ വാസ്തവത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ? ഓണം നമ്മൾ കുറെ കാലമായിട്ട് കൊണ്ടാടണം. എന്താ ഈ ഓണം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോളൂ. ഭാഗവതത്തിലൊരു ശ്ലോകം ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ. അത് ഇത് നേരെ പോക്കും കഥയൊന്നുമല്ല. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭോ സർവേ നക്ഷത്രതാരാദ്യാ ചക്രുസ്തജ്ജന്മ ദക്ഷിണം. ഇതാണ് ഓണത്തിന്റെ പ്രമാണം. എന്നുവെച്ചാൽ അർത്ഥം? ശ്രോണായാം ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന പേരായ നക്ഷത്രത്തിൽ ആ സമയത്ത് വിശേഷപ്പെട്ട മുഹൂർത്തത്തില് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചു. ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ച ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രം. അഭിജിത്ത് എന്ന് പറഞ്ഞൊരു വിശേഷപ്പെട്ട മുഹൂർത്താണ്. ആ വിശേഷ മുഹൂർത്തത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ഓണം എന്താണ് വാസ്തവത്തിൽ? വാമനാവതാര ജയന്തി. നമ്മൾ കൃഷ്ണാഷ്ടമി ജയന്തി, കൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ പറയില്ലേ? ആ ശ്രീകൃഷ്ണ ജയന്തി പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസത്തെ ആടണേ പുണ്യ ദിവസം പോലെ
ഭഗവാൻ വാമനമൂർത്തി അവതരിച്ചതായ പുണ്യ ദിവസത്തെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണം എന്നും പറഞ്ഞിട്ട്. ഓണം എന്നാണ് നമ്മൾ മലയാളികൾ പറയുക, ശരിയല്ലേ? അത് വാസ്തവത്തിൽ ഓണം എന്നല്ല അതിൻ്റെ സംസ്കൃത പേര്, ശ്രോണ എന്നാണ്. എന്താ പേര്? ശ്രോണ. ശ്രോണായാം. എന്ത് ഈ ശ്രോണ? ഈ ശ്രോണയാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ഓണം ആയത്. സംസ്കൃത വാക്കുകൾ മലയാളത്തിലേക്ക് പറയുമ്പോൾ അങ്ങനെ ഒരു ശൃംഖല എന്ന് നമ്മൾ അധികം പറയാറില്ല. ചങ്ങല എന്നാ പറയുക. എന്താ പറയുക? ചങ്ങല എന്ന് പറയില്ലേ? ചങ്ങല ചന്ത അതിൻ്റെ സംസ്കൃതം ശൃംഖല എന്നാണ്. നായയെ കെട്ടണ ശൃംഖല കൊണ്ടുവരോ എന്ന് പറഞ്ഞാൽ നായനെ ഓടിപ്പോകും എവിടേക്കെങ്കിലും. നമ്മൾ ചങ്ങല എന്നല്ലേ പറയുക. അപ്പം സംസ്കൃത വാക്കിനെ അത് തേച്ച് മാച്ച് കളഞ്ഞ് മലയാളത്തേക്ക് കൊണ്ടുവരുമ്പം അതിന് തൽഭവം എന്ന് പറയും. തൽഭവം വെച്ചാൽ സംസ്കൃത വാക്കിനെ വേറൊരു വാക്കാക്കി തേച്ച് മാച്ചെടുത്തിട്ട് മലയാളമാക്കി. ഇത് പേരാണ് തൽഭവം. ഇല്ലേ? സംഘാടം നമ്മൾ പറയാറുണ്ടോ? ഇല്ല. ചങ്ങാടം ഉണ്ട്. ചങ്ങാടം മനസ്സിലാവില്ലേ? മരത്തിന്റെ കമ്പും മുളയുടെ കമ്പൊക്കെ കൂട്ടി കെട്ടി ഉണ്ടാക്കണ പുഴയിലൊക്കെ പോവാൻ ചങ്ങാടം, ഇതിന്റെ പേരാണത്. ശ്രാദ്ധം എന്ന് അധികം പറയാറില്ല, ചാത്താണ് പതിവ്. പിണ്ടം ധാരാളമല്ല, പിണ്ണം അങ്ങനെ പറയാറില്ലേ നമ്മുടെ? അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ മോശമാണെന്നല്ല പറഞ്ഞത്, മലയാളത്തിൽ അങ്ങനെ ഒരു ശൈലി ഉണ്ട്. അപ്പൊ അതുപോലെ ശ്രോണ പറഞ്ഞ് എന്തായി? ഓണം ആയി. പിന്നെ ഭഗവാൻ അവതരിച്ച ആ ഒരു പുണ്യ ദിവസം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചേർക്കും? ഒരു ശ്രീ ചേർക്കും. എന്ത് ചേർക്കും? ശ്രീ. ഭഗവാന്റേതിനൊക്കെ നമ്മളൊരു ശ്രീ ചേർക്കും. ഈ ശ്രീ എന്ന സംസ്കൃത വാക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പം തിരു എന്ന് മാറും. ശ്രീപാദം സംസ്കൃത വാക്കാണ്, മലയാളത്തിലേക്ക് ആക്കുമ്പം തിരുവടി. എന്താണ്? തിരുവടി. അടിച്ച പാദം. ശ്രീ എന്നുള്ളത് തിരു. ഇപ്പൊ ശ്രീപാദം തന്തിരുവടിയുടെ കാരുണ്യമുണ്ടെന്നാകിൽ എന്താ ചേർത്ത? ശുദ്ധ മലയാളാണ്. മനസ്സിലാവില്ലേ? അപ്പൊ ഈ ശ്രീ ശ്രോണയാണ് എന്തായത്? ശ്രോണ ഓണം, ശ്രീ തിരു. ഇപ്പൊ തിരു ഓണം, തിരുവോണം. ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ച ദിവസമാണ് തിരുവോണം. അതാണ് തിരുവോണം എന്നുള്ള പദം ഉണ്ടായത്. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അന്നത്തെ ദിവസം അപ്പൊ തിരുവോണം വെച്ചാൽ വാസ്തവത്തിൽ എന്താണ്? വാമനാവതാര ജയന്തി. വാമന. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് നിശ്ചയില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഉണ്ടച്ചാ പറഞ്ഞോളൂ, ഇല്ല ചാ മിണ്ടണ്ട. അങ്ങനെയല്ലോ. അതായത് ഈ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ നാട്ടിലെ മുറ്റത്തൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്? മുറ്റത്തൊക്കെ ചാണകം കൊണ്ട് മുറ്റത്തൊക്കെ വലിയ മുറ്റം ഉണ്ടാവുമല്ലോ. മുറ്റത്തൊക്കെ ചാണകം മെഴുകി ശുദ്ധം വരുത്തി നല്ലോണം വിസ്തരിച്ച് ചാണകം മെഴുകും. എന്നിട്ട് അതിൽ അരിമാവ്, അരി അരച്ചുണങ്ങല്ലരി അരച്ചിട്ട് ആ മാവ് അണിയും. അണിയ പറയില്ലേ? ഇവിടേക്ക് പറയില്ലേ അങ്ങനെയൊക്കെ? അണിയ, പറ വയ്ക്കാനൊക്കെ അണിയില്ലേ? അണിഞ്ഞ് നല്ലോണം ഇങ്ങനെ അരിമാവ് കൊണ്ട് അണിയും. അണിഞ്ഞിട്ട് അതിലേക്ക് പലക വെക്കാവണ പലക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണോണ്ടാണ് പതിവ്. മരം കൊണ്ട് അപൂർവമൊക്കെ കേട്ടിട്ടുണ്ട്. മണ്ണോണ്ട് ഇങ്ങനെ ഈ രൂപം ഉണ്ടാക്കിയിട്ട് വെച്ച് പൂജ കഴിക്കും. എന്നിട്ട് അതിന് തൃക്കാക്കര അപ്പൻ എന്നാ പറയുക. ഇവിടേക്ക് ഉണ്ടാ പതിവൊക്കെ? ഭാഗ്യം. പിന്നെ കുറച്ച് പറഞ്ഞാൽ മതി. ചില നാട്ടിൽ പോകുമ്പോഴേ അവർ ചിലപ്പോൾ ഇല്ലയെന്നല്ല, പരിചയമില്ലാത്ത മാതിരിയൊക്കെ പറയാറുണ്ട്. ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ തൃക്കാക്കര അപ്പൻ എന്നാ പറയുക. വൈക്കത്തപ്പൻ, ഗുരുവായൂരപ്പൻ, ഏറ്റുമാനൂരപ്പൻ, തൃച്ചംബരത്തപ്പൻ എന്നൊന്നും നമ്മൾ പറയാറില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ എന്നാ പറയും. എന്നിട്ട് തൃക്കാക്കരയപ്പൻ അപ്പം, മട, പായസം, പല ദിക്കിലും പല വ്യത്യാസമുണ്ട്. പഴന്നുറുക്കോ അല്ലെങ്കിൽ വേറെ ഓരോ വിശേഷാൽ അങ്ങനെയൊക്കെ വഴിപാടിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ നാട്ടിലേക്ക് കണ്ടിട്ടുണ്ട്. എന്തായാലും വഴിപാടൊക്കെ സമർപ്പിച്ച് പൂജയും കഴിച്ച് എല്ലാവരും നല്ലോണം നമസ്കരിക്കും അന്ന്, ശരിയല്ലേ? ഇത് എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ണും. നല്ലോണം ഉടുത്ത കോടിമുണ്ടൊക്കെ വസ്ത്രങ്ങളൊക്കെ ധരിക്കും. വലിയൊരു ആഘോഷമായിട്ടാണ് നമ്മൾ കൊണ്ടാടുക. ആരുടെ പിറന്നാള്? വാമനമൂർത്തി ഭഗവാന്റെ പിറന്നാൾ കൊണ്ടാടൽ മഹാഗേമായിട്ടാണ് കൊണ്ടാടുക. അന്ന് നമ്മളെല്ലാ ദിക്കിലും എല്ലാവരെയും വിളിച്ചിരുത്തി വേണ്ടതോ അന്യമാർക്കൊക്കെ കൂടി വസ്ത്രം കൊടുക്കും. നല്ലോണം ആഹാരമൊക്കെ വേണ്ട വലിയാത്തവർക്കൊക്കെ കൊടുക്കും, നാരാമണ്ണൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ഈ ഓണം കൊണ്ടാടുന്നത്. ഇപ്പം ഈ തൃക്കാക്കരയപ്പൻ എന്നാണ് അതിന് പറയണത്. തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയൂ? ഗുരുവായൂരപ്പൻ എന്നൊന്നും പറയാതെ അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയണതേ. അപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈക്കത്തപ്പൻ എന്ന് പറഞ്ഞാൽ വൈക്കത്തെ നമ്മുടെ ലോകപിതാവായ ഭഗവാൻ പരമേശ്വര ഭഗവാൻ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ലോകനാഥനായ ലോകത്തിന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടിരിക്കണ ഭഗവാൻ, ലോകസ്രഷ്ടാവായ ഭഗവാൻ. ആ അർത്ഥത്തിലെ ഈ അപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് ദേവരെ പറയുമ്പോൾ എന്ത് പറയും മലയാളികള്? ഗുരുവായൂരപ്പൻ, അയ്യപ്പ സുഖം, അയ്യപ്പൻ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അപ്പൻ ചാ അച്ഛൻ. അച്ഛൻ ചാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാത്മാവ്. ഭഗവതിയെ പറയുമ്പോൾ നമ്മൾ അമ്മ എന്നല്ലേ പറയുക? ഭഗവതിയുടെ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക? ലോകാംബിക, ജഗദംബിക, മൂകാംബിക എന്നൊക്കെ പറയൂ. അതൊന്നും പറയാം. നമ്മൾ അമ്മേന്നാ വിളിക്കുക. സഹസ്രനാമം ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ പേരൊക്കെ വിളിക്കുള്ളൂ. ഏത് പേര്? അച്ചടിച്ച പേരൊക്കെ വിളിക്കുള്ളൂ. അങ്ങനെയല്ലേ പതിവ്? അത് നമ്മുടെ ഒരു അടുപ്പാണേ. ഭഗവതിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവണ ഒരു സന്തോഷം നമുക്ക് വേറെ ഏത് പേര് വിളിച്ചാലും ഉണ്ടാവില്ല. അതുപോലെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന അങ്ങനെ ആ വിളിക്കുന്ന ഒരു സന്തോഷമുള്ള പേരാണ്. ഒരു വലിയ
അടുപ്പുള്ള പേരാണ്, സ്നേഹമുള്ള പേരാണ്. അതാ അതുപോലെ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ വാമന ക്ഷേത്രങ്ങൾ കേരളത്തിൽ പല ദിക്കിലും ഉണ്ടെങ്കിലും ധാരാളം ക്ഷേത്രങ്ങൾ വാമന ക്ഷേത്രം ഇല്ല. അപൂർവം കുറേശ്ശൊക്കെ ഉണ്ട്, ഇല്ല എന്നില്ല. അങ്ങനെ ഇരിക്കുന്ന വാമന ക്ഷേത്രങ്ങൾ കുറേ എണ്ണം അതിൽ പ്രധാനപ്പെട്ട ഒരു വാമന പ്രതിഷ്ഠ ഇരിക്കുന്നത് എവിടെയാണെന്നറിയൂ? നമ്മുടെ തൃക്കാക്കര എന്ന് പറയുന്നത്. തൃക്കാക്കര അറിയില്ലേ? എറണാകുളം തന്നെ. ഇവിടെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര അടുത്ത ആ തൃക്കാക്കരയിൽ ഇരിക്കുന്ന വാമനമൂർത്തി ഭഗവാന്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് വാമനമൂർത്തിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ വാമനമൂർത്തി ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന് ഇരുത്തി പൂജ കഴിച്ച് സന്തോഷിപ്പിച്ച് പ്രസാദിപ്പിച്ച് അനുഗ്രഹം വാങ്ങണതിൻ്റെ പേരാണ് എന്ത്? ഈ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യണതേ. അന്ന് നമ്മൾ ഈ ഭഗവാനെ പൂജ കഴിച്ച് നമസ്കരിക്കത്ര. അത് തൃക്കാക്കര എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാ ആ വാക്കുണ്ടായത്? തൃക്കാൽ കര എന്നാണ്. എന്താ തൃക്കാല്? ഭഗവാന്റെ ആ തൃപ്പാദം വെച്ച കര, അതാണ് എന്താ തൃക്കാൽ കര. മനസ്സിലായില്ലേ? തൃക്കാല് ഭഗവാന്റെ പാദം കൊണ്ടാണല്ലോ അളന്നത്. ആ പാദം വെച്ച കരയുള്ളതുകൊണ്ടാണ്, പാദത്തിന് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് എന്ത് പേരുണ്ടായത്? തൃക്കാൽക്കര. ഈ തൃക്കാക്കര അടുത്തൊരു സ്ഥലം കൂടി ഉണ്ട്, കാക്കനാട്. അറിയോ എങ്ങനെയാ പേരുണ്ടായത്? പണ്ട് നമ്മളൊരു അവിടെ തൃക്കാക്കര അമ്പലത്തിൽ വായിക്കാൻ പോയപ്പോഴേ അവിടെ ഒരു കാർന്നവരോട് ചോദിച്ചു. കാർന്നവര് പ്രായമുള്ള 70 വയസ്സൊക്കെ ഉണ്ടാവും. കാർന്നവർ എങ്ങനെയാണ് അവിടെ ഈ കാക്കനാട് എന്ന് പേരുണ്ടായി ചോദിച്ചു. കാർന്നവര് പറഞ്ഞു അത് കാക്കമാരുടെ നാടാ തിരുമേനി എന്നും പറഞ്ഞു. അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്. എന്താ അല്ലെങ്കിൽ അന്യ നാട്ടിൽ നിന്ന് നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാനേ. കാക്കനാട് എന്ന് പേരുണ്ടായത് കാക്കമാരുടെ നാടൊന്നുമല്ലത്. അതെ, കാൽക്കരൈ നാടെന്നാണ് അതിന്റെ പേര്. പഴയ തമിഴില് കാൽക്കരൈ നാട് എന്നുവെച്ചാൽ എന്താ അർത്ഥം? കാൽക്കരൈ നാട്. തമിഴിലാവുമ്പോൾ ഐകാരം വരും. കാല് വെച്ച കരയുള്ള നാട് എന്നർത്ഥം. ഭഗവാന്റെ തൃപ്പാദം വെച്ച കരാച്ച സ്ഥാനം, ഭഗവാന്റെ പാദം വെച്ച സ്ഥാനമുള്ള നാട്. ഈ കാക്കനാട് തൃക്കാക്കരയ്ക്ക് ഒരു പരിധിയിൽ വരുന്ന സ്ഥലമാണ്. ഒരേ പരിധിയിലാണ്. നമ്മളിപ്പോൾ ഇന്ന് കാക്കനാട് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് തൃക്കാക്കര ബോധ്യത്തിൽ വരാണ്ട പോയതാണ്. അപ്പോൾ ഭഗവാന്റെ കാല് വെച്ച കരയുള്ള നാടായതുകൊണ്ടാണ് കാൽക്കരൈ നാട്, കാൽക്കര നാട്. മലയാളമാകുമ്പോൾ കാൽക്കര കാക്കനാടാവുന്നത് രേഖ പറയാൻ പാടാ. അങ്ങനെ മാറി വന്ന ഒരു സ്ഥലത്തിൻ്റെ പേരിൻ്റെ ചരിത്രം അന്വേഷിച്ചാൽ നമ്മൾ കുറേ വിവരത്തിൽ ചെന്ന് ചാടും. ആ ബോധ്യം ഇല്ലെങ്കിൽ നമുക്കൊരു വിവരം കിട്ടില്ല ആ സ്ഥലത്തെക്കുറിച്ച്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഈ സ്ഥലത്തിന്റെ പേരിനെ കുറിച്ചൊരു വിവരം കിട്ടിയ ഇവിടുത്തെ അമ്പലത്തിന്റെയും ഇവിടുത്തെ ഐതിഹ്യത്തിന്റെയും ഇവിടുത്തെ ചരിത്രത്തിന്റെയും ഇവിടുത്തെ ആ പഴയ പെരുമയുടെയൊക്കെ ഒരു മഹിമ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ വന്നിങ്ങനെ പോവുകയുണ്ടാവുള്ളൂ. അതാണ് ആ സ്ഥാനത്തിന്റെ ഒരു. അപ്പൊ ഇതാണ്. അപ്പൊ ഈ വാമനമൂർത്തി ഭഗവാനെ പൂജ കഴിക്കുന്ന ദിവസമാണ് എന്ത് വാസ്തവത്തിലെ ഈ ഓണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യണതും. തൃക്കാക്കരയപ്പനല്ലേ പൂജ കഴിക്കണത്, ശരിയല്ലേ? ഇത് ആ സമയത്ത് നമ്മൾ ആരെ ബഹുമാനിക്കും? ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിക്കാൻ കാരണക്കാരനായത് ബലി മഹാരാജാവ് ആയതുകൊണ്ട് വാമനമൂർത്തി ഭഗവാനെ പൂജ കഴിച്ച് നമസ്കരിക്കുമ്പം അതിൻ്റെ കൂടെ ബലി മഹാരാജാവിനെയും കൂടി നമ്മളൊന്ന് സ്മരിച്ച് നമസ്കരിക്കും. എന്താ കാരണം? നരസിംഹമൂർത്തിയെ പൂജ കഴിച്ച് നമസ്കരിക്കുമ്പം പ്രഹ്ലാദകുമാരനെ സ്മരിക്കാതെ നമുക്ക് നമസ്കരിച്ചാൽ നീട്ടാ പൊന്തില്ല. എന്താ കാരണം? അതങ്ങനെയാണല്ലോ. പ്രഹ്ലാദകുമാരനാണല്ലോ വിളിച്ചു വരുത്തിയത്. ആരെ? നരസിംഹ ഭഗവാനെ. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ വരാൻ കാരണം ആരാണ്? ബലി മഹാരാജാവല്ലേ. അതുകൊണ്ട് ഉപാസ്യോപാസക ഭാവം എന്നാ പറയുക. എന്താ പറയുക? ഉപാസ്യൻ ഉപാസകൻ. ഉപാസകൻ ബലി മഹാരാജാവ്, ഉപാസ്യൻ വാമനമൂർത്തി. മറ്റേ ദിക്കിലാണെങ്കിലോ ഉപാസ്യൻ ഈ നമ്മുടെ നരസിംഹമൂർത്തി, ഉപാസകൻ പ്രഹ്ലാദകുമാരൻ. ഈ ഭാവത്തിൽ ഇതാണ് വാസ്തവത്തിൽ ഓണം. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അറിയാതെ എന്തൊക്കെ ജാതി വിവരക്കേടാ പറയണത്. പണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ തലയിലെ ചവിട്ടി താഴ്ത്തി എന്നൊരു പ്രയോഗം ഭാഗവതത്തിൽ ഇല്ല. വേറെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും ഈ ഭാഗങ്ങൾ പറയുന്ന ദിക്കിലൊന്നും തലയിൽ ചവിട്ടിയതോ താഴ്ത്തിയതോ ഒരു ഗ്രന്ഥത്തിലും ഇല്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും എന്ത് പറഞ്ഞിട്ടില്ല? തലയിൽ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വാതോരാതെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഇത് പാതാളത്തിലേക്കാണോ ബലി മഹാരാജാവിനെ പറഞ്ഞയച്ചത്? എവിടേക്കാ പറഞ്ഞയച്ചത്? സുതലത്തിലേക്ക്. സുതലം എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിന്റെ വിശേഷം എന്താ? സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലം എന്നാണ്. പിന്നെ അദ്ദേഹത്തെ പാതാളത്തേക്ക് ചവിട്ടി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒരു 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 ധിക്കാരല്ലേ? ഒരു വിവരക്കേടല്ലേ ആ പറയുന്നത്? ശരിയല്ലേ? ഇത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കായോണ്ടും അറിവില്ലായോണ്ടും വിവരമില്ലായോണ്ടും കണ്ടാ വല്ലവനും വല്ല തോന്നിയാസും പറഞ്ഞാൽ തൊണ്ട തട്ടാതെ മുഴുങ്ങി നടക്കുക നമ്മൾ. എന്താ കാരണം എന്നറിയും? നമുക്ക് വിവരമില്ല എന്നാണ് ഇതിനർത്ഥം.
ഈ പണ്ടൊരിക്കലും നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഓണത്തിൻ്റെ കാലമായി ആഫീസുകളിലും സ്കൂളിലും കോളേജിലും പല ദിക്കിലും ഓണാഘോഷം പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഓണാഘോഷം ഉണ്ടാകുമ്പോൾ അന്നൊരു റോഡിൻ്റെ പക്കത്തിന് ഏതൊരു ആഫീസ് എന്താണെന്ന് അറിയില്ല, ഒരു ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ പക്കത്ത് ആ പരിപാടി നടക്കുന്നത്. മന്ത്രി ആരോ വന്നിട്ട് പ്രസംഗിക്കണം. ഈ മന്ത്രിമാർ റോഡിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്കൊന്നും റോഡിൽ കൂടി പോകാൻ പറ്റില്ല, ആ വണ്ടി ബ്ലോക്ക് ആവില്ലേ, റോഡിൻ്റെ പക്കത്ത് പറ്റുള്ള അങ്ങോട്ട് വട്ടം കൂടിയിട്ട്. അങ്ങനെ അവിടെ ഈ പ്രസംഗിക്കുന്ന സ്റ്റേജിൻ്റെ മുകളിൽ ഇദ്ദേഹം പ്രസംഗിക്കുക. അപ്പോൾ അത് കാരണം വണ്ടി തടസ്സപ്പെട്ടതുകൊണ്ട് ബസ്സിലിരിക്കണം, നമ്മൾ അവിടെ തടസ്സപ്പെട്ടപ്പോൾ ഏതാണ്ട് സ്റ്റേജിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബസ് വന്ന് നിന്നത്. അപ്പം നമ്മൾ തഞ്ചത്തിലൊന്ന് ഈ ഉദ്ഘാടനം കാണുക എന്ന് ഇരിച്ചു. ഇതാ കാരണം എന്തായാലും പോയി നമ്മളിതൊന്നും ജന്മത്തിൽ കാണില്ല, അവിടെ പോയിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. ചത്താലും അതിനൊന്നും പോകാനുള്ള മനസ്സൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ ആ ബസ്സിലിങ്ങനെ ഇരിക്കുമ്പം ഇവിടെ പ്രസംഗിക്കണ മന്ത്രിയുടെ പേരൊന്നും പറയില്ല, ആരായാലും നമുക്ക് സമാണ്. അവിടെ നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വർത്തമാനം പറയാം. അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല, എന്നാലും പറയാം. ആളെ പറയില്ല കേട്ടോ, സംഗതി മാത്രമേ പറയുള്ളൂ. വ്യക്തിപരമായിട്ട് ആരെയും പുകഴ്ത്താനും ആക്ഷേപിക്കാനും നമ്മൾ തയ്യാറല്ല. പക്ഷേ ആ പറയുന്ന വിവരക്കേടിനെ നമ്മളെടുത്ത് എന്ത് ചെയ്യും? ഉറക്കെ പറയും. എന്താ കാരണം? അത് ഇനി ഒരാൾക്ക് ആളുകൾ മാറി മാറി വരും, വിവരക്കേട് അവിടെ നിൽക്കും. ആളുകൾ മാറി മാറി പല സ്ഥാനങ്ങളിലും ആൾ മാറി വരില്ലേ? ഓരോ സ്ഥാനങ്ങളിൽ ഇപ്പം ഇന്നുണ്ടായ ആളാവില്ല, നാളെ വേറെ ആളാവുക. അതുകൊണ്ട് ആളുകളെയും നമ്മൾ കുറ്റം പറയില്ല. അവരൊക്കെ ചിലപ്പോൾ പാവങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പല പോരായിട്ടും. ഇവിടെ എന്താ ചോദിച്ചാൽ ആ മന്ത്രി പ്രസംഗിച്ചതാണ്, ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. അദ്ദേഹം പറയണേ, നോക്കൂ, അധർമ്മം ധർമ്മത്തെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി ആ ധർമ്മം പുനരുത്ഥാനം ചെയ്യുന്ന സുദിനമാണല്ലോ ഇന്ന്. ഇത് കേൾക്കാൻ വായും പൊളിച്ച് കുറേ എണ്ണം കാക്ക കാഷ്ടിക്കുന്നത് പോലെ അറിയില്ല. അതിലേക്ക് തുറന്നു പിടിച്ചെനിക്ക് എന്താ പറഞ്ഞത്? അധർമ്മം ധർമ്മത്തെ ചവിട്ടി പാതാളത്തിലേക്ക്. ആരാ ധർമ്മം? പറഞ്ഞോളൂ, നേരം പോണോ. അധർമ്മം വാമനമൂർത്തി ഭഗവാൻ, ധർമ്മം എന്ന് പറഞ്ഞാലോ ബലി മഹാരാജാവ്. എന്നിട്ട് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ട് അദ്ദേഹത്തിനൊരു ദിവസം വന്നോളാനായിട്ടൊരു പാസ് കൊടുത്തു. അതാണ് അത്ര എന്ത്. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ വല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വാസ്തവത്തിൽ അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വല്ല കഥയും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ വല്ല സംഗതി ഉണ്ടോ? ഇല്ല. പിന്നെ ഇത് എവിടുന്ന് കിട്ടി? ഇപ്പോഴും നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ ഈ ജാതി വിവരക്കേട് എഴുതി വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കൊടയും ബാഗും സഞ്ചിയും പണം മൊബൈൽ ഫോണും അതും ഇതും ഒക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച് വലിയ മിടുക്കന്മാരായിട്ട് വരും എന്ന് പറഞ്ഞയച്ച് പഠിപ്പിച്ച് വിടുമ്പം, സജ്ജനങ്ങളെ, ഇതൊക്കെ ചിലവാക്കണ ആൾക്കാർക്ക് കുട്ടി എന്താ തോന്നിയാസാണോ പഠിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ കുട്ടികൾ പൂമുഖത്തിരുന്ന് വായിക്കുക, അങ്ങനെ ബലി മഹാരാജാവിനെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ഉറക്കെ വായിക്കടാ. ഈ ഉറക്കെ വായിച്ച് പഠിപ്പിക്കുന്നത് എന്താണ്? ഈശ്വരനിന്ദ, ധർമ്മനിന്ദ, സംസ്കാരനിന്ദ, സമ്പ്രദായ നിന്ദ. മലർന്ന് കിടന്ന് തുപ്പാണെന്ന് തുപ്പണോനും അറിയില്ല, അത് മുഖത്താണ് വീണതെന്ന് ഈ കിടക്കണോനും അറിയില്ല. അതൊരു എൻജോയ്മെൻ്റ് ആണ് ആ സാധനം മുഖത്ത് വീഴുന്നത്. ഇങ്ങനെയാക്കല് എനിക്ക് എങ്ങനെയാ നന്നാക്കുക അല്ലേ? ആലോചിച്ച് നോക്കൂ. ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തവരെ നമ്മൾ ഏത് തൊഴുത്തിലാണ് കൊണ്ടുപോയി കെട്ടുക അല്ലേ? ശരിയല്ലേ? ഇത് പണമില്ലായി ഒരു ധനമല്ല, വിവരമില്ലായും ഒരു പോരായല്ല. വിവരം ഉണ്ടാക്കിയാൽ അത് തീരും. ഏത്? അറിവില്ലായി ഒരു മോശമൊന്നുമല്ല. എവിടെയെങ്കിലും പോയി പഠിച്ച് വിവരം ഉണ്ടായാൽ അറിവില്ലായി തീർന്നില്ലേ? പക്ഷേ ഈ അന്തല്യായി എങ്ങനെയില്ലേണ്ടിയൊക്കെ ഈ ജാതി സമ്പ്രദായം, ഈ അടിമത്തം. നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഇത്തരം വർത്തമാനങ്ങൾ കുട്ടികളെ, ഈ ജാതി വർത്തമാനങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ 5, 8, 10 വയസ്സുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നത് എന്തിനാണെന്നറിയൂ? കുറച്ച് കഴിഞ്ഞാലേ ഇതിനൊക്കെ വളയ്ക്കാൻ സൗകര്യമാണ്. 10, 18, 20 വയസ്സായാൽ വളയ്ക്കാൻ എളുപ്പമാണ്. ഈ കോൺക്രീറ്റ് വാർക്കണമെന്ന് 2 കമ്പി നീട്ടി വെക്കും. ഇതിനാന്ന് വെച്ചിട്ടുണ്ടോ? ഇനി പ്രാപ്തി ഉണ്ടാവുമ്പോൾ നീട്ടി വാർക്കുമ്പോൾ വളച്ച് വാർക്കണമെങ്കിൽ കമ്പി 2 എണ്ണം വേണമല്ലോ. അതിന് മുൻകൂട്ടി വെക്കണതാ. അപ്പം ഈ മുൻകൂട്ടി എറിയണ ഏറാണ് ഏത്? ഈ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരിക്കണവരപ്പം ഈ കേൾക്കണവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും, നമ്മളിവിടെ 10, 25 കൊല്ലം എന്ത് കേട്ടിട്ട് ജാതിയൊന്നും കേട്ടിട്ടില്ല, ഇയാളിപ്പോൾ ഇത് എവിടുന്നാ കൊണ്ടുവന്നത്? പിന്നെ ഇങ്ങനെ കണ്ണോണ്ടും മൂക്കൊണ്ടൊക്കെ ഒന്ന് പൊന്തിക്കാൻ തോന്നുന്നുണ്ടാവും. ശരിയല്ലേ? കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇവിടെ ഇരിക്കണവരും കുട്ടിക്കാലത്ത് 5, 8, 10 വയസ്സുള്ള കാലത്ത്, കുട്ടിക്കാലത്ത് പുസ്തകത്തിൽ ഈ സാധനം വായിച്ച് പഠിച്ചിട്ടുണ്ടേ. എന്നിട്ടാണ് 10, 65 വയസ്സുള്ള കാലത്ത് നമ്മൾ വന്നിട്ട് ഇത് പറയണത്. ഏതാ ഉറക്കിയ? 5, 8, 10 വയസ്സ് എന്ന് പറഞ്ഞാലേ സ്വഭാവ സ്ഥിരീകരണം ഉണ്ടാവുന്ന പ്രായമാണ്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ സ്വഭാവം ഉറക്കണ കാലം. അന്ന് ഉറച്ചത് അവിടെ ഉറച്ചു കിടക്കും.
60, 50, 45 കാലത്തൊന്നും ഉറച്ചു കിട്ടില്ല. കേട്ട കളയാന്നല്ലാതെ കണ്ട് ഉറയ്ക്കാൻ പ്രയാസമാണ്. ഈ കുട്ടിക്കാലത്ത് ഇങ്ങനെ തോന്നിവാസങ്ങൾ പഠിപ്പിച്ചു വെച്ചാൽ ഈ കുട്ടികളെയൊക്കെ നമുക്ക് പ്രായമായാൽ വളയ്ക്കാൻ കിട്ടും. ഇല്ലെങ്കിലും നോക്കിക്കോളൂ, നാട്ടിൽ എന്തെങ്കിലും തോന്നിയാസം ഉണ്ടെങ്കിൽ ഏത് കുട്ടികളാ മുമ്പിലുണ്ടാവുക? ഇപ്പൊ നമ്മൾ പണ്ട് ഇല്ലേ കൊച്ചിയിലെ മറ്റേ ദിക്കിൽ പോയി ഉമ്മ കൊടുത്തില്ലേ? കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡിൽ നിന്നും കൊടുത്തുല്ലോ ഈ സാധനം. പണ്ട് ഹൈദരാബാദിലും പോയിട്ട് കൊടുത്തു, വണ്ടി കയറി പോയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ കൊടുക്കണ മുഖം വണ്ടിയിൽ കുത്തിപ്പോയി, എന്നിട്ട് പോയി കൊടുത്തു. എന്താണ് ബുദ്ധിമുട്ടി തീവണ്ടി കയറിയിട്ടാണ് ഈ കോടിയ മുഖം കൊണ്ട് എന്ത് ചെയ്തത്? ഉമ്മ കൊടുത്തത്. ഈ സാധനം കൊടുക്കാനും വാങ്ങാനും കിട്ടാത്ത സാധനം ആയതുകൊണ്ടേ ഈ സകലമാന തോന്നിയാസങ്ങൾക്കും മുമ്പിൽ നിന്നതാരാണ്? ഏത് കുട്ടികളാണ്? മറ്റേ കുട്ടിയെ കിട്ടില്ല, അത് മറ്റേ ദിക്കിൽ പഠിച്ചിട്ടുണ്ട്. മറ്റേ കുട്ടിയെ കിട്ടില്ല, അത് അവിടെയും പഠിച്ചിട്ടുണ്ട്. ഏത് കുട്ടി പോവും? ഈ ജാതി തോന്നിയാസം പഠിപ്പിച്ച് വിട്ട കുട്ടി പോവും. എന്നാൽ ഇങ്ങനെയുള്ള തോന്നിവാസമാണ് നമ്മുടെ കുട്ടികളെ ഈ അന്തല്യാത്തവന്മാർ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഇവിടെ ഇത്ര ആൾക്കാർ ഇരിക്കണില്ലേ? ഇത്ര ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചോ എന്തുകൊണ്ട് എൻ്റെ കുട്ടിയെ ഇങ്ങനെ തോന്നിവാസം പഠിപ്പിക്കണോ? ഇതിനെന്താ പ്രമാണമുള്ളത്? ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ ഈശ്വര പുരുഷന്മാരെയും ഞങ്ങളുടെ ആരാധ്യന്മാരെയും വ്യക്തികളെ നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കണോ എന്ന് പ്രതികരിച്ച് ചോദിച്ചവർ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കൂ, ഒന്ന് കണ്ടു തൊഴാനാ. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ? ആരുമില്ല. എന്താ കാരണം? നമ്മൾക്കും അറിയില്ല, പ്രതികരിക്കാൻ മാത്രം വിവരം നമ്മൾക്കും ഇല്ല. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ അവൻ കാരനാണ്, ഇവൻ കാരനാണ്, മറ്റവൻ കാരനാണ്, അതിൻ്റെ അപ്പുറത്തുള്ളവൻ കാരനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പുറപ്പെടും. ഈ മറ്റുള്ളവനെ കുറ്റം പറയാൻ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ആലോചിച്ചോളൂ, അവനവൻ്റെ വിവരല്യായാണ് നമ്മൾ അനുഭവിക്കുന്ന ദുരിതം, അല്ലാതെ മറ്റുള്ളവൻ്റെ കഥയിൽ. അവൻ്റേത് പഠിച്ചോട്ടെ, നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അവൻ പഠിക്കണോ നമ്മൾ നിലവിളിക്കണം. എന്തേ നമുക്ക് നമ്മുടെ ഇത് പഠിക്കരുത്? അപ്പുറത്തെ വീട്ടിൽ ഗെയിമാണ് പറഞ്ഞ് നമ്മൾ ഇവിടെ തൂണിൻ്റെ മുകളിൽ ചാരി പടിയുമ്പോൾ ചാരി മുട്ടുംകാലം ചൊറിഞ്ഞിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇറങ്ങി പണിയെടുക്കരുതേ. ശരിയോ തെറ്റോ? അവനോ പണി മനസ്സിലാക്കി ധരിച്ച് പഠിച്ച് വെക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇങ്ങനെ നമ്മുടെ സമ്പ്രദായം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിവും ബോധവും വിവരവും ഉണ്ടാവണമെന്ന് വല്ല കഥയുണ്ടോ? നമ്മൾ ഇന്നലെയും കൂടി പറഞ്ഞതല്ലേ അത്. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കൂ, ഇത്രയും നേരമായിട്ട് ഇത്ര പേരല്ലേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ വേറെ വല്ല സിനിമാ നടിയുടെ പാട്ടോ ഡാൻസോ വേറെ വല്ല സാധനം വെച്ചാൽ ഈ അമ്പലമൊക്കെ ഇവിടെ ഉണ്ട്, ഉന്തി മറിച്ചാൽ കുളത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. സ്ഥലം മതിയാവില്ല, അവർക്ക് അമ്പലമൊന്നും വിഷയമല്ല. പാട്ടും ഇവിടുത്തെ മറ്റേ നടിയുടെ മറ്റേ ഡാൻസൊക്കെയാ വേണ്ടത്. അതിനെന്ത് അമ്പലം, എന്ത് തേവര്? ശരിയല്ലേ? ഇത് ശരിയല്ലേ? ഇതിന് വരാത്തവർ അതിന് കുത്തിത്തള്ളി വരും. ഇല്ലെങ്കിൽ ഇപ്പം ഇതിന് ഇവിടെ വരാത്തവർ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരുന്നില്ലേ? ഈ പറമ്പയ്ക്ക് കയറാത്തവർ അതിന് വരുന്നില്ലേ? ശരിയോ തെറ്റോ? അവരെന്താ പറയുന്നത്? ഞാനും ഹിന്ദുവാണ്, ഞാനും ഭാഗവതക്കാരനാണ്, ഞാനും അമ്പലക്കാരനാണെന്ന് തന്നെയല്ലേ പറയുന്നത്. ലവലേശം വിവരം വല്ല കഥയുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇവിടെ ഊണ് കൊടുക്കണ്ട, കാപ്പി കൊടുക്കണ്ട, ഇരിക്കാൻ സൗകര്യമുണ്ട്, നല്ല കാറ്റ് കൊള്ളാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്, ആഹാരം വെള്ളം എന്താ വേണ്ട വെച്ചാൽ കൊടുക്കണ്ട, ഇനി വേറെ വല്ല സഹായം വേണം വെച്ചാൽ അതും കൊടുക്കണ്ട. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇഷ്ടംപോലെ എന്താ വേണ്ട വെച്ചാൽ ആയിക്കോട്ടെ എന്ന് കൊടുത്തിട്ടും നമുക്ക് വേണ്ട. ആടിനെ വെള്ളത്തേക്ക് ഇറക്കും പോലെയാ. ശരിയല്ലേ? ആടിനെ വെള്ളത്തേക്ക് ഇറക്കി ഇറങ്ങില്ല. അത് ആട് നമ്മളെ കൊല്ലുന്നല്ലാതെ വെള്ളത്തേക്ക് ഇറങ്ങില്ല. പശു അങ്ങനെയല്ല, പശു വാലും പൊക്കി വെള്ളത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു വിരോധം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായം, അതുകൊണ്ടാണ് നമ്മൾ ഈ മുഷീണത. അല്ലാണ്ട് നമ്മൾ ആരോടും വിരോധം ഉണ്ടായിട്ടല്ല. നമ്മൾ ഈ അനുഭവിക്കുന്ന ദുരിതം നമ്മുടെ വിവരക്കേടുകൊണ്ടാണ്. അതുകൊണ്ട് കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ നേരാവണ്ണം മനസ്സിലാക്കി പഠിച്ചറിഞ്ഞ് വെച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ വിവരം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് മറ്റേതും തോണ്ടിയിരിക്കും. ഏത് തോണ്ടിയിട്ട്? അതും സഹിക്കാൻ പറ്റില്ല. എന്താ കാരണം? അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മളതിന് കൊടുക്കാത്തതുകൊണ്ടല്ലേ. ബഹുമാനിക്കേണ്ടതാണ്, ഇത് പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. കുട്ടികൾ സയൻസോ കണക്കോ എന്തെങ്കിലും പഠിക്കട്ടെ. പക്ഷെ അവനവൻ്റെ സമ്പ്രദായം പഠിക്കണ്ടേ? അമ്മയെ കണ്ട അമ്മയെന്ന് കണ്ട് തൊഴുവാൻ പഠിക്കണ്ടേ? അച്ഛനെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ? ബഹുമാന്യരെ ബഹുമാനിക്കണ്ടേ? ഇതൊന്നും പഠിക്കേണ്ട. കുറേ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കോളേജിലോ സ്കൂളിലോ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ട് ഈ പറഞ്ഞ വിവരം ഉണ്ടാവുമോ? നമ്മൾ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ജാതി പാഠമൊന്നും അവിടെ ഇല്ല. പുസ്തകങ്ങൾ പലതും പഠിപ്പിക്കേണ്ട നാട്ടുകാർ കാണാത്ത ജാതിയുണ്ട്. അതുകൊണ്ട് സംസ്കാരം ഉണ്ടാവണമെങ്കിലും സമ്പ്രദായം ഉണ്ടാവണമെങ്കിലും നമ്മുടെ സമ്പ്രദായങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നശിച്ചു പോകും. വെറുതെ പറയില്ല. പണ്ടൊരു ചെറുപ്പക്കാരൻ പയ്യനോട് ചോദിച്ചു, ഉണ്ണിയെ നമുക്കൊന്ന് അമ്പലത്തിൽ തൊഴുതാലോ? ഒരു ഉണ്ണി 10, 18, 20 വയസ്സായൊരു പയ്യനാ. അമ്പലത്തിലൊന്ന് തൊഴല്ലേ ഉണ്ണിയെ ചോദിച്ചു. അപ്പൊ ഈ പയ്യൻ പറയണേ, ഏയ് ഞാനല്ലേ തിരുമേനി, ചവിട്ടി താഴ്ത്തിയോനല്ലേ, ഈശ്വരനാണെങ്കിലും തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞു. ആ ചെക്കനെ തൊഴാനാ തോന്നിയത്. സാധനം ഇത്രയേ ഉള്ളൂ വെച്ചാൽ നാവിൻ്റെ നീളം അത്രയുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പറയുന്നു? ഇല്ലെങ്കിൽ നോക്കും, നമ്മുടെ സജ്ജനങ്ങൾ, ഗുരുനാഥന്മാർ, ആചാര്യന്മാരെ, സന്യാസിമാര്, മഹാത്മാക്കളെ കുറിച്ചൊക്കെ പറയുമ്പം ഇതിനെ നിന്ദിക്കണവരാരാ? ആദ്യം
ഇപ്പൊ ഇവിടെ ഇരിക്കണ വല്യമ്മമാരും അമ്മമാരും വിചാരിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ, എത്ര കുട്ടികൾ നമ്മുടെ കുടുംബത്തെ ഇതൊക്കെ മനസ്സിലാക്കി വന്നതിനെ വരുന്നവരുണ്ടെങ്കിൽ ഇതിനെ എതിർത്ത് പറയുന്നവർ എത്രയുണ്ട്? രാവിലെ അമ്പലത്തേക്ക് പോകുന്നവനെ എതിർത്തവർ എത്രയുണ്ട്? മക്കളോ മരുമക്കളോ ഇനി കുട്ടികളോ പേരക്കുട്ടികളോ ഇനി ആരെങ്കിലും അനിയനോ ആരെങ്കിലും ആവട്ടെ, ബന്ധുക്കളോ നമ്മുടെ അറിയണവരോ എത്ര പേരുണ്ട്? ഉത്തരമൊന്നും പറയേണ്ട ആരും, വെറുതെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ശരിയല്ലേ ഇത്? എന്തുകൊണ്ട്? കുട്ടിക്കാലത്ത് നമ്മൾക്കൊക്കെ ഈ വിവരം എവിടുന്നാ കിട്ടുന്നത്? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അല്ല. അച്ഛനും മുത്തശ്ശനും അമ്മയും കാരണവന്മാരും വല്യച്ഛന്മാരും അപ്പന്മാരും അമ്മാവന്മാരും അടുത്ത വീട്ടിലെ കാരണവന്മാരും നമുക്ക് പരിചയമുള്ള മുതിർന്നവരും അങ്ങനെയുള്ള സജ്ജനങ്ങളും അവരുടെയൊക്കെ കൂടെ കൂടിയും ചേർന്നും നടന്നും ഇരുന്നും പഠിച്ചും മനസ്സിലാക്കിയും അങ്ങനെയൊക്കെയല്ലേ നമുക്ക് വിവരം വിളിച്ചുണ്ടായത്. ശരിയല്ലേ ഇത്? അല്ലാതെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ കുത്തനെ വന്ന് വീഴുക വിവരം വിളിച്ചും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇത്. അതുകൊണ്ട് ബലി മഹാരാജാവിനെ പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ള വർത്തമാനമൊന്നും ഇനി ആരും ഇവിടെ വന്ന് കേട്ടവരൊന്നും എവിടെയും പോയിട്ട് പറയരുത്. എന്താ കാരണം എന്നറിയാം? അത് ഈശ്വരനിന്ദയാണ്, ധർമ്മനിന്ദയാണ്. അവനവൻ്റെ മുതിർന്ന നമ്മുടെ അച്ഛന്മാരെയും മുത്തശ്ശന്മാരെയും പൂർവികന്മാരെയും മഹർഷിമാരെയും നിന്ദിക്കുന്നതിന് തുല്യമാണ്. ആ ഗുരുത്വദോഷം നിർബന്ധമായിട്ടുണ്ടാവും. അറിയാത്ത കാലത്ത് പറഞ്ഞത് പോട്ടെ, നമുക്ക് അറിവില്ലാണ്ട പറഞ്ഞതല്ലേ, അതാണ് ശരിയെന്ന് വിചാരിച്ച് പറഞ്ഞു. അറിഞ്ഞ കാലത്ത് ഇനി ഇത് പറയരുത്. ആരെങ്കിലും ഇത് പറയുമ്പം നമ്മൾ കേട്ടാൽ ഒന്ന് വിളിച്ചിരുത്തി ചോദിക്കുക, എവിടുന്നാ കിട്ടിയത്, കഥ എവിടുന്നാ കിട്ടിയത് ചോദിക്കുക. അപ്പൊ അയാൾ പറയണത് ഇന്ന് നിൽക്കുന്ന കിട്ടിയത് എന്ന്, എവിടുന്ന് കിട്ടി? അതങ്ങനെ ഉണ്ട്. എന്തിലുണ്ട്? ഞാൻ കുറെ കാലമായി തരയണു, എവിടെയുണ്ട് ചോദിക്കുക. അപ്പൊ അയാൾ ബബ എന്ന് പറയും. പിന്നെ എവിടെയും പിന്നെ ഈ പണി ചെയ്യില്ല. ശരിയല്ലേ ഇത്? അപ്പൊ നമ്മൾ പണ്ടൊക്കെ ഈ സപ്താഹം വായനയ്ക്ക് പോണ ദിക്കിൽ വരെ ഇത് പറഞ്ഞേർന്നോ? നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്തൊക്കെ പോകുമ്പോൾ ചവിട്ടി താഴ്ത്തിന്ന്. പിന്നെ നമ്മളിത് പഠിച്ചിറങ്ങിയപ്പോഴല്ലേ മനസ്സിലായി ഇതൊക്കെ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയിരുന്നു. ഇതിലിതൊന്നും ഇല്ലേ? അപ്പൊ ഇതിൽ ഉള്ളത് എന്തോ ആവട്ടെ, കേട്ട എന്തോ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞും കൊണ്ടേ ഇരിക്കുകയല്ലേ ചെയ്തത്. അപ്പോഴും ഈ ശാസ്ത്രത്തിന്റെ വെളിച്ചല്ല നമുക്ക് കിട്ടിയിരുന്നത് എന്നാണ് പലപ്പോഴും. എല്ലാവരും അല്ല കേട്ടോ പറഞ്ഞത്, ഇങ്ങനെയും കേട്ടിട്ടുണ്ടേ നമ്മൾ പല ദിക്കിലും. ഒരിക്കലും നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഒരിക്കലും വായനയ്ക്ക് പോയി ഒരു കിഴക്കൊരു ദിക്കിലാണ്, ഇവിടെ സ്ഥലം പറയില്ല, ഇത് കിഴക്കാണല്ലോ അല്ലേ, ഇവിടുത്തെ കിഴക്കല്ല വടക്ക് കിഴക്ക്. ഇവിടുത്തെ കിഴക്ക് ആലോചിച്ചിട്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് കിഴക്കോട്ട് പോകണ്ട. ഏതാണ്ട് എറണാകുളത്തിന്റെ കിഴക്കേ ഭാഗമായിട്ടാണല്ലോ ഈ ദേശം പറയുക. ഇവിടെ അല്ല കേട്ടോ, നമ്മുടെ വേറെ വടക്കൊരു ദിക്കിൽ കിഴക്കൊരു ദിക്കിൽ വായനയ്ക്ക് പോയി. ഇപ്പം അവിടെ ഒരു പുഴയുടെ കരയിൽ ഒരു അമ്പലം, ഹൈ റേഞ്ച് പോലെ സ്ഥലമാണ്, നിറയെ ആളൊക്കെ ഉണ്ട്. അപ്പൊ പുഴയുടെ കരയിൽ അമ്പലത്തിൽ ഇങ്ങനെ വിശേഷാലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ വൈകുന്നേരം ആകുമ്പം ഏതോ ഒരു അവിടുത്തെ ഒരു വലിയൊരു ഒരു മഹിമയുള്ള ആളാണ്, അദ്ദേഹത്തിന് വകയൊരു പ്രഭാഷണമൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്ക് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലെ വായനയൊക്കെ കഴിഞ്ഞ് പുഴയിൽ പോയി കുളി സന്ധ്യാവന്തനം മുണ്ടുമുക്കലൊക്കെ, നല്ല തെളിഞ്ഞ വെള്ളമുള്ള മണലൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പുഴയാണേ. അപ്പോൾ നല്ല സൗകര്യമുണ്ട്. മുണ്ടൊക്കെ നന്നായിട്ട് മുക്കാനും പറ്റും, കുളിക്കാനും ജപിക്കാനൊക്കെ നല്ല സൗകര്യം. അപ്പോൾ അവിടെ കുളിയും ജപമൊക്കെ കഴിക്കാം. അമ്പലത്തേക്ക് നോക്കിയാലൊന്നും കാണില്ല, പക്ഷേ ശബ്ദം കേൾക്കാം. ഈ കോളാമ്പി ഇങ്ങനെ വെക്കുകൊണ്ട്, മൈക്കിൻ്റെ പെട്ടി ഇങ്ങനെ വെക്കുകൊണ്ട് അതിൽ അദ്ദേഹം ഇങ്ങനെ പറയേണ്ട ഈ ചവിട്ടി താഴ്ത്തിയ കാര്യമൊക്കെ അദ്ദേഹം 3-4 തവണ പറഞ്ഞു. അപ്പോഴേ നമ്മൾ പുഴയിൽ കുളിക്കുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞു ഇത് ബാക്കി പണി നമുക്കുള്ളതാണെന്ന്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും വായ തോന്നിയത് പറഞ്ഞു പോകും. പിന്നെ അത് ഇരുത്തലാണ് ആരുടെ പണി? നമ്മുടെ പണി. എന്താല്ലേ കഷ്ടം, ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു വകതിരിവില്ല. അപ്പൊ ഇത് നമുക്കറിയില്ല ആരാ പറഞ്ഞത്, നമുക്ക് ശരി അവിടെ പരിചയക്കാരും ഇല്ല, അപ്പൊ ആരാന്ന് ശ്രദ്ധിച്ചിട്ടുമില്ല. അതായത് നമ്മളത് ഉള്ളിൽ വെച്ച് ആ പറഞ്ഞ വർത്തമാനം അവിടെയുള്ളവരൊക്കെ കേട്ടതാണ്. പിന്നെ ഇത് നമ്മൾ പറയുന്ന സമയം വന്നപ്പോൾ, ഈ വാമനന്റെ കഥ പറയുന്ന സമയം വന്നപ്പം അന്ന് എന്തുണ്ടായി ചോദിച്ചാൽ, നമ്മളിത് നേരത്തെ പറയാൻ തുടങ്ങി. ഒരു കാർന്നോര്, കുറച്ച് പ്രായമുള്ള ഒരു കാർന്നോരെ ഇങ്ങനെ നടന്നു വന്നു, ആ കസേരയിൽ ഇരുന്നു. അപ്പൊ അവിടെയുള്ളവരൊക്കെ എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് ബഹുമാനം. അപ്പൊ അവിടുത്തെ ഒരു വിശേഷപ്പെട്ട ഒരു വലിയ ബഹുമാന്യനായ വ്യക്തിയാണെന്ന് മനസ്സിൽ നമുക്കറിയില്ല, ആരാണെന്ന് മനസ്സിലായില്ല. അപ്പം എല്ലാവരും അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം മുഴുവനും ശ്രദ്ധിച്ച് കേട്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ കാരണവർക്ക് നമ്മുടെ അച്ഛനേക്കാളും പ്രായമുള്ള കാരണവരാണ്. അന്ന് നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന്, അന്ന് കുറേ പ്രായമുണ്ട്. പ്രായം ചോദിച്ചാൽ അത്രയ്ക്ക് നിശ്ചയില്ലെങ്കിലും നല്ലോണം പ്രായമുള്ള താടിയും തലയൊക്കെ നരച്ച് ദേഹം കണ്ടാൽ തന്നെ ഒരു പ്രായം തോന്നും. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ നമസ്കാരം. അശോ അതെന്താവോ? അപ്പൊ അദ്ദേഹം തിരുമേനി ക്ഷമിക്കണം, പറ്റിപ്പോയത് ഇനി ഉണ്ടാവില്ല. നമ്മൾ അദ്ദേഹത്തായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറയണേന്ന് മനസ്സിലാവണില്ല. അദ്ദേഹം പറ്റിപ്പോയതാണ്. എന്ത് പറ്റിപ്പോയത്? അപ്പൊ ചോദിച്ചാൽ എന്താണ്ടായേ? അദ്ദേഹമാണ് അന്ന് എന്ത് പറഞ്ഞത്, ഈ ചവിട്ടി താഴ്ത്തിയ കാര്യം പറഞ്ഞു. പറ്റിപ്പോയത് അറിവില്ലാണ്ട് പറ്റി, ഇനി ഇത് ഉണ്ടാവില്ല, ശ്രദ്ധ ഉണ്ടായില്ല, നമ്മൾ അങ്ങനെയാ തെറ്റിദ്ധരിച്ചു പോയതാണ്, ഞാനത് അങ്ങനെയാണെന്ന് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇനി ഒരു ദിക്കിലും ഉണ്ടാവില്ല, ഇവിടുന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണവരെ സാരല്ല, അറിയേണ്ട പറഞ്ഞു, കുഴപ്പമില്ല. ഇപ്പോഴും നമുക്ക് ആ കാരണവരോടുള്ള ബഹുമാനം, ഇന്നും ആ ബഹുമാനം ഉണ്ട് അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ പേരെവിടെയും പറയില്ല. എന്താ കാരണം? അങ്ങനെ അദ്ദേഹത്തിന് ഒരു മോശമായി തോന്നരുതല്ലോ. എന്താ കാരണം എന്ന് വെച്ചോണ്ടോ, അത്ര പ്രായമുള്ള ആളാണ് അദ്ദേഹം. നമുക്ക് അത്രയേ പ്രായമുള്ളൂ. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ആ പറഞ്ഞ കാര്യത്തെ അദ്ദേഹം എടുത്ത് ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും അദ്ദേഹത്തോടുള്ള ബഹുമതി, അച്ഛൻ്റെ
ഇല്ലേ? വല്യച്ഛനെ പോലെ നമുക്ക് അദ്ദേഹത്തോടൊന്നും ഒരു ബഹുമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, അറിഞ്ഞ് മനസ്സിലാക്കി തിരുത്താനും ഉൾക്കൊണ്ട് നേരെ നല്ലത് പറഞ്ഞു. ഇനി ഞാൻ എവിടെ അത് പറയില്ല എന്ന് അദ്ദേഹം ഇപ്പം ഇല്ല കേട്ടോ, പോയി ആൾ മരിച്ചു പോയി, ഇപ്പം ഇല്ല. ഏതായാലും ആ മഹാത്മാവ് അങ്ങനെ അപ്പം പറഞ്ഞ അദ്ദേഹം ഒരു നമ്മുടെ സമ്പ്രദായത്തെ നിന്ദിക്കണ സമ്പ്രദായക്കാരനല്ല. ഇതിനൊക്കെ നന്നാവണം നേരെയാവണം എന്ന് വിചാരിക്കുന്ന ഒരു മഹാത്മാവാണ്. അങ്ങനെയുള്ളവരുടെ കയ്യിൽ പോലും ഇങ്ങനെയുള്ള മട്ടിലാണ് ഇതിനെക്കുറിച്ചുള്ളതായ വിചാരം. നിന്ദിക്കണവരെന്തെങ്കിലും പറയട്ടെ, പക്ഷെ ഇതിനെയൊക്കെ ബഹുമാനിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഈ വിവരാണ് കുട്ടിക്കാലത്തെ കേട്ട് പഠിച്ചുറപ്പിച്ചതുകൊണ്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഭരിക്കണേ. അങ്ങനെയല്ല. നമ്മൾ എന്ത് പറയും? കേരളം ഭരിച്ച രാജാവാണ് പറഞ്ഞോളൂ, നേരം പോണു. ബലി മഹാരാജാവ് കേരളം ഭരിച്ച രാജാവാണെന്നല്ലേ പറയുക? ശരിയല്ലേ? ഇത് നോക്കൂ, ഇദ്ദേഹം 14 ലോകങ്ങളും ഭരിച്ച ആളാണ്. ആര്? ബലി മഹാരാജാവ്. 14 ലോകത്ത് അവിടെ ഇരിക്കട്ടെ, 14 പോട്ടെ, ഭൂമി തന്നെ ഇന്ത്യ രാജ്യം, നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്നത്. ഈ ഭാരതത്തിൽ ഈ കേരളം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഇവിടെ ഇരിക്കണവരുടെ ആ ഒരു തള്ളിപ്പുറപ്പാട് കാണുമ്പോൾ കുറേ ഉണ്ട്. പക്ഷെ ദേശത്തിന്റെ വലിപ്പം നോക്കുമ്പോൾ നമ്മൾ മറ്റേ മുണ്ടിന്റെ വക്കം ഇങ്ങോട്ട് കീറിയിട്ട് ഒരു വസ്ത്രം ഉണ്ടാക്കില്ലേ? ഇത്ര നീളത്തിൽ ഇത്ര വീതിയിൽ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മൈക്കിൽ കൂടി പറഞ്ഞിട്ട് ചീത്തയാക്കണ്ട. ഏതാണ്ട് ഭാരതം എന്ന് പറഞ്ഞ നാട്ടിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ നാട് നോക്കുമ്പോൾ ആ മുണ്ട് കീറിയതിൻ്റെ അത്ര പോലും, മുണ്ട് കീറിയതിനൊരു ചതുരത്തിലൊരു വൃത്തിയിൽ വലിപ്പുണ്ടാവും. അതിന് ഇങ്ങനെയൊക്കെ ആയിട്ട് കോണും കോലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ദേശമാണ് എന്ത് നമ്മുടെ ഈ കേരള ഭൂമി. ഭാരത രാജ്യത്ത് കേരള ഭൂമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദേശമാണ്. വലിയ വലിയ തമിഴ്നാടൊക്കെ വലിയ, കർണാടകം, ആന്ധ്ര കുറച്ച് ചെറുതായി 2 കഷ്ണാക്കിയതുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നൊക്കെ പറഞ്ഞാൽ, ഉത്തർപ്രദേശ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ സംസ്ഥാനങ്ങളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം ചെറിയ, അവിടുത്തെ ഒരു ജില്ലയുടെ വലിപ്പേ ചിലപ്പോൾ എന്തിനുണ്ടാവുള്ളൂ? നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഉണ്ടാവുള്ളൂ. ഈ കേരള സംസ്ഥാനം ഭരിച്ചു എന്നുള്ളൊരു വലിപ്പമായിട്ടാണ് ആരെ കുറിച്ച് പറയുന്നത്? ബലി മഹാരാജാവിനെ കുറിച്ച്. അതൊരു വലിയ അഭിമാന കഥയല്ലല്ലോ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം. അല്ല, വാസ്തവത്തിലേ കേരളത്തെ സൃഷ്ടിച്ചതാരാണ്? പറഞ്ഞോളൂ, കേരളം സൃഷ്ടിച്ചതാരാണ്? നമ്മുടെ മഴുണ്ട്. മഴു പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? പരശുരാമനാണ് കേരളത്തെ സൃഷ്ടിച്ചത്. ഈ പരശുരാമൻ അവതരിക്കാൻ വേണ്ടതായ മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല. അവതാരം ഉണ്ടാവും, മുമ്പ് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും, അതുപോലും കൂടണമെന്ന് ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ പരശുരാമൻ ഉണ്ടാക്കണം എന്ന് വെച്ച കേരളം ആര് ഭരിച്ചു പോയി? ബലി. അങ്ങനെയുണ്ട് കഥ. അച്ഛൻ ജനിക്കണതിൻ്റെ മുമ്പ് തന്നെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കേണ്ടതെന്ന്. അച്ഛൻ ജനിച്ചിട്ടില്ല, അച്ഛൻ 12ാം ക്ലാസ് ആകുമ്പോഴേക്ക് ജനിക്കും എന്ന് പറയണതിൻ്റെ ഒരു ഭംഗിയില്ലേ? ആ പറഞ്ഞ വാചകം കേട്ടാൽ നമ്മൾ ഏത് ആസ്പത്രിക്കാണ് കൊണ്ടുപോട്ടത്? കാക്കനാട്ടൊക്കെ അല്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? അതായത് കേരളം അന്ന് ഇദ്ദേഹം സൃഷ്ടിച്ചിട്ട് പോലും ഇല്ല. അതിൻ്റെ മുമ്പ് തന്നെ ബലി മഹാരാജാവ് കേരളം ഭരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതൊരു ഒരു വിഡ്ഢിതരം കഥയാണെന്ന്? അതൊന്ന്. രണ്ടാമത്തെ, അപ്പൊ കേരളം അദ്ദേഹം കടതന്നില്ല. ആര്? ബലി മഹാരാജാവ്. ഇതൊക്കെ യുക്തി ശാസ്ത്രം വെച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വെറുതെ കേട്ടിട്ട് നമ്മുടെ നേരെ വെക്കിട്ട് ഇടാൻ വരരുത്. ശ്രദ്ധിച്ച് കേട്ട്. ശരി തന്നെയല്ലേ? ഇത് ഒന്നാമത്തേത്. പരശുരാമാവതാരം ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ പരശുരാമൻ ഉണ്ടാക്കിയ കേരളം അതിൻ്റെ എത്രയോ കാലം മുമ്പുണ്ടായി, ഏതോ യുഗത്തിൽ അവതരിച്ച ഭഗവാന്റെ കാലത്തുണ്ടായ ബലി മഹാരാജാവ് ഭരിച്ചു പോയി. അതൊന്ന്. രണ്ടാമത്, ഈ ബലി മഹാരാജാവിൻ്റെ യജ്ഞശാലയിലേക്കാണ് വാമനമൂർത്തി ചെന്നത് എന്ന് പറഞ്ഞു. ഈ യജ്ഞശാല എവിടെയാണെന്ന് നമ്മളന്ന് ശ്ലോകം ചൊല്ലി വിസ്തരിച്ച് പറഞ്ഞു. എവിടെയെന്നാ പറഞ്ഞത്? സ നർമ്മദയാസ്തട ഉത്തരേ ബലേഹേ. നർമ്മദ നദിയുടെ വടക്കേ കരയിൽ എന്നാ പറഞ്ഞത്. ഈ നർമ്മദ നദിയുടെ വടക്കേ കരയിൽ ഭൃഗുകച്ഛ സംജ്ഞകേ, ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ ദേശത്താണ്. അതെവിടെയാന്ന് വെച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് പറയാച്ചാല് ഇന്നത്തെ ഗുജറാത്ത് സംസ്ഥാനം കേട്ടിട്ടുണ്ടോ? ഈ ഗുജറാത്ത് സംസ്ഥാനത്തെ കൂടിയാണ് ഇപ്പൊ ഈ പറഞ്ഞ നർമ്മദ നദി പോണത്. അതിന്റെ വടക്കേ കര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗുജറാത്തിലെ ബ്രോച്ച് കച്ച് പ്രദേശമാണത്. കച്ച് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ കുട്ടികൾക്ക് പോയൊക്കെ അവിടെയൊക്കെ ജീവിച്ചും പടിയെടുത്തും പല പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പലരും ഉണ്ടാവും. ബ്രോച്ച് കച്ച് എന്ന് കേട്ടില്ലേ? പണ്ട് ഒരു ഭൂമി കുലുക്കൊക്കെ ഉണ്ടായി എന്ന് പണ്ട് കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ട്, ഭൂമി കുലുക്കുണ്ടായി എന്ന് കേട്ടിട്ടില്ലേ? ആ സ്ഥലം അതാണ് ബ്രോച്ച് കച്ച് പ്രദേശമാണ്. ഇവിടെ പറഞ്ഞതായ ഭൃഗു കച്ഛം എന്ന് പറഞ്ഞ സ്ഥലം അതും കേരളത്തിലല്ല. ശരിയല്ലേ ഇത്? എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കേരളത്തിലാണ് ഇതുണ്ടായത് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ അല്ലേ ബലി മഹാരാജാവ് എന്നും പറഞ്ഞ് ഓണത്തിൻ്റെ കാലമായാൽ നമ്മുടെ നാട്ടിലെ ഈ ഓണത്തിൻ്റെ കാലമാകുമ്പോഴാണ് ഈ വലിയ വയറുള്ളവർക്ക് മാർക്കറ്റ് കൂടുക. സാധാരണ ഈ വയറുള്ളവരെ നമ്മൾ പലപ്പോഴും ഒഴിവാക്കുക ചെയ്യുക, സുന്ദരം അല്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് പതിവ്. എല്ലാവരും ഇപ്പം എന്നിട്ട് വയറ് കുറയ്ക്കാൻ ആവുമ്പോൾ കയറുക, താഴേക്ക് ഇറങ്ങുക, കുത്തുക, മറിയുക, ചോറ് ഉണ്ണാണ്ട പഷ്ണി കിടക്കുക, വെള്ളം കുടിച്ച് നീന്തുക, അങ്ങനെയൊക്കെയാണ്. എന്താ വെച്ചാൽ അതൊരു അംഗീകാര്യം ഇല്ലാത്തൊരു സൗന്ദര്യബോധമായിട്ട് മാറി നമ്മുടെ നാട്ടിൽ. ശരിയല്ലേ? അത് ശരിയോ തെറ്റോ എന്നല്ല, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഇല്ലേ?
ചെറുപ്പക്കാരുടെയൊക്കെ ഇടയിൽ ഇരിക്കട്ടെ, പണ്ടത്തേനേക്കാളും കൂടുതലുണ്ട് ഇപ്പം അതൊക്കെ. പക്ഷെ ഓണക്കാലായാൽ തെരഞ്ഞു വരും ജാതി ആൾക്കാരുണ്ടോ നോക്കിയിട്ട്, വലിയ വയറുള്ളവരെ. എന്നിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഒരു മുണ്ടൊക്കെ ചിറ്റി താഴം തറ്റു കൊടുക്കണ മാതിരി ഉടുപ്പിച്ചിട്ട് അരയിലൊരു പട്ടയും കെട്ടി തോളത്തൊരു മുണ്ടും ഇട്ട് വലിയ മുത്തും മണിയൊക്കെ മാലയും കഴുത്തിലിട്ട് നമ്മുടെ മറ്റേ ദിക്കലത്തെ ബ്രഷ്, തേഞ്ഞ ബ്രഷ് പോലത്തെ, ഏത് ദിക്കത്തെന്ന് പറയില്ല മോശമാവുകൊണ്ട്, ആ ദിക്കത്തെ മറ്റേ തേഞ്ഞ ബ്രഷ് പോലത്തെ 2 എപ്പടം മീശയും പിടിപ്പിച്ച് ഒരു സാധനം വെച്ച് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ 10 ഉറുപ്യ തരുമോ 10 ഉറുപ്യ തരുമോ ചോദിച്ച് പിച്ചിയും തട്ടി നടക്കുക. അതിന് തെറ്റില്ല. ഏതിന്? ബലി മഹാരാജാവ് എന്ന് പറഞ്ഞൊരു വലിയ മഹാത്മാവിന് ഈ ജാതി കോമാളിയാക്കി കൊണ്ട് നടന്നിട്ട് പണം വാങ്ങിക്കണതിന് ഒരു തെറ്റുമില്ല. പക്ഷേ ചവിട്ടി താഴ്ത്തിയതല്ല അദ്ദേഹത്തെ മറ്റേ ദിക്കിലേക്കാണ് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടക്കേടായി. അത് ബ്രാഹ്മണിക്ക് എന്തിക്ക് ഒടുക്കത്തെ വിദ്യയാണ് അത്. ഒന്നിലും ചിലവാവില്ല എന്ന് കണ്ട ഒടുക്കം പ്രയോഗിക്കുന്ന വിദ്യയാണ് ബ്രാഹ്മണിക്ക്. നമ്മൾ തമ്മിൽ തല്ലിക്കോളൂല്ലോ. മനസ്സിലായില്ലേ അല്ലേ? ഇപ്പോഴും നോക്കിക്കോളൂ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇലക്ഷന്റെ കാലമായാലും എന്ത് പറയും? അത് ബ്രാഹ്മണിക് ആശയങ്ങൾ. അപ്പൊ അത് ബ്രാഹ്മണരല്ലാത്തവർക്ക് എന്ത് തോന്നും? ഓ അങ്ങനെയല്ലേ നമ്മളെ തമ്മിലേക്ക്. അപ്പൊ നമ്മളായാലും കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? ആ ബ്രാഹ്മണിക്കന്റെ അടുത്ത് വന്നിട്ട് പറയും അത് ദളിത് ആണ്. അപ്പൊ ഈ ബ്രാഹ്മണിക്കൻ ദളിതിനെ അങ്ങോട്ട് നോക്കും. വാസ്തവത്തിൽ എന്തായി? രണ്ടാളും കൂടി പിന്നെ അവർ തമ്മിൽ അടിച്ചോളും. അപ്പൊ അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കുറുക്കന്മാർക്ക് ചോര കുടിക്കാൻ എളുപ്പമായി. സജ്ജനങ്ങളെ, അതൊക്കെ കാലം കഴിഞ്ഞു വിട്ടു. നീ ബ്രാഹ്മണിക്കനൊന്നും നിന്ന് കൊടുക്കരുത്. നമ്മൾ ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഹിന്ദുക്കളൊക്കെ കുറേശ്ശെ ഒത്തുപിടിച്ച് യോജിച്ച് ഇപ്പം നമ്മുടെ ഇടയിൽ എന്തൊക്കെ ആളുകൾ ഇരിക്കണ്ടില്ലേ? നമ്മൾ ആരുടെയും ജാതി ചോദിച്ചോ? ആരും ചോദിച്ചില്ല. ഒരാളും ചോദിച്ചില്ല. എല്ലാവരും വരണോ, അമ്പലത്തിൽ വരണോ, തൊഴണോ, ഉണ്ണണോ, ഒന്നിച്ചിരുന്ന് ഉണ്ണണോ, കൈ കഴുകണോ, ഇരിക്കണോ, വർത്തമാനം പറയണോ, ഉള്ളത് കൊടുക്കണോ, ഇല്ലാത്തത് വാങ്ങണോ, സന്തോഷം പറയണോ, ദുഃഖം പറയണോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണോ, സന്തോഷിച്ചിരിക്കണോ, സന്തോഷമായിട്ട് പോകണോ. ഒരാൾക്കും ഒരു വിഷമവും ഒരു പരാതിയും ഇല്ല. ഇന്നയാളെ ഏതെങ്കിലും ജാതിക്കാരനാണോ അതൊന്നും നമ്മൾക്കൊരു വിഷയവും അല്ല. ആണോ? അല്ല. അങ്ങനെ നമ്മളതൊക്കെ മറന്നു ഉയർന്ന് നല്ലൊരു സംസ്കാരത്തിലേക്ക് വന്ന പണ്ടൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നു, ഇല്ലയെന്നില്ല. അതൊക്കെ പോയി ഇപ്പം നമ്മൾ കുറേശ്ശൊക്കെ നല്ല മറ്റന്മാതിരിയായിട്ട് വന്ന് അതോടെ അമ്പലങ്ങൾ ഉണർന്നു. നാട്ടിൽ തകർന്നു പോയതൊക്കെ എല്ലാവരും കൂടി ചേർന്ന്, കാരണം ഓരോ നാട്ടിലൊക്കെ പോയ ആളുകൾ അവിടെ ജാതി മതമൊന്നും എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലങ്ങളൊക്കെ ഉയർത്തി ഇങ്ങനെ വായനയും പല ജാതി പരിപാടികളും നടത്തണോ. പിന്നെ കലാപരിപാടികളൊക്കെ അമ്പലത്തിൽ വേണം. ഇതിനത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സന്തോഷമാവണം, അവരൊക്കെ ഒന്നിച്ച് ചേരണം, അവരൊക്കെ ഒന്നിച്ച് കൂടണം, അവരൊക്കെ വർത്തമാനം പറയണം, അവരൊക്കെ അവരുടെ വാസനകൾ പ്രകാശിപ്പിക്കണം. അതൊക്കെ വേണ്ടത് തന്നെയാണ്. അവർക്കൊന്നും വേണ്ടെന്ന്. അതിനൊക്കെ കേന്ദ്രമാണ് ആര്? ക്ഷേത്രം. അതൊക്കെ ശരി തന്നെയല്ലേ? എല്ലാം വേണം. പക്ഷെ എല്ലാം വേണം, കൂട്ടിക്കുഴയ്ക്കരുത്. അതാണ് എല്ലാം വേണം. അപ്പൊ എല്ലാവരും ഉള്ളു. അങ്ങനെ നമ്മുടെ സമുദായം ഉയർന്നു വരിക. ശരി തന്നെയല്ലേ പറയുന്നതൊക്കെ? അപ്പൊ ഇതിങ്ങനെ ഉയർന്നു വരുമ്പോൾ, നമ്മൾ ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ, നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് മനസ്സിലായി ചിലരൊക്കെ നമ്മൾ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. ശരിയല്ലേ? അപ്പം 5 കൊല്ലം കൂടുമ്പോൾ നമ്മളെ കാണാൻ വരുന്നവർക്ക് വല്ലാത്ത ദണ്ണ. 5 കൊല്ലം കൂടുമ്പോൾ ഓരോ പക്ഷികൾ വരില്ലേ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ? അതേതാ പക്ഷി? എന്തെങ്കിലും ആവട്ടെ, അത് തന്നെ വരുന്നിട്ട് ഉമ്മ വെക്കും, കല്യാണിമേ ഉമ്മ. ഓ, നമുക്ക് 5 കൊല്ലം കൂടുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ലേ? ഇത് കണ്ടവനൊക്കെ വന്ന് കെട്ടിപ്പിടിക്കേ, ഒരു ഉമ്മയും തരും. ഇത് എന്നും തരച്ചാൽ കുഴപ്പമില്ല. ഈ 5 കൊല്ലം കാണുമ്പോഴുള്ള ഈ ഉമ്മ പോരാ. മനസ്സിലാവുണ്ടല്ലോ കുറേശ്ശൊക്കെ? അതൊക്കെ മതി. ബാക്കി നമുക്ക് വലിയ വിവരം ഇതൊക്കെ ഇങ്ങനെ എണ്ണി പെറുക്കി പറയുന്നു വേണ്ട, ചിന്തിച്ചോളൂ. എന്നിട്ട് വന്നിട്ട് പറയണ താൻ ഇന്ന ജാതിക്കാരനല്ലേ, താൻ ഇന്ന ജാതിക്കാരൻ, ഇന്ന മതക്കാരൻ, ഭിന്നിപ്പിക്കുക. അതിനൊന്നും ഇനി നിന്ന് കൊടുക്കരുത്. ഈ ജാതി ആശയങ്ങൾ ഇന്ന് നമ്മൾക്ക് പറ്റാത്തത് കളഞ്ഞോളൂ, വേണ്ടത് എടുത്തോളൂ. പക്ഷെ ഇതിന്റെ പേരും പറഞ്ഞ് നമ്മളിങ്ങനെ നിന്നാൽ വിവരമുള്ളവൻ ഒന്നിച്ച് നിന്ന് നമുക്ക് കിട്ടേണ്ടതും കൂടി വാരി ചാക്കിലാക്കി കെട്ടിക്കൊണ്ടുപോയി അവൻ സന്തോഷിച്ചു കഴിയും. നമ്മൾ അപ്പോഴും തമ്മി തല്ലി കഴിയും. അതൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. കൂടുതലൊന്നും വിസ്തരിച്ച് പറയണില്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ, ധരിച്ചോളൂ. ബാക്കി ചിന്തിച്ചുണ്ടാക്കിക്കോളൂ. ആലോചിയൊന്നും തോന്നരുത് കേട്ടോ. തോന്നിയാലും വിരോധമൊന്നുമില്ല. പോകുമ്പോൾ ആ പൈപ്പിന്റെ ചുടുന്ന് മുഖം കഴുകിയാൽ മാറിക്കോളും. അത്രയേ ഉള്ളൂ. എന്നിട്ട് ചുക്കള്ളും കുടിച്ചോളൂ, ശാന്തമായിക്കോളും. വേറെ ഒന്നും അതിന് പരിഹാരമില്ല. നമ്മളെ കുളത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുളത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇറങ്ങി കുളിച്ചാൽ പോരെ? അത്രയേ ഉള്ളൂ. ഇതാണ് കഥ. ഈ വാമനമൂർത്തി ബലി മഹാരാജാവിനെയൊക്കെ വരച്ച് കാണിക്കുന്നതും ചിത്രീകരിച്ച് കാണിക്കുന്നതും വലിയൊരു വയറുള്ളവനായിട്ടല്ലേ കാണിക്കുന്നത്. ഈ ബലി മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിൾ ഉള്ള ആളാണ്, മഹോദരൻ എന്ന് പറഞ്ഞ ദണ്ണുള്ള ആളാണെന്നൊന്നും ഭാഗവതത്തില് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല സുന്ദരനാണ്, സുമുഖനാണ്, നല്ല ശരീരമുള്ളവനാണ്, നല്ല സമ്പ്രദായക്കാരൻ. ആകെ ഒരു ചീത്തത്തെ അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ, അഹന്ത. എന്താണ് അഹന്ത? എന്താ അഹന്ത? ഞാനാണ് എല്ലാറ്റിൻ്റെയും മുകളിലാണ്. ആ അഹന്തയെ ആര് തീർത്തുള്ളൂ?
ഭഗവാൻ തീർത്ത് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി പരിവാരത്തോടു കൂടിയിട്ട് സുതലത്തിലേക്ക് പറഞ്ഞയച്ചത്. അല്ലാതെ അദ്ദേഹത്തെ നിന്ദിച്ചിട്ടില്ല. അതാത് സ്ഥാനത്ത് അതാത് കൂട്ടിരിക്കണം. എനിക്കൊരു നല്ല സ്ഥാനം ആർക്ക് കൊടുത്തു? ദേവേന്ദ്രനേക്കാളും നല്ല സ്ഥാനം കൊടുത്തു ബലിക്ക്. കൂടാതെ ദേവേന്ദ്രന്റെ പദവിയിൽ ഒരു വാസന ഉണ്ടാവുകൊണ്ട് ആ വാസന അനുഭവിച്ച് തീർക്കണമല്ലോ. അടുത്ത തവണ അതും കൊടുത്തു. അനുഗ്രഹിക്കാനില്ലേ ചെയ്തത്? ഈ അനുഗ്രഹ കഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ തോന്നിവാസമായിട്ട് പറയുന്നത്. ഇതൊന്നും ഇത്ര നേരമൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. എത്ര നേരം അപ്പം നമ്മളിതിനെ കളഞ്ഞത്? എന്തൊക്കെ പറയേണ്ട നേരം കളഞ്ഞു ഇല്ലേ? ശരിയല്ലേ? ഇത് ശരിയല്ലേ? ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം എന്തിനാ ഇത് വായിച്ച് പറയണത്? ശരിയാ, മനസ്സിലാക്കി വെച്ചോളൂ, ധരിച്ചു വയ്ക്കുക, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. നീ ഈ കഥ എവിടെയും പറയരുത്. എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ആരെങ്കിലും ഇങ്ങനെ ചവിട്ടി, ഇപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമല്ലേ, ചവിട്ടി താഴ്ത്തി എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത് ചെന്ന് ചോദിക്കുക, തിരുമേനി ഇങ്ങനെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞില്ലേ, ഞാൻ കുറേ കാലമായി നോക്കണു, ഇത് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത് എന്നൊന്ന് പറഞ്ഞു തരുമോ ചോദിക്കുക. പിന്നെ അദ്ദേഹത്തെ ആ വഴിക്ക് കാണില്ല, പേടിക്കണ്ട, കാണില്ല. പിന്നെ അദ്ദേഹം അത് പറയില്ല. ഒരാൾ ചോദിച്ചാൽ മതി, പിന്നെ അദ്ദേഹം വേറെ ഒരിക്കൽ പോയിട്ട് വേണ്ട വൃത്തി പറയില്ല. ഇനി അതല്ല, വല്ല ദിക്കിലും വല്ല പൊതു സ്ഥലങ്ങളിൽ മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ കേമായിട്ട് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവില്ല, പുറത്തൊക്കെ വലിയ അങ്ങാടിയിലൊക്കെ മൈക്ക് കെട്ടി പറഞ്ഞ സമ്പ്രദായക്കാരില്ലേ, അവരാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ പറയുന്ന സമയത്ത് മെല്ലെ ഒന്ന് മുമ്പിലേക്ക് നിന്ന്, സാറേ എനിക്ക് വിളിച്ചോ, ഇഷ്ടമായിക്കോട്ടെ, സാറാണോ നമുക്കറിയില്ല, എന്നാലും സാറേ ഒരു സംശയമുണ്ട്, അങ്ങയുടെ പ്രസംഗമൊക്കെ നല്ല രസമായി, ഞാൻ കേട്ടിരിക്കുകയായിരുന്നു, ഒരു സംശയമുണ്ടേ, ചോദിച്ചോളൂ. അപ്പം അയാൾക്ക് വലിയ ഇഷ്ടാവും. അങ്ങ് ഇപ്പൊ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞില്ലേ, ഇതെവിടെയാ പറഞ്ഞത്? ഞാൻ കുറേ കാലമായി തിരയണോ, അപ്പം അങ്ങേ കണ്ടപ്പോൾ സമാധാനമായി, ഇത് എവിടെയാ പറഞ്ഞത് ചോദിക്കാം. പിന്നെ ആ സാറ് അന്ന് അവിടുന്ന് വേഗം പോയിക്കോളും. പിന്നെ ഒരു ദിക്കിലി ജാതി പണി പറയൂല. ഇങ്ങനെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയാൽ നിൽക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പത്രത്തിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടു ഈ സാധനം എന്ന് പറഞ്ഞ്, ഇപ്പൊ നമ്മുടെ ആ ഭാഗത്തൊന്നും പത്രത്തില്, മലപ്പുറം, കോഴിക്കോട്, ആ തൃശ്ശൂർ ആ ഭാഗത്തൊന്നും പത്രത്തിൽ ഇപ്പം ഇത് പതിവ് വരാറില്ല. നമ്മൾ ഓണത്തിൻ്റെ ഒന്ന് പൂജ കഴിഞ്ഞ് വന്ന് ആദ്യം നോക്കുന്നുണ്ടോ, ഇതുണ്ടാവാറില്ല. എന്താ കാരണം? അവരും ഇതിലൊക്കെ വന്നിരുന്നത് കേൾക്കണ്ടാവേ. കേൾക്കട്ടെ, പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, അറിയട്ടെ, അതിനല്ലേ ഇത് പറയണത്. അതുകൊണ്ട് അറിഞ്ഞ നമ്മളെല്ലാവർക്കും പറഞ്ഞു. ഇനി കുട്ടികളൊക്കെ ഒന്നും മറ്റേ ജാതി ചവിട്ടിയതും താഴ്ത്തിയതും പറഞ്ഞു കൊടുക്കരുത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നത് പറയുമ്പം തോന്നിയാസാണ് മോനെ, പരീക്ഷയ്ക്ക് വേണ്ടത് എഴുതിക്കോളൂ, പഠിച്ചു വെക്കരുതെന്ന് പറഞ്ഞാൽ മതി. എന്താണ് ഇത്? തോന്നിവാസാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി അത് സത്യമാണ്, ഇതാണ് മഹിമാന്ന് ധരിച്ചു നോക്കി. പരമാർത്ഥം മനസ്സിലാക്കട്ടെ. പുസ്തകത്തിലുള്ളിടത്തോളം കാലം കുട്ടി എഴുതിയില്ലേച്ച് അതിന് മാർക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതിന് പറയണം, ഇപ്പം പഠിക്കുന്നത് ആസുരീയമായ വിവരക്കേടാണ്, പരീക്ഷയ്ക്ക് എഴുതിക്കോളൂ, വിവരമുള്ളവര് അല്ലേ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ വരുമ്പോൾ അതൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ മതി. ഇത്രേ പറഞ്ഞു കൊടുക്കണ്ടു, മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഓണത്തിൻ്റെ കഥ. അതുകൊണ്ട് എത്ര ഓണം നമ്മൾ വെറുതെ കളഞ്ഞു. കൊല്ലത്തെ ഓണെങ്കിലും നല്ലോണം കൊണ്ടാടണേ, മനസ്സിരുത്തിയിട്ട് ഈ സമ്പ്രദായമൊക്കെ ഒന്ന് മനസ്സിരുത്തിയിട്ട് നേരാമണ്ണം. മനസ്സിലായില്ലേ? ഇതാണ് കഥ. ഇനി ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വാമനമൂർത്തി ഇങ്ങനെ ഗുണ്ടേത്? ഒരു ഗുണ്ടയുടെ മാതിരിയല്ലേ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്? ചവിട്ടണോ താഴ്ത്തുന്ന ഒരു അക്രമിയുടെ മാതിരി. എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? കാരണം എന്താണെന്നറിയൂ? തൊട്ടടുത്തൊരു സംഗതി, ചെറിയൊരു സംഗതിയും കൂടി ഒരു 2 വാചകത്തിൽ പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പരീക്ഷത്ത് മത്സ്യാവതാരത്തെക്കുറിച്ച് കേൾക്കണം എന്ന് പറഞ്ഞേ. അപ്പോൾ ചോദിച്ചു അതെങ്ങനെയാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പണ്ട് സത്യവ്രതം എന്ന് പറഞ്ഞ രാജാവ് കൃതമാല നദിയിൽ കുളിച്ച് സന്ധ്യാന്തനം കഴിക്കാൻ ഊക്കഴിക്കാനായിട്ട് കൈക്കുടനയിൽ വെള്ളം കൈക്കുടനയിൽ കോരിയെടുത്ത വെള്ളം, ഊക്കഴിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, അർഘ്യതർപ്പണങ്ങൾക്കൊക്കെ കുളിയുടെ ആ സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ടേ അപ്പോൾ കയ്യിൽ കോരിയെടുത്ത വെള്ളത്തിലൊരു മത്സ്യക്കുട്ടിയെ രാജാവ് വിചാരിച്ചു അറിയാണ്ട് പെട്ടതാവും നിരീച്ച കളയാൻ പുറപ്പെട്ട മത്സ്യക്കുട്ടി പറഞ്ഞു, അയ്യോ രാജാവ് എന്നെ കളയരുത്, വലിയ മത്സ്യം പിടിച്ച മുഴുങ്ങാൻ പറഞ്ഞു. രാജാവ് അതിനെ തൻ്റെ കമണ്ടലോ പറഞ്ഞാൽ മനസ്സിലാവുക, കിണ്ടി, പഴയ കാലത്തൊക്കെ ഒരു സ്വാധ്യായ കിണ്ടി അതിന് പറയുന്നത്. സ്വാധ്യായ കിണ്ടി കൂടെ ഒരു കിണ്ടി ഉണ്ടാവും, കൈയെഴുകാനും കാലെഴുകാനും ശൗചാചമനം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നിത്യവൃത്തിക്ക്. ഈ മഹർഷിമാരുടെയൊക്കെ ചിത്രം വരയുമ്പോൾ കൂടെ ഒരു തൂക്കി പിടിച്ച സാധനം കണ്ടില്ലേ? നമുക്ക് പണ്ടേ മോഹത്തിലെന്താ പാൽപ്പായസാണോ എന്ത്, അതിൻ്റെ ഉള്ളിൽ എന്താ സാധനം എന്ന് പണ്ടേ സംശയമുള്ളതല്ലേ? ഒന്നുമല്ല, പച്ചവെള്ളാണ്. എന്ത് പച്ചവെള്ള ചന്ദനാർത്ഥം? അവർക്കൊന്ന് ശുദ്ധം വരുത്താൻ, കൈ കഴുകൊന്ന്, കാലഴുക, ആചമിക്കുക, അങ്ങനെയൊക്കെ വേണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് വേണ്ടിയല്ലേ. അതാണ് വാര്യുപസ്പൃശ്യ എന്നതിന് പറയുക. എന്താ പറയുക? എന്ത് സൽക്കർമ്മങ്ങൾക്ക് പുറപ്പെടുമ്പോൾ വാര്യുപസ്പൃശ്യ. എന്താ വാര്യുപസ്പൃശ്യ? വെള്ളം തൊട്ടു പിന്നെ വെള്ളം തൊടല്ല, കാലഴുകി ആചമിച്ച് ശുദ്ധം വരുത്തുക, എന്തിനു പുറപ്പെടുമ്പോഴും വേണമെന്ന്. അപ്പം ആ ക്രിയ ചെയ്യാനാണ് ഇതൊക്കെ. രാജാവ് സന്ധ്യാവന്തനാദികൾക്കായിട്ട് കൊണ്ട് നടക്കണ ഈ കമണ്ടലൂല് സ്ഥാപിച്ചു. അത് പിറ്റേന്ന് രാജാവ് ചെന്ന് നോക്കിയപ്പോൾ അത് നിറയെ മത്സ്യമുണ്ട്. അപ്പോൾ ഇതിലിരിക്കാൻ വയ്യാന്ന് മത്സ്യം പറഞ്ഞപ്പോൾ അതിന് വലിയൊരു വട്ടച്ചെമ്പിലേക്ക് മാറ്റി. പിറ്റേന്ന് രാജാവ് ചെന്നപ്പോൾ മത്സ്യം പാത്രം മുഴുവനും വളർന്നിരിക്കണോ. അപ്പോൾ ഇതിലും നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ രാജാവ് അതിനെ കൊണ്ടുപോയി കുളത്തിൽ കൊണ്ടുപോയിട്ടു. വലിയ കുളാണേ.
പിറ്റേന്ന് ചെന്നപ്പം കുളം നിറയെ മത്സ്യരിക്കണോ. അപ്പൊ രാജാവിനോട് പറഞ്ഞു, രാജാവ് എവിടെയും വയ്യ പറഞ്ഞു. അപ്പൊ രാജാവ് ഈ മത്സ്യത്തെ കൊണ്ടുപോയിട്ട് പുഴയിൽ കൊണ്ടുപോയിട്ടു. പിറ്റേന്ന് ചെന്നു പുഴയിലേക്ക് ചെന്നപ്പോൾ പുഴ നിറയെ മത്സ്യം, വലിയ മത്സ്യമായിരിക്കണം. പുഴ നിറയെ മത്സ്യം ചെന്താർത്ഥം അത്ര വലിയ മത്സ്യമാണേ. അപ്പൊ രാജാവിനോട് പറഞ്ഞു, രാജാവ് ഈ പുഴയിലും നിവൃത്തിയില്ലേണ്ടേ, നിൽക്കുക വയ്യാന്നായി. രാജാവിനോട് പറഞ്ഞു, സമുദ്രത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ രാജാവ് ഈ മത്സ്യത്തെ സമുദ്രത്തേക്ക് കൊണ്ടുപോയി സമർപ്പിക്കാനായിട്ട് മത്സ്യത്തെയും കൊണ്ട് സമുദ്രത്തേക്ക് ചെന്നപ്പം മത്സ്യം രാജാവിനോട് പറഞ്ഞു, രാജാവേ എന്നെ സമുദ്രത്തിലേക്ക് കളയരുത്, എന്താ വെച്ചാൽ വലിയ വലിയ മത്സ്യങ്ങൾ വന്ന് എന്നെ പിടിച്ച് മെഴുങ്ങും എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ അതിന് മറുപടിയായിട്ട് രാജാവ് പറഞ്ഞു, വലിയ വലിയ മത്സ്യങ്ങൾ ഇപ്പം അങ്ങേ മെഴുങ്ങല്ല, അങ്ങയുടെ മഹാമായ എന്നെയാണ് മെഴുങ്ങണത് എന്നും പറഞ്ഞു. എന്തേ കാരണം? നൂനം ത്വം ഭഗവാൻ സാക്ഷാൽ ഹരിർനാരായണോ വ്യയ അനുഗ്രഹായ ഭൂതാനാം ധൽസേ രൂപം ജലൗകസാം. എന്തേ പറഞ്ഞത്? അങ്ങ് സാക്ഷാൽ ഭഗവാനാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അങ്ങ് എന്തിനു വന്നു? അനുഗ്രഹായ ഭൂതാനാം ധൽസേ രൂപം ജലൗകസാം. നമസ്തേ പുരുഷശ്രേഷ്ഠ സ്ഥിത്യുൽപത്യപ്യയേശ്വര ഭക്താനാം നഃ പ്രപന്നാനാം മുഖ്യോ ഹി ആത്മഗതിർവിഭോ. അങ്ങ് സാക്ഷാൽ ജഗതീശ്വരനായ പരമ്പുരുഷനാണ്, അതുകൊണ്ട് അങ്ങാണ് ഞങ്ങൾക്ക് ആത്മഗതി എന്ന് പറഞ്ഞ് രാജാവ് അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പം ഭഗവാൻ ചോദിച്ചു, മഹാരാജാവേ അങ്ങക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ചോദിച്ചങ്ങ് മഹാകേമനാണെന്നും പറഞ്ഞു. എന്താ രാജാവിന് വന്നത് മത്സ്യമൂർത്തി ഭഗവാനാണെന്ന് മനസ്സിലായി. രാജാവ് മഹാനായതുകൊണ്ടാണ് മനസ്സിലായത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ മത്സ്യമൂർത്തി വന്നേച്ചാലും തീരുമാനമായി. ശരിയല്ലേ ഇത്? ഇപ്പൊ മത്സ്യാവതാരമൂർത്തിയായിട്ട് ഭഗവാൻ വന്നപ്പം ആ മഹിമ മനസ്സിലാക്കാൻ മാത്രമുള്ള മഹിമ ആരുടെ ഉള്ളിലുണ്ടായി? ഈ രാജാവ് വിദ്വാനായതുകൊണ്ടല്ലേ മനസ്സിലായത്. സ്വർണ്ണമാണ് മുമ്പിൽ കിടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലത്. സ്വർണ്ണാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം എന്ത് കാണുന്നവന് വേണമല്ലോ, ഇല്ലെങ്കിൽ അത് സ്വർണ്ണം അല്ലല്ലോ ആർക്ക് കാണുന്നവനെ. അത് മനസ്സിലാവണില്ലേ? 500 ഉറുപ്പയുടെ നോട്ട് കണ്ടപ്പം കടലാസാണെന്ന് കുട്ടിക്ക് തോന്നിയാൽ ഒരു കാര്യമില്ല. അതിൻ്റെ വില മനസ്സിലാവണം, കണ്ടിട്ടേ കാര്യമുള്ളൂ. അതാണ്. അപ്പം മഹാരാജാവിനോട് പറഞ്ഞു, രാജാവേ ഇന്നേക്ക് 7ാമത്തെ ദിവസം ഇവിടെ എന്തുണ്ടാവും? പ്രളയം വന്നു മുങ്ങും. അപ്പോഴേക്ക് അങ്ങൊരു വലിയ കപ്പലുണ്ടാക്കിയിട്ട് എല്ലാ ജീവജാലങ്ങളെയും പിടിച്ചു കയറ്റിയിട്ട് അതിൽ കയറി ഇരുന്നോളൂ. ഞാൻ വരുമ്പോൾ മത്സ്യമൂർത്തിയായിട്ടുള്ള എൻ്റെ മൂക്കിൻ്റെയും ഉള്ളൊരു കൊമ്പ് ഉണ്ടാവും. കൊമ്പ് പറഞ്ഞാലൊരു സാധനം എന്താ അതിനെ പറയുക? മത്സ്യത്തിൻ്റെയും മൂക്കിൻ്റെയും മുകളിലുള്ള ഒരു കുറ്റി, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തോളൂ? കപ്പല് കെട്ടിയിടുക. കപ്പലും കൊണ്ട് ഞാൻ പ്രളയത്തിൽ ഇങ്ങനെ നടക്കും. അങ്ങനെ സംശയം കപ്പലിരുന്ന് ചോദിച്ചോളൂ, ഞാൻ അതിന് ഉത്തരം പറയാമെന്നും പറഞ്ഞു. അങ്ങനെ രാജാവിനെ ഉപദേശിച്ചു. ഭഗവാൻ പോകുകയും ചെയ്തു. പറഞ്ഞ മാതിരി പ്രളയം വന്നു. രാജാവ് കപ്പലുണ്ടാക്കി എല്ലാവരെയും വിളിച്ച് കയറ്റി അതിലിരുന്നു. പക്ഷെ ആരെ കാണാനില്ല? ഭഗവാനെ കണ്ടില്ല. ഭഗവാനെ എത്ര നോക്കിയിട്ട് വരാനല്ലേ പറഞ്ഞത്, വന്നില്ല. ഭഗവാനെ നല്ലോണം ധ്യാനിച്ചു രാജാവ് കലശലായിട്ട് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് സോനുധ്യാതസ്തതോ രാജ്ഞ പ്രാതുരാസീൻ മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന. അത്യന്തം ഭീകരമായ സ്വരൂപത്തോട് കൂടിയിട്ട് ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് സ്വർണത്തിൻ്റെ നിറമുള്ള ഒരു മത്സ്യമായിട്ടാണ് വന്നു. അതിഭീകരായ വലുപ്പം മത്സ്യമൂർത്തി വന്നു. ആ മത്സ്യമൂർത്തിയുടെ മൂക്കിൻ്റെ മുകളിൽ കപ്പല് വാസുകിയെ കൊണ്ട് കെട്ടിയിട്ടു. കപ്പലും കൊണ്ട് അങ്ങനെ നടന്നു. കപ്പലിൻ്റെ ഉള്ളിലിരുന്നിട്ട് രാജാവ് ചോദ്യങ്ങൾ ചോദിച്ചു. ആ രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം മത്സ്യമൂർത്തി കൊടുക്കുകയും ചെയ്തു. ഇതാണ് മത്സ്യാവതാരം എന്നും പറഞ്ഞു. ഇതിപ്പോൾ എന്തിനാണ്? പരീക്ഷത്ത് ചോദിച്ചു, എന്തിനേയും മത്സ്യാവതാരം ഉണ്ടായത്? സാധാരണ ഈ അവതാരം ഉണ്ടാവാനുള്ള കാരണം ഒരു 2 മണിക്കൂർ പറഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ടാണ് എന്ത് പറയുക, അവതരിച്ച കാര്യം പറയുന്നത്. എന്തിനെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞു കൊടുത്തു. പണ്ട് ഈ ബ്രഹ്മാവിന് നിദ്ര ഉണ്ടായപ്പം പ്രളയം വന്നു. നൈമിത്തിക പ്രളയം എന്ന് പറയും. ഈ ബ്രഹ്മാവിന്റെ നിദ്ര കൊണ്ടുണ്ടായ നൈമിത്തിക പ്രളയത്തില് ബ്രഹ്മാവ് ഉറങ്ങിപ്പോയ സമയത്ത് ബ്രഹ്മാവിന്റെ മുഖത്തിരിക്കുന്ന വേദങ്ങളെ ഹയഗ്രീവൻ എന്നു പേരായ അസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. അങ്ങനെ വേദങ്ങൾ ഹയഗ്രീവനെ വധിച്ച് ഭഗവാൻ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു എന്നും പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഈ പ്രളയം എപ്പോഴാണ് ഉണ്ടായത്? ബ്രഹ്മാവ് ഉറങ്ങിപ്പോയപ്പം. അപ്പോഴാണ് വേദം മോഷ്ടിച്ചു കൊണ്ടുപോയത്. വേദം എപ്പോഴാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്? ഇതാരും ഉണ്ടാത്തത്. ബ്രഹ്മാവ് ഉറങ്ങിപ്പോയപ്പോൾ. ശരിയല്ലേ? അത് ബ്രഹ്മാവ് ഉറങ്ങിപ്പോയപ്പോഴാണ് വേദം മോഷ്ടിക്കപ്പെട്ടത്. ഒരു കാര്യം മനസ്സിലായില്ലേ? ഉറങ്ങിപ്പോണ സമയത്ത് ബാഗും കൊടയും പേഴ്സും മാലയും മാത്രമല്ല പോവുക, വേദം പോകുമെന്ന് മനസ്സിലായില്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. മാലയും പേഴ്സും ബാഗും ഒക്കെ പോയാലും നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ബാഗൊക്കെ കൊണ്ടുപോയാൻ നരകിക്കുള്ള മുണ്ട് മുക്കി വെളുപ്പിക്കാൻ.
എന്ത് വസ്തു പോയാലും നമുക്ക് പിന്നെ പ്രാപ്തി ഉണ്ടെങ്കിൽ നേടിയെടുക്കാവുന്ന വസ്തുക്കളെ നമ്മുടെ ബാഗിലും കഴുത്തിലും കയ്യിലും ഒക്കെ ഉള്ളൂ. പക്ഷെ വേദം പോയതാണ്. എന്താ വേദം എന്ന് പറഞ്ഞാൽ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. എന്താ അറിവ്? ഏതറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായിട്ട് തീരെ ആ അറിവിന്റെ പേരാണ് ഈ വേദം എന്ന് പറയുന്നത്. അതായത് വേദം പോയാൽ നമ്മൾ അറിവില്ലാത്തവരായിട്ട് തീരും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വേദം പോയതേ ഉണ്ടായത്. വേദം പോവാൻ കാരണം എന്താ? ഉറങ്ങുക. അതുകൊണ്ടാണ് ഈ അസ്ഥാനത്തെ ഉറക്കം നല്ലതല്ല കേട്ടോ. ഉറങ്ങുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ ഭാരതീയര് എത്ര വലിയ മഹിമയുള്ളവരായിരുന്നു. ശാസ്ത്രങ്ങളും വേദങ്ങളും മഹിമകളും പലജാതി വിദ്യകളൊക്കെ പ്രകാശിച്ച് എന്തെന്തെല്ലാം മഹിമയില്. ഒരു കാലത്ത് ഭാരതത്തിലേക്കാണ് ആര് വന്നത്? വാസ്കോഡഗാമ എവിടേക്കാ വന്നത്? അവണ്ടല്ലേ ഇവിടേക്കാ വന്നതേ. അതുപോലെ എത്ര പേര് വന്നു. എന്നിട്ട് ഓരോരുത്തർ ഓരോ ദിക്കിലും വഴി തെറ്റിപ്പോയവർ അതിനെയൊക്കെ ഇന്ത്യ എന്ന് വിളിക്കുകയും ചെയ്തതോ കാട്ടിലൊക്കെ പോയിട്ട് ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്തിനവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്? വെറുതെ കുരുമുളക് കൊണ്ടുപോകാൻ മാത്രമല്ല വന്നത്. ഇവിടെ കുരുമുളകിന്റെ കൂടെ സുഗന്ധദ്രവ്യങ്ങൾ മാത്രമല്ല, അതിലേറെ സുഗന്ധമുള്ള വേറെ പലതും ഉണ്ടായിരുന്നു. വേദങ്ങള്, ശാസ്ത്രങ്ങള് എന്നൊക്കെ വെറുതെ പറയില്ല. നമ്മൾ ആയുർവേദ ശാസ്ത്രങ്ങളൊക്കെ അറബിയിലേക്കും റഷ്യയിലേക്കൊക്കെ തർജ്ജമ ചെയ്ത് കൊണ്ടുപോയിട്ട്, വേദങ്ങളിലെ ഉപനിഷത്തുകളൊക്കെ തർജ്ജമ ചെയ്ത് കൊണ്ടുപോയിട്ട് ആ വെളിച്ചൊക്കെയാണ് പിന്നെ തിരിച്ചു വേറെ രൂപത്തിൽ ഇവിടേക്ക് തന്നെ എത്തിയത്. അല്ലാതെ എവിടേക്ക് വെളിച്ചുണ്ടാവാനാണ്? എന്തെല്ലാം തരത്തിൽ ഓരോരുത്തർ ഇന്ത്യ രാജ്യത്ത് വന്നു. ചൈനക്കാര് മാത്രമല്ല, പലരും വന്ന് കണ്ടിട്ടില്ലേ? അവിടുന്ന് മറ്റേ നാണയം കണ്ടെടുത്തു, റോമാക്കാരുടെ നാണയം കണ്ടെടുത്തു, ഈജിപ്തിലെ പഴയ നാണയം കണ്ടെടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ആക്രമിച്ച് കീഴടക്കുമ്പോൾ ഇവിടുത്തെ നന്മകളൊക്കെ പെറുക്കി കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെ എത്രയോ വലിയ മഹിമയിലിരുന്ന ഭാരതം, ലോകത്തിന്റെ ഗുരുനാഥനായിട്ടിരുന്ന കാലത്ത്, അങ്ങനെ ഒരു കാലത്ത് വാണ് പോന്ന ഈ ഭാരതം എങ്ങനെ പിന്നെ കഷ്ടത്തിലായി? ശരിയല്ലേ? ഇത് എന്തൊക്കെ കൂട്ടരിവിടെ വന്നു? മുഗളന്മാര് വന്നു, ഘോറി വന്നു, ഖിൽജി വന്നു, മുഗളന്മാര് വന്നു, തകർത്തു, തരിപ്പണമാക്കി. ക്ഷേത്രങ്ങളില്ല, എല്ലാം ഉത്തരഭാരതം തൊട്ടിങ്ങോട്ട് നടന്നു നോക്കൂ, കാണാൻ നമുക്ക് തകർത്തതിൻ്റെയൊക്കെ കണക്ക്. ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഒടുക്കം വന്നത് ബ്രിട്ടീഷുകാരാണെന്ന് മാത്രം. എല്ലാവരും വന്നിട്ട് എന്താ ചെയ്തത്? വന്നോര് നമ്മുടെ തലയിൽ കയറി നിരങ്ങി, തലയിൽ മൂത്രമൊഴിച്ചു, മുഖത്ത് തുപ്പി, ഇവിടെ ഉള്ളതൊക്കെ പെറുക്കി കൊണ്ടുപോയി. നമ്മൾ ഇങ്ങനെ ഉറങ്ങി, ഇങ്ങനെ തുപ്പിയും മൂത്രമൊഴിച്ച് നമ്മളിങ്ങനെ തുടച്ചിട്ട് സാരമില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിരുന്നു. ശരിയല്ലേ? ഇത് പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഉണരണത്. എന്താണ് ഇപ്പം നമ്മൾ ഉണരുക? ഉണർന്ന് നോക്കുമ്പോൾ അമ്പലം കാണാനില്ല, അത് കാണാനില്ല, ഇത് കാണാനില്ല. എവിടെ പോയി? നമ്മുടെയൊക്കെ നാട്ടിൽ വന്നൊന്ന് മാന്തി നോക്കും. മലബാറിലൊക്കെ വന്നിട്ട് വെറുതെ മണ്ണ് മാന്തിയാൽ അമ്പലങ്ങൾ, വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ, പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ കാണും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? പോയി ചരിത്രം പഠിച്ചോളൂ. നമ്മൾ പറഞ്ഞിട്ട് അലോഹ്യാവണ്ട. നമുക്കാരും പറഞ്ഞു തരുന്നു വേണ്ട. അച്ഛൻ മുത്തശ്ശന്മാർ, അമ്മ മുത്തശ്ശിമാര്, പഴയ കാരണവന്മാർ പറഞ്ഞു തന്ന വിവരം നല്ലോണം ഉണ്ട്. ചരിത്ര പുസ്തകമൊന്നും മറ്റവൻ്റെ ചരിത്രം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് വ്യക്തമായ വിവരങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടെയുള്ളവർക്കും അറിയാലോ. ശരിയല്ലേ? കന്യാകുമാരി മുതൽ കാസർഗോഡ്, അവിടെ അല്ലെ കാസർഗോഡ് വരെയല്ല, അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കാശ്മീരം വരെ നടന്നു നോക്കൂ, എല്ലാം കാണാം. എങ്ങനെയായി ഇത്രയൊക്കെ വലിയ പ്രാപ്തിയുള്ളവർ ഇവിടെ ഉണ്ടായിട്ട്? അർജുനെ പോലെ, പൃഥ്വിരാജ ചൗഹാൻ മഹാരാജാവിനെ പോലെ, വലിയ റാണാ പ്രതാപ് സിംഗിനെ പോലുള്ള മഹാത്മാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. റാണാ പ്രതാപ് സിംഗിനെ കുറിച്ച് നമുക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. പക്ഷെ വേറെ വല്ല മഹാനായ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട്? നമ്മൾ ചില ചരിത്രങ്ങൾ പഠിക്കാൻ പാടില്ല, ചിലതേ പഠിക്കാൻ പാടുള്ളൂ എന്ന് ചിലർ തീരുമാനിച്ചു. ആ പഠിപ്പ് നമ്മൾ പഠിച്ചു, അല്ലാത്തത് നമ്മൾ പഠിച്ചില്ല. അതിനനുസരിച്ച് ഇപ്പോഴും നിൽക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറുക്ക് ദേഷ്യം വരുന്നുണ്ടാവും. ദേഷ്യം വരുന്നവരെ കയ്യിലൊരു പെട്ടിയിലിരിക്കണോ, തോണ്ടി നോക്കിയാൽ മതി. എല്ലാവരുടെയും ചരിത്രം അറിയാം. കയ്യിലൊരു തോണ്ടണ സാധനം ഇല്ലേ? ഊണ് കഴിഞ്ഞ് തണലത്തിരിക്കുമ്പോഴേ തോണ്ടി നോക്കാം. റാണാ പ്രതാപ് സിംഗ് ആര്, പൃഥ്വിരാജ ചൗഹാൻ ആര് നോക്കുമ്പോഴാണ് മനസ്സിലാവുക മറ്റേ മഹാനായ എന്ന് പറഞ്ഞതിനേക്കാളും ഗെയിമാണ് ഇതൊക്കെയെന്ന്. അത് നമ്മൾ പഠിപ്പിച്ചില്ല. എന്തുകൊണ്ട്? അത് പഠിച്ചാൽ നമ്മൾ ആത്മാഭിമാനമുള്ളവരായിട്ട് ഗെയിമായിട്ട് തീരും. പക്ഷെ ഇന്ന് നമ്മൾ കുറേശ്ശെ അതൊക്കെ പഠിച്ചറിഞ്ഞു വരികയാണ്. അതിനനുസരിച്ച മാറ്റം സമൂഹത്തിലുണ്ട് താനും. ശരിയല്ലേ? പണ്ടൊക്കെ സപ്താഹം എന്ന് പറഞ്ഞാൽ 2 ആള് 3 ആള്. ഇപ്പോഴോ എന്താ കാരണം? ഉണർവുണ്ട്, ഉണരുന്നു. നമ്മൾ പല ദിക്കിലും പോയാൽ 1000 2000 പേര്, ചെറുപ്പക്കാരൊക്കെ ധാരാളം ശ്രദ്ധയോടെ കേൾക്കണു, അതിനനുസരിച്ച് അറിയണു, മനസ്സിലാക്കണു, ആ വഴി കൂടി നടക്കണു. മാറ്റമുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം അസ്ഥാനത്തെ ഉറക്കം ചെൽ ആലസ്യം കളഞ്ഞോളൂ എന്ന്. ഈ അലസതയിൽ കിടന്ന കാലത്തുണ്ടായ മാറ്റങ്ങളാണ് വാമനമൂർത്തി ഗുണ്ടയായത്. നമുക്ക് നിശ്ചല്യ. വാമനൻ ആരാന്ന് നിശ്ചല്യ നമ്മൾ പഠിച്ചില്ലല്ലോ, നമ്മൾ ഉറങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് ഇനിയെങ്കിലും ഉണർന്നിരുന്നോളൂ. ഉണർന്നിരുന്ന് അവനവൻ്റെ സംസ്കാരത്തെ സംരക്ഷിക്കുക, അവനവൻ്റെ ധർമ്മത്തെ, അവനവൻ്റെ കുടുംബത്തെ, അവനവൻ്റെ ശിരസ് പോലും നമ്മുടെ കയ്യിൽ. ഉറക്കത്തിലാണെങ്കിൽ ചിലപ്പം എണീട്ട ചൊറിയാൻ ഉണ്ടാവില്ല സാധനം. നോക്കിയും കണ്ടു ഇരുന്ന് പരിപാലിച്ചോളൂ. അതാണ് നമ്മുടെ ഈ മത്സ്യാവതാരം കൂടി വാമനാവതാരത്തിൻ്റെ കൂടെ ചേർത്ത് വായിച്ച് കേൾക്കണം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് ധരിച്ചു വെച്ചോളൂ. ഈ വാമനാവതാരം കഥയും പറഞ്ഞു കൊടുത്തു.